ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസങ്ങളായി ഈ ചാനലിൽ സ്റ്റോറിയായി വന്നിട്ട് വേറൊന്നും കൊണ്ടല്ല, നല്ല പനിയായിരുന്നു. തൊണ്ടവേദന, ശബ്ദമില്ലായ്മ എല്ലാം കൂടി ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഉടനെ തന്നെ ഇവിടെ തണുപ്പ് വരുമെന്ന് പറയുന്നു. തണുപ്പ് വന്നാലുള്ള അവസ്ഥ നോ ഐഡിയ. ഇപ്പോൾ എന്തായാലും നല്ല ചൂടാണ്. എന്തായാലും നമുക്ക് പുതിയ കഥയിലേക്ക് കടക്കാം. നല്ല കഥയാണ്, ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ ടാറിട്ട റോഡും കടന്ന് ആ ബ്ലാക്ക് കളർ ബെൻസ് വലത്തുവശത്തെ മൺപാതയിലേക്ക് കടന്നു. ഇരുവശവും കൂറ്റൻ മരങ്ങൾ മാത്രം. ആ വഴി അവസാനിക്കുന്നിടം ഒരു വലിയ തറവാട് കാണാം. പാരമ്പര്യത്തിൻ്റെയും പഴമയുടെയും പുതുമ നിലനിർത്തുന്ന ഇന്ദ്രാവതി മന. തറവാടിൻ്റെ പടിവാതിലും കടന്ന് ആ ബെൻസുകാർ മുറ്റത്തേക്ക് ചീറിപ്പാഞ്ഞു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സുന്ദരന്മാരായ രണ്ട് ചെറുപ്പക്കാർ ഇറങ്ങി വന്നു. മുഖത്ത് വച്ചിരിക്കുന്ന സൺഗ്ലാസ് ഊരിമാറ്റി ഇരുവരും മനയാകെ ഒന്ന് നോക്കി. മോഡേൺ ജീൻസും അതിനോട് ചേർന്ന ഹൂഡിയുമാണ് അവരുടെ വേഷം. കാലങ്ങൾക്ക് ശേഷം വീണ്ടും മനയിലേക്ക് വന്നതിൻ്റെ സന്തോഷം ഇരുവരുടെയും മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് രണ്ടുപേരും ഡോറടച്ചു. അപ്പോൾ തന്നെ കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് അത്യാവശ്യം പ്രായമുള്ള ഒരാൾ പുറത്തേക്ക് ഇറങ്ങി. കരിം പച്ച ഷർട്ടും ഗോൾഡൻ കളർ കരയുമുള്ള വെള്ളമുണ്ടുമാണ് അയാളുടെ വേഷം. അയാൾക്ക് പിറകെയായി നീലയും ചുവപ്പും കലർന്ന പട്ടുസാരി എടുത്തൊരു സ്ത്രീയും ഇറങ്ങി വന്നു. നെറുകയിൽ കട്ടിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിമാലയും സാരിക്കനുസരിച്ചുള്ള മറ്റ് ആഭരണങ്ങളും അണിഞ്ഞു നിൽക്കുന്ന ആ സ്ത്രീയെ കാണാൻ നല്ല ഐശ്വര്യമുണ്ടായിരുന്നു. അമ്മേ, കിളിക്കൊഞ്ചൽ നിറഞ്ഞ സ്വരത്തോടെ വിളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അവരുടെ അടുക്കിലേക്ക് ഓടി വന്നു. നിറപുഞ്ചിരിയോടെ അവൾ ആ സ്ത്രീയെ കെട്ടിപ്പിടിച്ചു. ചിരിയോടെ അവൾ അവരെയെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് വിശേഷം പറഞ്ഞു. അവരൊന്ന് ഉള്ളിലേക്ക് കയറിക്കോട്ടെ അപ്പുവേ, മനയുടെ കിഴക്കേ ഭാഗത്ത് നിന്ന് ഒരാൾ വന്ന് കളിയോടെ പറഞ്ഞു. അപ്പോഴേക്കും ആ സ്ത്രീ ഏട്ട എന്ന് വിളിച്ച് അവരുടെ അടുക്കിലേക്ക് ഓടി ചിരിയോടെ അവരെ കെട്ടിപ്പിടിച്ചു. വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടെന്ന വണ്ണം പ്രായമേറിയൊരു സ്ത്രീ മനയുടെ ഉള്ളിൽ നിന്നും വന്നു. ഇന്ദ്രാവതി മനയിലെ ഭാർഗവി തമ്പുരാട്ടി. ചുവപ്പും വെള്ളയും കലർന്ന് നേരിയതായിരുന്നു അവർ ഇട്ടിരുന്നത്. നെറ്റിയിൽ ചന്ദനക്കുറി അണിഞ്ഞ് കയ്യിലും കാതിലും കഴുത്തിലുമായി ആഭരണങ്ങളും അണിഞ്ഞ് അവർ പടിവാതിൽ കടന്ന് മുറ്റത്തേക്കിറങ്ങി. അവർക്ക് പിറകെ അത്യാവശ്യം പ്രായമുള്ള മറ്റ് രണ്ട് സ്ത്രീകളും. കാലങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച. മുറ്റത്ത് നിന്ന് തന്നെ മക്കളും കൊച്ചുമക്കളും ചിരിയോടെ വിശേഷം പറഞ്ഞിരുന്നു. ഇനി ഇന്ദ്രാവതിയെക്കുറിച്ച് പറയാം. ഇന്ദ്രാവതി മനയിലെ മൂത്ത കാരണവർ രാമനുണ്ണി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാർഗവി. രാമനുണ്ണി വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു. ഇപ്പോൾ മനയിലെ പൂർണ്ണ അധികാരി ഭാർഗവിയാണ്. രാമനുണ്ണിക്കും ഭാർഗവിക്കും 3 മക്കളാണ്. ഒന്നാമത്തെയാൾ നകുലൻ, ഭാര്യ സീത. നകുലൻ ഇന്ദ്രാവതിയുടെ ബിസിനസ് നോക്കി നടത്തുന്നു. ഇവർക്ക് ആണും പെണ്ണുമായി 2 മക്കളാണ്. മൂത്തവൻ നിധി ഹൈദരാബാദിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു. ഇളയവൾ നക്ഷത്ര, നീതു, ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിനി. രണ്ടാമത്തെയാൾ ദേവൻ, ഭാര്യ ജാനകി. ദേവനും നകുലിനോടൊപ്പം ബിസിനസ് നോക്കി നടത്തുന്നു. ഇവർക്കാകെ ഒരു മകനാണുള്ളത്, രുദ്രദേവ്, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു. മൂന്നാമത്തെ ഒരു മകളാണ് അംബിക, ഭർത്താവ് ഭദ്രൻ. ഇരുവരും ചെന്നൈയിലാണ് താമസം. ഭദ്രൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. 2 പേർക്കും 2 മക്കൾ. മൂത്തവൻ അഥർവ്, ആദി എന്ന് വിളിക്കും. നിധിയുടെ കൂടെ ഹൈദരാബാദിൽ ബിസിനസ് ചെയ്യുന്നു. ഇളയവൾ അർപ്പിത, അപ്പു എന്ന് വിളിക്കും. ഹൈദരാബാദിൽ പഠിക്കുന്നു. PG ആദ്യ വർഷ വിദ്യാർത്ഥിനി. വേണു, ഭാർഗവി വിളിച്ചതും ഒരാൾ താഴ്മയോടെ അവർക്കരികിലേക്ക് ഓടി വന്നു. ഇന്ദ്രാവതി മനയിലെ കാര്യസ്ഥനാണ് വേണു. ഈ ബാഗൊക്കെ അവരവരുടെ റൂമിലേക്ക് എടുത്ത് വയ്ക്കുക, 2 പേരെയും കൂടെ വിളിച്ചോളൂ. അതും പറഞ്ഞവർ എല്ലാവരെയും അകത്തേക്ക് വിളിച്ചു. കളിചിരിയോടെ എല്ലാവരും മനയിലേക്ക് കടക്കാൻ നിന്നതും മനയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും അതിശക്തമായ കാറ്റ് വീശി. കാറ്റിൽ പാറിപ്പറക്കുന്ന കരിയിലകളും പൊടിമണ്ണും. ചുറ്റുമുള്ളതെല്ലാം അവ്യക്തമായി കാണാം. അന്തരീക്ഷം പതിയെ ശാന്തമായതും എല്ലാവരും ചുറ്റുമൊന്ന് നോക്കി. പെട്ടെന്ന് വലിയ ശബ്ദത്തോടെ മനയുടെ കിഴക്കേ ഭാഗത്തെ പുളിമരത്തിന്റെ ചില്ല താഴേക്ക് ഒടിഞ്ഞു വീണു. ഭഗവതി, എന്താ ഇത്? മുത്തശ്ശി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മേലോട്ട് നോക്കി പറഞ്ഞു. നല്ല കാറ്റായിരുന്നല്ലോ, അതായിരിക്കും, അമ്മ പേടിക്കാതെ. നകുലൻ അത് പറഞ്ഞതും പെട്ടെന്നൊരു നിലവിളി ഉയർന്നു കേട്ടു. നീതുമോളല്ലേ അത്? അതും പറഞ്ഞവരെല്ലാവരും മനയുടെ വടക്കേ മൂലയിലേക്ക് ഓടി. അവിടെ കുളപ്പടവിൽ ബോധമില്ലാതെ കിടക്കുന്ന നീതുവിനെ കണ്ടതും എല്ലാവരും വെപ്രാളപ്പെട്ട് അവളുടെ അരികിലേക്കിരുന്നു. പടവിൽ ബോധമില്ലാതെ കിടക്കുന്നവളെ തട്ടി വിളിച്ചുകൊണ്ട് നിധി അവളെ അവൻ്റെ മടിയിൽ കിടത്തി. അപ്പോഴേക്കും അപ്പു അവളുടെ വയറിൽ ചെറുതായൊന്ന് അമർത്തി. അല്പം വെള്ളം വായിൽ നിന്നും ഒഴുകി. ചുരിദാറായിരുന്നു അവൾ ഇട്ടിരുന്നത്. അതാകെ നനഞ്ഞു കുതിർന്ന് അവളുടെ ശരീരത്തോട് ഒട്ടിയാണ് നിൽക്കുന്നത്. നിധി അവൻ്റെ ഹുഡി അഴിച്ചെടുത്ത് അവൾക്കിട്ടുകൊടുത്തു. അവളെ കോരിയെടുത്ത് മനയിലേക്ക് നടന്നു. പുറകെ ബാക്കിയുള്ളവരും. കുറച്ചു കഴിഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ ചിമ്മിത്തുറന്നു. എന്താ മോളെ, എന്താ പറ്റിയ? സീത അവളെ തലോടി. നീതുവിൻ്റെ മനസ്സിൽ അപ്പോഴും കുറച്ചു മുമ്പേ നടന്ന കാര്യങ്ങളായിരുന്നു. ഉമ്മറത്ത് നിന്നും അവർ എത്തിയ ശബ്ദം കേട്ട് അവൾ വേഗം വസ്ത്രം മാറാൻ മറപ്പുരയിലേക്ക് പോകാൻ നിന്നതായിരുന്നു.
അപ്പോഴാണ് കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അവളുടെ ഒരു കാൽ ആരോ ബന്ധിച്ചതുപോലെ തോന്നിയത്. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് പടവിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അവളുടെ ഇരുകാലും കുളത്തിൻ്റെ താഴേക്ക് വലിച്ചതും അവൾ കുളത്തിലേക്ക് പൂർണ്ണമായി മുങ്ങിപ്പോയി. ശ്വാസം കിട്ടാതെ അവൾ കൈകാലിട്ടടിച്ചു. ആരോ തന്നെ മുക്കി താഴ്ത്തും പോലെ. ഒടുവിൽ എപ്പോഴോ ബോധം മറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് ചുറ്റുമുള്ളവർ എല്ലാം അമ്പരന്നു. എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നു, അതിൻ്റെ മുന്നോടിയാണിത്. എന്തനർത്ഥം? മുത്തശ്ശിയുടെ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ലാലേ? കളിയോടെ ആദി പറഞ്ഞു. നിനക്കിത് തമാശയായിരിക്കും കുട്ടി. ഇപ്പോൾ കണ്ടില്ലേ ഓരോ ദുസൂചനകൾ. എന്തായാലും തിരുമേനിയെ വിളിച്ച് ഒരു ഹോമം നടത്തണം. മുത്തശ്ശി അവസാന വാക്കെന്നോണം പറഞ്ഞു. അങ്ങനെ വിശേഷം പറച്ചിലും ഊണ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഓരോരുത്തരും അവരവരുടെ പണിയിലേർപ്പെട്ടു. ഇതേസമയം ആദി കയ്യിലൊരു ക്യാമറയുമായി മനയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ആദിക്ക് ഫോട്ടോഗ്രാഫി ഒത്തിരി ഇഷ്ടമാണ്. മനയുടെ പ്രകൃതി ഭംഗി അവൻ അവൻ്റെ ക്യാമറ കണ്ണിൽ പതിപ്പിച്ച് മുന്നോട്ട് നടന്നു. ഇന്ദ്രാവതിയുടെ പിറകുവശത്ത് വലിയ പറമ്പാണ്. അത് കഴിഞ്ഞ് വലിയ കാവും അതിനോട് ചേർന്ന് ചെറിയൊരു അമ്പലവുമാണുള്ളത്. അവിടെ നിന്നും കുറച്ചു നടന്നാൽ കാണുന്നിടം മാത്രമേ ആൾതാമസമുള്ളൂ. മനയോട് ചേർന്ന് മറ്റു വീടുകളില്ല. കാവിലേക്ക് നടക്കും മുന്നേ എതിർവശത്തുള്ള ഇലഞ്ഞിമരം കണ്ട് അവൻ അവിടേക്ക് നടന്നു. വാനോളം മുട്ടി നിൽക്കുന്ന പോലെയുള്ള മരം അവൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തു. അവനിതെല്ലാം കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു പുതു കാഴ്ചയാണ്. അവൻ മനയിലേക്ക് തന്നെ വന്നിട്ട് വർഷങ്ങളായി. കാരണം അവൻ പഠിച്ചതും വളർന്നതും എല്ലാം കൽക്കട്ടയിലാണ്. നിധിയും അവൻ്റെ കൂടെയായിരുന്നു. എങ്കിലും അവൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വരും. ഓരോന്നും കണ്ട് അവൻ മനയിൽ നിന്നും കുറച്ചു ദൂരെയായി എത്തി. മഞ്ചാടി മരവും കടന്ന് നടന്നു പോയപ്പോഴാണ് അവിടെ ഉയർത്തി കെട്ടിയൊരു മതിലവൻ കാണുന്നത്. പണ്ടങ്ങോ പറഞ്ഞു കേട്ട ആമ്പൽക്കുളവും അവൻ്റെ ഓർമ്മയിൽ വന്നു. മതിൽക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് അവൻ എത്തി നോക്കി. കുളത്തിൻ്റെ മധ്യത്തായി പടർന്നു കിടക്കുന്ന വെള്ളാമ്പൽ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. നയന മനോഹരമായ ആ കാഴ്ച അവൻ്റെ ക്യാമറയിൽ അവൻ പകർത്തിയെടുത്തു. അപ്പോഴാണ് എന്തോ ഉയർന്നു വരുന്നത് അവൻ കാണുന്നത്. മുന്നിലെ കാഴ്ച കണ്ട് അവൻ്റെ കണ്ണുകൾ വികസിച്ചു. ക്യാമറ കഴുത്തിൽ തൂക്കി അവൻ ആ കാഴ്ച നോക്കി നിന്നു. പച്ച നിറമുള്ള ആ വെള്ളത്തിൽ വെള്ളയാമ്പൽക്കരികിലായി വെള്ളത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി. മുലക്കച്ചയാണ് അവളുടെ വേഷം. മുന്നിലെ വെള്ളം പകഞ്ഞു മാറ്റി അവൾ പടവിലേക്ക് നടന്നു. അവൻ്റെ കാലുകൾ അവൻ പോലും അറിയാതെ കുളപ്പടവിലേക്ക് അടുത്തു. നനഞ്ഞു കുതിരുന്ന മുലക്കച്ച അവളുടെ ശരീരത്തോട് ചേർന്ന് അവളുടെ അംഗലാവണ്യത്തെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. അവളുടെ വെളുത്തു തുടുത്ത കവിളിലും ചുവന്ന അതരത്തിലും നഗ്നമായ തോളിലും വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അവ തിളങ്ങും പോലെ അവന് തോന്നി. പടവുകൾ കയറി പോകുന്ന അവളെ അവൻ അനങ്ങാതെ നോക്കി നിന്നു. അവൻ മറ്റേതോ ലോകത്തായിരുന്നു. ഇടനെഞ്ച് പതിയെ ഒഴിഞ്ഞുകൊണ്ട് അവൻ ആ കുളപ്പടവിലിരുന്നു. പച്ച നിറത്തിലുള്ള തെളിഞ്ഞ വെള്ളം, അതിനു മുകളിലായി വിരിഞ്ഞു നിൽക്കുന്ന വെള്ളാമ്പൽ, അതിനു മധ്യേ മുലക്കച്ചയെടുത്ത് നനഞ്ഞു നിൽക്കുന്ന സുന്ദരിയായ പെൺകുട്ടി. ക്യാമറയിലെ ആ വശ്യമായ ചിത്രത്തിലേക്ക് അവൻ മിഴികളൂന്നി. ആരാണവൾ? അവൻ്റെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു. കുളപ്പടവിൽ നിന്നും തിരിച്ച് മനയിലേക്ക് നടക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ നാലുപാടും അവളെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. അത്താഴം കഴിക്കുമ്പോഴും ഉറങ്ങാൻ കിടന്നപ്പോഴും ആദിയുടെ ഉള്ളിൽ ആ ചിത്രം മാത്രമായിരുന്നു. രാവിലെ ഉറക്കമുണരുമ്പോൾ നേരം നന്നേ വൈകിയിരുന്നു. ബാത്റൂമിൽ കയറി ഫ്രഷായി വന്നപ്പോഴേക്കും റൂമിൽ കോഫി എത്തിയിരുന്നു. അത് ഓരോ സിപ്പായി കുടിക്കുമ്പോഴാണ് നിധി വന്ന് മുത്തശ്ശി വിളിക്കുന്നെന്ന് പറഞ്ഞത്. ഒരു ഗ്രേ കളർ ഷർട്ടായിരുന്നു അവൻ്റെ വേഷം. ഷെൽഫിൽ നിന്നും ഒരു ബ്ലാക്ക് ഫുൾ സ്ലീവ് ഷർട്ട് എടുത്തിട്ടു. അവൻ്റെ ഫിറ്റ് ജിം ബോഡിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ആ ഷർട്ട്. ഇരുനിറത്തിലുള്ള അവനെ ആ വേഷത്തിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി പോലെ. പുറകിലേക്കായി ചെറുതായി വളർന്നു നിൽക്കുന്ന അവൻ്റെ മുടി ഒരു ബ്ലാക്ക് ബാൻഡ് ഉപയോഗിച്ച് കെട്ടി. ഫോൺ ചാർജിലിട്ട് അവൻ താഴോട്ട് ഇറങ്ങിച്ചെന്നു. വിശാലമായ ഇരുനില വീടാണ് ആ മന. ആധുനികമായും പരമ്പരാഗതമായുമായ എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. സ്റ്റെയർ ഇറങ്ങിയാൽ കാണുന്ന ഹാളിൽ നിന്നും വലതുവശത്തായി ഒരു ഇടനാഴിയുണ്ട്. ആ ഇടനാഴി ആകെ ഇരുട്ട് നിറഞ്ഞിട്ടുള്ളതാണ്. അതിലൂടെ പോയാൽ മറ്റൊരു ഹാളാണ് കാണുക. പൂജാവിധി കർമ്മങ്ങൾ അവിടെ വെച്ചാണ് നടക്കാറുള്ളത്. അവിടെ മനയിലെ എല്ലാ അംഗങ്ങളുമുണ്ട്. മുന്നിലുള്ള കളത്തിന് മുന്നിലായി ഇരിക്കുകയാണ് അവർ അവിടെ നിധിക്കരികിലായിരുന്നു. അവർക്ക് മുന്നിലായി ഒരു സ്വാമി മാത്രം ജപിച്ചുകൊണ്ട് കണ്ണടച്ചിരുന്നു. ചുറ്റുമുള്ള ഒരു സ്വാമികൾ മുന്നിലെ അഗ്നിയിലേക്കായി ഓരോന്നും അർപ്പിക്കുന്നു. പൂജാകർമ്മങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. മുത്തശ്ശിക്ക് ഒരു ആശ്വാസം തോന്നി. പക്ഷേ ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലോ ഭാർഗവി അമ്മേ. പ്രശ്നമോ? സ്വാമി പറഞ്ഞതും മുത്തശ്ശി ആവലാതിയോട് ചോദിച്ചു. അതെ, മനയിലൊരു ദുരാത്മാവിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട്. സ്വാമി? മുത്തശ്ശിയായിരുന്നു. മനയിലെ എല്ലാവരും ഒരു പകപ്പോടെ ആ വാക്കുകൾ കേട്ടു. ആഗ്രഹങ്ങൾ ബാക്കിയാക്കി ഈ ലോകത്തിൽ നിന്നും വിട്ടുപിരിഞ്ഞ, അല്ല, ഈ ലോകത്തിൽ നിന്ന് നിർബന്ധിച്ച് പറഞ്ഞയച്ച ഒരു പെണ്ണിൻ്റെ ആത്മാവ്. അയാൾ മുന്നിലുള്ള കവടി ഒന്ന് നിരത്തി. ഉഗ്രരൂപിണിയായ ദുരാത്മാവാണവൾ. എന്നാൽ നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവളിപ്പോൾ ശാന്തമായാണുള്ളത്. ചിലപ്പോൾ അത് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ശാന്തത ആയിരിക്കാം. പ്രതിവിധി വല്ലതുമുണ്ടോ സ്വാമി? പ്രതിവിധി? അയാൾ കുറച്ചു നേരം മൗനത്തിൽ നിന്നു. പ്രതിവിധി കാണുന്നില്ല. മേപ്പാടൻ നമ്പൂതിരി ഇപ്പോൾ ഒരു യാത്രയിലാണ്. അത് കഴിഞ്ഞ് നാം ഒന്ന് കാണാൻ പോകുന്നുണ്ട്. പ്രതിവിധി വല്ലതുമുണ്ടോ എന്നറിയാം.
അതുവരെ ജപിച്ചു കെട്ടിയ ഈ മന്ത്രച്ചരട് എല്ലാവരും ധരിക്കുക. ഇത് അവളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. അതും പറഞ്ഞ് അയാൾ എഴുന്നേറ്റു. മുത്തശ്ശി പറഞ്ഞത് പ്രകാരം എല്ലാവരും ആ ചരട് കയ്യിൽ കെട്ടി. കറുപ്പും ചുവപ്പും കലർന്ന 2 ചരടുകൾ യോജിപ്പിച്ച് ഒരു ഏലസിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ആദ്യ റൂമിലെത്തിയതും അമ്മ കെട്ടിത്തന്ന ഏലസ് കയ്യിൽ നിന്നും പൊട്ടിച്ചെടുത്തു. അതവൻ ജനാലിലൂടെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പ്രേതഭൂത പിശാചുകളിലോ ദൈവത്തിലോ അമ്പലങ്ങളിലോ അവന് വിശ്വാസമില്ലായിരുന്നു. വൈകി എഴുന്നേറ്റതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാതൽ കഴിച്ചിരുന്നു. മുത്തശ്ശിക്ക് പ്രാതൽ കൃത്യം 8 മണിക്ക് തന്നെ കഴിക്കണം. കയ്യിൽ ഒരു തോർത്തെടുത്ത് അവൻ കുളപ്പടവിലേക്ക് നടന്നു. നീന്തി കുളിച്ചുള്ള വിശാലമായ കുളി. വെള്ളത്തിലേക്ക് അവൻ വീണ്ടും മൂളിയിട്ടു. അപ്പോഴാണ് ആരോ വെള്ളത്തിൽ ചാടിയത്. വെള്ളത്തിൽ നിന്ന് തലയുയർത്തിക്കൊണ്ട് നോക്കിയപ്പോൾ ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന നിധിയും രുദ്രനും. ഇന്നലെ നീ എപ്പോ വന്നടാ? ലേറ്റായി, 12 മണി. ചിരിയോടെ അതും പറഞ്ഞ് രുദ്രൻ നീന്താൻ തുടങ്ങി. കൂടെ നിധിയും. ഞാൻ ഇന്നലെ ഒരു പെൺകുട്ടിയെ കണ്ടടാ. പെൺകുട്ടിയോ? നിധി പുരുകം വളച്ചവനെ നോക്കി. അവൻ പതിയെ ഇടനെഞ്ചൊന്നൊഴിഞ്ഞു ചിരിയോടെ കണ്ണടച്ചു. അവളെ കണ്ട സന്ദർഭം വിവരിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. വീണ്ടും അവളെ കണ്ടാലോന്ന് കരുതി ആദ്യം മനയുടെ പിറകിലൂടെ അവളെ കണ്ട കുളപ്പടവിലേക്ക് നടന്നു. എന്നാൽ അവിടെ ആരെയും കണ്ടില്ല. അവൻ്റെ മുഖത്ത് നിരാശ നിറഞ്ഞു. ഒരു കാട് പോലെയായിരുന്നു ആ പ്രദേശം. അവൻ സൂക്ഷിച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഒരു കൊലുസിൻ്റെ ശബ്ദം കേട്ടത്. അവൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ശൂന്യമായിരിക്കുന്നു. അവളുടെ സാന്നിധ്യം കാണാത്തതുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് കുളത്തിന് സമീപത്തുള്ള ഇലഞ്ഞിമരത്തിന് പിറകിലായി ഒരു നീല ഷാള് അവൻ കാണുന്നത്. മരത്തിൻ്റെ വേരിലായി ആ ഷാൾ കിടക്കുന്നുണ്ട്. അവൻ ധൃതിപ്പെട്ട് അതിൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ്റെ ചുണ്ടുകൾ വിടർന്നു. അവൻ അവളെ ഒന്ന് നോക്കി. മരത്തിൽ കണ്ണടച്ച് ചാരിക്കിടക്കുകയാണ്. കാൽ 2 നീട്ടി വെച്ചിട്ടുണ്ട്. കൈകൾ പിണച്ച് കെട്ടിയിട്ടുണ്ട്. ഒരു നീലയും ചുവപ്പും കലർന്ന ധാവണിയായിരുന്നു അവളുടെ വേഷം. യാതൊരു ചമയങ്ങളും ആ മുഖത്തില്ലെങ്കിലും അവളുടെ മുഖം ശോഭയോടെ തിളങ്ങുന്ന പോലെ തോന്നിയവന്. കാറ്റിൽ പാറിക്കിടക്കുന്ന അവളുടെ ധാവണിശാൽ സ്ഥാനം മാറിയായിരുന്നു നിന്നത്. അതുകൊണ്ട് അവളുടെ വെളുത്ത ആലിലവയറ് അവന് മുന്നിൽ യാതൊരു മറയും കൂടാതെ പ്രത്യക്ഷമായാണ് നിൽക്കുന്നത്. അവൻ്റെ ഉള്ളിലെ വികാരങ്ങൾ തിളച്ചു മറിയും പോലെ ദേഹമാകെ വിയർത്തു. അവൻ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ച് താഴേക്ക് നോക്കി. അപ്പോഴാണ് അവളുടെ കാലുകളിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന കൊലുസ് അവൻ കണ്ടത്. നേരത്തെ കേട്ട കൊലുസിൻ്റെ ശബ്ദം അവൻ്റെ ഓർമ്മയിൽ വന്നതും അവൻ അവളുടെ അടുത്തേക്ക് പതിയെ നടന്നെടുത്തു. ആ തോളിൽ പതിയെ കൈകൊണ്ട് തട്ടിയതും അവൾ പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു. പെട്ടെന്ന് കണ്ട അവളുടെ കണ്ണുകളിലെ ഭാവം അവൻ പിറകിലേക്ക് 2 അടി വേച്ചുപോയി. ആരാ? അവളുടെ സ്വരത്തിൽ അവൻ ലയിച്ചുപോയി. വീണ്ടും അവളുടെ ശബ്ദം അവൻ്റെ ചെവിയിലെത്തിയതും അവൻ ഞെട്ടി അവളെ നോക്കി. ഞാൻ ഇന്ദ്രാവതിയിലെ, മറുപടി പറഞ്ഞവൻ അവളെ നോക്കി. അവൾ അപ്പോഴും അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കുകയാണ്. നീ ആരാ? എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ആദ്യം അവളോട് ചോദിച്ചു. ഞാൻ ഇന്ദ്രാവതിയിലെ കാര്യസ്ഥൻ വേണുവിൻ്റെ ഏട്ടൻ്റെ മകളാണ്. എൻ്റെ വീട് കുറച്ചപ്പുറത്താ. അവൾ കുളപ്പടവിന് പിറകിലായി കാണുന്ന മുളങ്കാട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഞാനിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഈ സ്ഥലം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഓ അങ്ങനെ. ഇനിവ എൻ്റെ പേര് അതർവ്. ആദി എന്ന് വിളിക്കും. തൻ്റെ പേരെന്താ? അവൻ അവൾക്ക് കൈ കൊടുത്തു. പുഞ്ചിരിയോട് ചോദിച്ചു. അഗ്നിക. അവൾ അവൻ്റെ കയ്യിൽ കൈ ചേർത്തു. അഗ്നിക, നൈസ് നെയിം. ഞാൻ തന്നെ അഗ്നി എന്ന് വിളിക്കാം. ആദി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. എന്നാലേ ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. വല്ല ഇഴജന്തുക്കളും ഉണ്ടാവും ഇവിടെ. അതുകൊണ്ട് വേഗം പൊയ്ക്കോളൂ ഇവിടുന്ന്. അവൻ അത് പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി തിരിഞ്ഞു നടന്നു. അവൾ പോകുന്നതും നോക്കി ഒരു നിമിഷം അവൻ അവിടെ തന്നെ നിന്നു. പിന്നെ ചിരിയോടെ അവൻ തിരിഞ്ഞു നടന്നു. അവൻ്റെ സാന്നിധ്യം അകന്നതും അവളുടെ മുഖം വലിഞ്ഞു മുറുകി. കണ്ണുകൾ ചുവന്നു. ഇഴജന്തുക്കളേക്കാൾ പേടിക്കേണ്ടത് ചില മനുഷ്യരെയാണ്. അവൾ പതിയെ ഉരുവിട്ടു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ ജീവനില്ലാതാക്കിയ നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. നിന്നെയും നിന്റെ കുടുംബത്തെയും മൊത്തമായി ഞാൻ നശിപ്പിക്കും. ഇന്ദ്രാവതിയിലെ ഒരാളെയും ഞാനിനി ജീവിക്കാൻ സമ്മതിക്കില്ല. എൻ്റെ അഗ്നിയിൽ എല്ലാവരും വെന്ത് നീറണം. അവൾ പ്രതികാരത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ അഗ്നിയാളി. അന്തരീക്ഷമാകെ ഭയാനകമായി. അതിശക്തമായി മരങ്ങൾ ആടി ഉലഞ്ഞു. നായകൾ ഊരിയിട്ടു. ആമ്പൽക്കുളമാകെ തിളച്ചു മറിയും പോലെ. നിമിഷങ്ങൾ കൊണ്ട് അതിലെ ആമ്പലുകൾ വാടിക്കരിഞ്ഞുപോയി. അവളുടെ ഉള്ളിലെ പ്രതികാരത്താൽ പ്രകൃതി വന്യമായി. ആദി, നിന്റെ കയ്യിൽ കെട്ടിത്തന്ന ആ ഏലസെവിടെ? അമ്മയായിരുന്നു. അവനൊന്ന് പതറി. റൂമിലുണ്ട്. ഞാൻ കുളിക്കാൻ വേണ്ടി അഴിച്ചു വെച്ചതാണ്, പിന്നെ മറന്നു. പെട്ടെന്ന് തന്നെ വായിലെ ഭക്ഷണം ചവച്ചിറക്കി അവൻ അമ്മയ്ക്ക് മറുപടി കൊടുത്തു. ആദി, നിനക്കിതിലൊന്നും വിശ്വാസമില്ലായിരിക്കും. പക്ഷേ തിരുമേനി വന്നപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ. ഈ മനയിലൊരു ദുരാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് നിനക്ക് വിശ്വാസമില്ലെങ്കിലും ആ ഏലസ് നീ എപ്പോഴും കയ്യിൽ ധരിക്കണം. കേട്ടല്ലോ? ഇതെല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഭാർഗവി പറഞ്ഞതും എല്ലാവരും അനുസരണയോടെ തലയാട്ടി. ഉച്ചയൂണും കഴിഞ്ഞ് എല്ലാവരും മയക്കത്തിലായിരുന്നു. ഈ സമയം പിള്ളേരെല്ലാം ആദി പറഞ്ഞതനുസരിച്ച് പുറത്തേക്കൊന്ന് കറങ്ങാനിറങ്ങി. മനയുടെ പിറകിൽ കാണുന്ന പറമ്പിലൂടെ അവർ നടന്നു.
സത്യത്തിൽ ആ സ്വാമി പറഞ്ഞത് സത്യമായിരിക്കുമോ? ഇവിടെ ഇനി ശരിക്കും ആത്മാവ് വല്ലതുമുണ്ടോ? നീതു സംശയത്തോട് ചോദിച്ചു. ആ ഉണ്ടടി, നല്ല ഉഗ്രരൂപിണിയായ വടയക്ഷി. രുദ്രൻ പറഞ്ഞതും കൂടെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അപ്പോഴേക്കും അവർ നടന്ന് കാവിൻ്റെ അടുത്തെത്തിയിരുന്നു. ഒരു കുഞ്ഞു കാവ്, അതിന് വശത്തായി ഒരു ചെറിയ അമ്പലവും. പണ്ട് പൂജയും കർമ്മങ്ങളും ഒക്കെ നടന്നിരുന്ന അമ്പലമായിരുന്നു. എന്നാൽ ഇന്നവിടെ പൂജയും മന്ത്രവും ഒന്നുമില്ല. ഏട്ടൻ പറഞ്ഞ അമ്പൽക്കുളം ഇവിടെയല്ലേ, ഇവിടേക്ക് മുത്തശ്ശി അങ്ങനെ വിടാറില്ല. അതും പറഞ്ഞ് നീതു മുന്നിലേക്ക് നടന്നു. മുന്നിലായുള്ള കാഴ്ച കണ്ട അവരുടെ എല്ലാം കണ്ണുകൾ വിടർന്നു. തെളിഞ്ഞ പച്ചവെള്ളം, മധ്യ വിരിഞ്ഞു നിൽക്കുന്ന വെള്ളയാമ്പൽ. നീതുവും അപ്പവും ചിരിയോടെ പടവുകൾ ഇറങ്ങി. നീ സൂക്ഷിച്ച്, മഴ പെയ്തുകൊണ്ട് പടിക്കെട്ടിൽ വഴുതി പോകും. നിധിയായിരുന്നു. ആദിയും നിധിയും രുദ്രനും പടിക്കെട്ടിലേക്കിരുന്നു. നീ ഇവിടെ വെച്ചല്ലേ ഒരു പെൺകുട്ടിയെ കണ്ടത്? അടക്കി പിടിച്ച ശബ്ദത്തിൽ രുദ്രൻ ആദിയോട് ചോദിച്ചു. അവൻ അതേയെന്ന് തലയാട്ടി. പിന്നെ ചുറ്റുമൊന്ന് നോക്കി. അവൻ്റെ ഉള്ളം എന്തിനോ വേണ്ടി തുടിച്ചു. അപ്പോൾ കുളത്തിലേക്ക് കാലെടുത്തു വെച്ചതും വെള്ളത്തിൽ പെട്ടെന്നൊരു ചുഴി രൂപപ്പെട്ടു. ആദ്യം അവളൊന്ന് പേടിച്ചെങ്കിലും അവൾ പതുക്കെ കാൽ വെള്ളത്തിലഴുത്തി. വെള്ളത്തിൻ്റെ തണുപ്പ് അവളുടെ കാലിൽ അരിച്ചു കയറി. കൈക്കുമ്പിളിൽ അല്പം വെള്ളം കോരിയെടുത്ത് അവൾ മുഖത്തേക്കൊഴിച്ചു. പെട്ടെന്ന് അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് നീതു ആർത്ത് നിലവിളിച്ചു. അവൾ പടിക്കെട്ടിൽ വീണ് കിടക്കുന്നത് കണ്ട് അവരെല്ലാം അവളുടെ അടുത്തേക്ക് ഓടി. നീതു, എന്താ ഇത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീതു വഴുതി പോകും, ശ്രദ്ധിക്കണമെന്ന്. നിധി അരിശത്തോടെ അതും പറഞ്ഞ് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എന്തേലും പറ്റിയോ നീതു? ആദ്യം അത് ചോദിച്ച് അവളുടെ മുടിയിൽ തഴുകി. അവൾ ഒന്നുമില്ലെന്ന പോലെ തല ഇരുവശത്തേക്ക് മാറ്റി. അവളുടെ മുഖം ആകെ വിളറിയിരുന്നു. പരിഭ്രമത്തോടെ അവൾ ഒരു ഭാഗത്തേക്ക് മാത്രം മിഴികൾ ഊന്നിയിരുന്നു. എന്താ നീതു, നീ എന്താ അവിടേക്ക് തന്നെ നോക്കുന്നേ? രുദ്രൻ അതും ചോദിച്ച് അവൾ നോക്കിയിടത്തേക്ക് നോക്കിയതും അവിടുത്തെ കാഴ്ച കണ്ട് അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. അവൻ്റെ ഞെട്ടിത്തെറിച്ചുള്ള നിൽപ്പ് കണ്ട് ബാക്കിയുള്ളവരുടെയും ശ്രദ്ധ അവിടേക്കായി. ഒരു ദീർഘ ചതുരാകൃതിയിലുള്ള കരിങ്കല്ല് കുളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു പടിക്കെട്ടിൻ്റെ മൂലയിലായി അത് വിറയലോടെ നിൽക്കുന്നു. അത് നിരങ്ങി നീങ്ങി പടിക്കെട്ടിൽ ഉരഞ്ഞു തന്നെ നീങ്ങുകയാണ്. ആ കാഴ്ച കാണുകയെ അവരെല്ലാം പേടിച്ചു ഉമിനീരിറക്കി. ഞാൻ കുളത്തിലേക്ക് ഇറങ്ങാനാഞ്ഞതും പെട്ടെന്ന് കാൽ വഴുതി. എനിക്ക് ബാലൻസ് കിട്ടാതെ വന്നപ്പോൾ ഞാൻ ആ കല്ലിലായിരുന്നു പിടിച്ചത്. അപ്പോൾ അത് നീങ്ങി. നീതു വിറയലോടെ പറഞ്ഞു. ആദ്യ പതുക്കെ ആ കല്ലിൻ്റെ അരികിൽ പോയി അത് കയ്യിലെടുത്തതും അത് പല കഷ്ണങ്ങളായി നിലത്തേക്ക് ചിതറി വീണു. ആർത്തുകൊണ്ട് അവരെല്ലാം മുകളിലെ പടിയിലേക്ക് കയറി. കുളത്തിൽ പെട്ടെന്ന് വലിയൊരു ചുഴി രൂപപ്പെട്ടു. നിമിഷങ്ങൾ കഴിയുന്തോറും ആ ചുഴിയുടെ ശക്തിയും വേഗതയും വർദ്ധിച്ചു. ആദി വാ, നമുക്ക് പോവാം. നിധി അവനെ വിളിച്ചതും അവൻ അവരുടെ അടുത്തേക്ക് പോയി. കണ്ട കാഴ്ചയുടെ പകപ്പ് അവനിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല. സ്വാമി പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു ഏട്ടാ, ഇവിടെ പ്രേതമുണ്ട്. ഭയത്തോടെ പറഞ്ഞ അപ്പോൾ മിഴികൾ 4 ഭാഗത്തേക്കുമായി പായിച്ചു. ഇനി ഇതിനെക്കുറിച്ച് ആരോടൊന്നും പറയണ്ട, കേട്ടല്ലോ? രുദ്രൻ പറഞ്ഞതും നീതുവും അപ്പവും അനുസരണയോടെ തലയാട്ടി. റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഫോൺ കോൾ ചെയ്യുകയായിരുന്നു ആദി. അസ്തമയ സൂര്യൻ്റെ ചുവപ്പ് അവൻ്റെ മുഖത്ത് തട്ടി അത് തിളങ്ങുന്നുണ്ട്. ബ്ലൂ ജീൻസ് ഷോർട്ട്സും റെഡ് ടീഷർട്ടുമാണ് അവൻ്റെ വേഷം. ചെറുതായി വളർന്നു നിൽക്കുന്ന അവൻ്റെ മുടിയിഴകൾ അയച്ചു വെച്ചിട്ടുണ്ട്. ഫോണിൽ സംസാരിക്കുമ്പോഴാണ് അവൻ ഞാവൽ മരത്തിനരികിലായി ഒരു സാരിയിട്ട പെണ്ണിനെ കാണുന്നത്. അവൾ ആ മരത്തിനരികിലൂടെ പതിയെ കുളപ്പടവിലേക്ക് നടന്നു. അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം വിടർന്നു. ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ മനയുടെ പിറകുവശമാണ് കാണുക. കുളപ്പടവിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഒരു ഭാഗം മാത്രമേ അവിടെ നിന്നും കാണൂ. കാരണം അതിനു മുൻവശമെല്ലാം പടുകൂറ്റം മരങ്ങളാണ്. ഐ വിൽ കോൾ യു ലെറ്റർ. ആദ്യ ഫോൺ ഷോർട്സിൻ്റെ പോക്കറ്റിലേക്കിട്ട് ധൃതിപ്പെട്ട് താഴേക്കിറങ്ങി. അവിടെ അകത്തളത്തിലിരുന്ന് സംസാരിക്കുകയാണ് എല്ലാവരും. അവൻ പതിയെ അവരുടെ കണ്ണ് വെട്ടിച്ച് ഇടതുവശത്തെ ഇടനാഴിയിലൂടെ അടുക്കളയിലേക്ക് കടന്നു. അവിടെ വേലക്കാരികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ വേഗം പുറത്തേക്ക് നടന്നു. അവിടെ കുളപ്പടവിൽ തിരിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി. കറുപ്പാർന്ന അവളുടെ നീളൻ മുടിയും അറ്റം പടിക്കെട്ടിൽ അഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവൾ ധരിച്ചിരുന്ന ചുവന്ന സാരിയുടെ മുന്താണി കാറ്റിൽ പാറിപ്പറക്കുന്നു. അവൻ പതിയെ അവളുടെ തോളിൽ തൊട്ടു. അശാന്തമായ അവളുടെ മുഖം പെട്ടെന്ന് ശാന്തമായി. രക്തവർണ്ണമാർന്ന കണ്ണുകൾ തെളിഞ്ഞു വന്നു. തിരിഞ്ഞു നോക്കിയ ആ പെണ്ണിൻ്റെ മുഖം കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി, ചുണ്ടുകൾ വിടർന്നു. ഹായ് അഗ്നി. അവൻ അവളുടെ അടുത്തായിരുന്നു. അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ ചിരിക്ക് അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ചലനമുണ്ടാക്കും പോലെ. നീ എന്താ പെണ്ണ് ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? എനിക്കിവിടെ വന്നിരിക്കുന്ന ഒത്തിരി ഇഷ്ടമാണ്. ചിരിയോടെ പറയുമ്പോൾ അവളുടെ ഉള്ളിൽ പകയുടെ കനലുകൾ എരിയുകയാണ്. എൻ്റെ ജീവനില്ലാതായി ഇവിടമല്ലാതെ വേറെ എവിടെയാണ് എനിക്കിഷ്ടമാവുക? അവളുടെ ഉള്ളം മന്ത്രിച്ചു. ആദ്യം അവളെ തന്നെ നോക്കുകയാണ്. എന്തോ ഒരു പ്രത്യേകത അവളിലുണ്ട്. ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. വെളുത്ത മൂക്കിൽ പതിപ്പിച്ച ഗോൾഡൻ റിങ് അവളെ കൂടുതൽ മനോഹരിയാക്കും പോലെ. കാറ്റിൽ പാറിപ്പറക്കുന്ന അവളുടെ സാരിയുടെ മുന്താണി അവൻ കൈകൊണ്ട് ഒതുക്കിപ്പിടിച്ചു. അവളൊന്ന് ഞെട്ടി മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. അതല്ല, ഈ സാരി പാറിയിട്ട് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് പോലെ. അത് പറഞ്ഞുകൊണ്ടവൻ കയ്യിലെ സാരി അവളുടെ മടിയിലായി ഇട്ട് കൊടുത്തു. പെട്ടെന്ന് അവൻ്റെ ദൃഷ്ടി കുളപ്പടവിലേക്കായി. ഉച്ചയ്ക്ക് കണ്ട ആ കരിങ്കല്ല് അതുപോലെ പടിക്കെട്ടിലുണ്ട്. അപ്പോൾ അത് പൊട്ടിയതോ? അവൻ്റെ ശബ്ദമുയർന്നു.
അഗ്നി അവനെ കൂർപ്പിച്ചു നോക്കി. കണ്ണുകളിലെ വന്യത മറച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. എന്താ ആദി? ഒന്നുമില്ല. ഇടയ്ക്ക് മൗനമായി നിന്നും ഇടയ്ക്ക് ആദി അവളോട് ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ഭാവഭേദങ്ങളും ഇല്ലാതെ അവൾ അവന് മറുപടി നൽകും. മൂളലുകളും 2 വാക്കുകളുമായി. ഇടയ്ക്കെപ്പോഴും ആദി പറഞ്ഞ തമാശ കേട്ട് അവൾ സ്വയം മറന്ന് പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരി കണ്ട ആദിക്ക് അത്ഭുതമായിരുന്നു തോന്നിയത്. അവൻ അവളുടെ ചിരി കണ്ട് അവളെ തന്നെ നോക്കി നിന്നു. വിടർന്നു നിൽക്കുന്ന ചുവന്ന അതരങ്ങൾ, നിരയൊത്ത പല്ലുകൾ. വല്ലാതെ ചിരിച്ചതുകൊണ്ടാവണം അവളുടെ മുഖമാകെ ചുവന്ന് തുടുത്തിരിക്കുന്നു. അപ്പോൾ തനിക്ക് ചിരിക്കാനൊക്കെ അറിയാമല്ലേ? അവൻ കളിയോടെ ചോദിച്ചു. അത് കേട്ട് അവളുടെ ഉള്ളമൊന്ന് നീറിയെങ്കിലും ഓർമ്മകൾ അവളിൽ പക നിറച്ചു. അവളുടെ മുഖത്ത് വന്യത നിറഞ്ഞു. ആദ്യം അവളുടെ തോളിൽ കൈവച്ചതും പെട്ടെന്ന് തന്നെ അവൾ ശാന്തമായി അവനെ തിരിഞ്ഞു നോക്കി. താൻ ചിരിക്കുന്നത് കാണാൻ നല്ല ചേല. അവൻ കണ്ണിറുക്കി പറഞ്ഞതും അവൾ ഒരു നിമിഷം അവനെ തന്നെ നോക്കി. അവളുടെ ഉള്ളം തേങ്ങിയെങ്കിലും അവന് മുന്നിൽ അവൾ നനുത്ത ഒരു പുഞ്ചിരി സമ്മാനിച്ചു. അത് കണ്ടതും അവനിൽ മറ്റെന്തോ വികാരങ്ങൾ വന്ന് നിറയും പോലെ. എന്തോ ഒരു ഉൾപ്രേരണയാൽ അവൻ അവളുടെ ചിരി തൻ്റെ ചുണ്ടിനാൽ സ്വന്തമാക്കി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് സ്വബോധം വീണ്ടും കിട്ടിയത്. അഗ്നി അവനെ ആഞ്ഞു തള്ളി. പിറകിലോട്ട് വീഴാനാഞ്ഞവൻ ബാലൻസ് ചെയ്തു നിന്നു. അവനും അപ്പോഴായിരുന്നു ആ മാന്ത്രിക ലോകത്ത് നിന്നും മുക്തനായത്. അവളുടെ ചുണ്ടിൽ ഇപ്പോഴും എന്തോ ഭാരം വന്ന് നിൽക്കുന്നത് പോലെ. അവൾ അവനെ നോക്കാതെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞോടി. അവളുടെ ഓട്ടം കണ്ട് അവൻ തള്ളവിരൽ കൊണ്ട് ചുണ്ടൊന്നൊഴിഞ്ഞു. അവനിൽ ചെറിയ കള്ളച്ചിരി വിരിഞ്ഞു. എന്നാലും ഏതു നേരത്താണാവോ എനിക്ക് അവളെ കയറി ഉമ്മ വയ്ക്കാൻ തോന്നിയത്? അവൾ എന്ത് വിചാരിച്ചു കാണും? പിറുപിറുത്തുകൊണ്ട് വലങ്കൈ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് നെറ്റിയിലിടിച്ചു. രാത്രിയുടെ കൂരിരുട്ടും മനോഹാരിതയും മാത്രം തങ്ങി നിൽക്കുന്ന ശാന്തമായ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് ഉച്ചത്തിൽ വയലിൻ വായിക്കുന്ന ശബ്ദം ഉയർന്നു കേട്ടു. മനയുടെ ഓരോ മൂലയിലും ആ ഈണം പ്രതിധ്വനിച്ചു. ഉറക്കത്തിൽ നിന്നും ഓരോരുത്തരായി ഉണർന്നു. പുറത്തേക്ക് വന്നു. എല്ലാവരും സംശയത്തോടെ പരസ്പരം നോക്കി. ഇതെവിടെന്നാ അച്ഛാ ഈ ശബ്ദം? അറിയില്ല. ഈ പാതിരാത്രിക്ക് ഇപ്പോൾ ആരാ വയലിൻ വായിക്കുന്നത്? രുദ്രൻ ചോദിച്ചതിന് മറുപടിയായി പറഞ്ഞു. ദേവൻ മനയുടെ ഓരോ ഭാഗത്തേക്കുമായി നടന്നു നോക്കി. ബാക്കിയുള്ളവരും ഇതിൻ്റെ ഉറവിടം അന്വേഷിച്ച് നടന്നു. എന്നാൽ ഒരാൾ മാത്രം തറഞ്ഞു നിൽക്കുകയാണ്. വയലിൻ, അഗ്നിക. അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു. ശരീരമാകെ ഭയത്താൽ വരിഞ്ഞു മുറുകിയിരുന്നു. ഉമിനീരിറക്കാൻ പോലും ഭയപ്പെട്ട അയാൾ അവിടെ നിന്നു. കണ്ണുകൾ കൊണ്ട് അയാൾ 4 പാടും തിരഞ്ഞു. പെട്ടെന്നായിരുന്നു വയലിൻ്റെ ശബ്ദം നിലച്ചത്. ഒരു നിമിഷം കഴിഞ്ഞതും അത് മുന്നേ വായിച്ചതിനേക്കാൾ ഉച്ചത്തിൽ കേട്ടു തുടങ്ങി. അതിൻ്റെ ഓരോ താളവും മനയിലാകെ അലയടിച്ചു. വന്യമായ ഭാവത്തിൽ അത് ഈണമിട്ടു. അതിനോടൊപ്പം അന്തരീക്ഷവും വന്യത കൈവരിച്ചു. മരങ്ങൾ ശക്തമായി ആടിയുലഞ്ഞു. ചില്ലകൾ ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേൾക്കാം. കൂടെ ഉച്ചത്തിൽ കുരയ്ക്കുന്ന നായ്ക്കളും. പെട്ടെന്ന് ലൈറ്റ് അണഞ്ഞതും നീതുവും അപ്പവും കരഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന നിതിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അവൻ അവരെ ചുറ്റിപ്പിടിച്ചു. എല്ലാവരും ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഹാളിലായി വന്നു നിന്നു. രുദ്രൻ അപ്പോഴേക്കും ഇൻവെർട്ടർ ഓൺ ചെയ്തു. അവിടെയാകെ പ്രകാശം വരുന്നതും എവിടെ നിന്നോ ഒരു നിലവിളി ഉയർന്നു കേട്ടു. ശബ്ദം കേട്ട് പുറത്തേക്ക് പോകാൻ നിന്നവരെ ഭാർഗവി തടഞ്ഞു. വേണ്ട, ഇതെല്ലാം ആ ദുരാത്മാവിൻ്റെ കളികളാണ്. ആരും പുറത്തേക്ക് പോകണ്ട. കയ്യിൽ ഏലസ് അഴിച്ചു വയ്ക്കാതെ എല്ലാവരും പോയി കിടന്നുകൊള്ളുക. മറ്റന്നാൾ തിരുമേനി വരും. ഇതിനൊരു പരിഹാരം ഉടനെ കാണണം. അതും പറഞ്ഞ് മുത്തശ്ശി തിരിഞ്ഞു നടന്നു. ഉള്ളിലെ ഭയം പുറത്ത് കാണിക്കാതെ മറ്റുള്ളവരും അകത്തേക്ക് കയറി. നീതുവും അപ്പവും ഒരു റൂമിലുറങ്ങി. കുളപ്പടവിലെയും ഇപ്പോഴത്തെയും സന്ദർഭം അവരെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. നിധിക്കും രുദ്രനും പേടിയുണ്ടെങ്കിലും അവർ ഒറ്റയ്ക്ക് തന്നെ കിടന്നു. ആദ്യം ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ലെന്ന പോലെ മറ്റേതോ ലോകത്തായിരുന്നു. അവൻ്റെ ആദ്യ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ നിന്നും അവൻ അപ്പോഴും മുക്തമായിരുന്നില്ല. അയ്യോ അമ്മേ! രാവിലെ തന്നെ ഒരു നിലവിളി കേട്ടാണ് ഇന്ദ്രാവതി മന ഉണർന്നത്. മനയുടെ പിറകുവശത്തെ ചായ്പിനടുത്തായി വളർന്നു നിൽക്കുന്ന മൂവാണ്ടന്മാവിൻ്റെ ചില്ലയിലായി തൂങ്ങിയാടുന്ന ഒരു സ്ത്രീ ശരീരം. കറുത്ത അടിപ്പാവാടയും ബ്ലൗസുമായിരുന്നു അവരുടെ വേഷം. നിറം മങ്ങിയ വയലറ്റ് കളർ സാരി ആ മാവിൻ്റെ കീഴിലായി അലസമായി വീണ് കിടപ്പുണ്ട്. തുറച്ചു നിൽക്കുന്ന കണ്ണുകളും പുറത്തേക്ക് തള്ളിയ നാവും അവരുടെ രൂപം കണ്ട് ചുറ്റും നിൽക്കുന്നവരുടെ മനസ്സിൽ നേരിയ ഭയമുണർത്തി. ചായ്പിനടുത്തും മറ്റുമായി ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. നാട്ടുകാരും മനയിലെ അംഗങ്ങളും. ചിലർ വലിയ വായിൽ നിലവിളിക്കുന്നുണ്ട്. മറ്റു ചിലർ ഓരോന്നുമായി അടക്കം പറയാൻ തുടങ്ങി. ഇവരുടെ പേര്? കാക്കി യൂണിഫോം ധരിച്ചൊരു പോലീസുകാരൻ കയ്യിലെ നോട്ട് പാഡ് ജീപ്പിൻ്റെ ബോണറ്റിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു. ഭാനുമതി. വേണു ആയിരുന്നു മറുപടി നൽകിയത്. തൊട്ടടുത്തായി മറ്റൊരാളുമുണ്ട്. ഇരുവരും താഴ്മയോടെ അവർക്ക് മുന്നിൽ നിന്നു. അവരിവിടെയാണോ ജോലി ചെയ്യുന്നത്? അവരുടെ താമസമൊക്കെ എവിടെയാ? അവർ 10-12 കൊല്ലമായി ഈ മനയിലാണ് സാറേ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. താമസം ചില ദിവസങ്ങളിലൊക്കെ ഈ മനയിലെ ചായ്പിലായിരിക്കും. അവളുടെ ഭർത്താവ് രാഘവൻ ആളൊരു കള്ളുകുടിയനാ സാറേ. ദിവസവും അടിയും വഴക്കുമൊക്കെ കേൾക്കുന്നത് കാണാം. നിങ്ങളാരാ? വേണുവിൻ്റെ അടുത്തായി നിൽക്കുന്നയാളെ നോക്കിക്കൊണ്ട് പോലീസ് ചോദിച്ചു. എൻ്റെ പേര് സുഗുണൻ. ഞാൻ ഈ മനയിലെ തോട്ടക്കാരനാണ് സാറേ. എൻ്റെ വീടിനടുത്തായി ഈ ഭാനുമതിയുടെ വീട്. ഈ രാഘവൻ എന്തു ചെയ്യുന്നു? പോലീസിൻ്റെ ചോദ്യത്തിന് വേണുവും സുഗുണനും കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു.
രാഘവന്റെയും ഭാനുമതിയുടെയും വഴക്ക് അവിടെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിൽ മനം നൊന്താണ് അവർ ഈ കടുങ്കൈ ചെയ്തതെന്ന് ആളുകൾ ഉറപ്പിച്ചു. അപ്പോഴേക്കും ബോഡി താഴെ ഇറക്കിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിനായി അത് ആംബുലൻസിൽ കയറ്റി. ആംബുലൻസും പോലീസ് ജീപ്പും മനയുടെ പടിവാതിൽ കിടന്നതും അവിടെ കൂട്ടം കൂടിയിരുന്ന ആളുകളും പിരിഞ്ഞുപോയി. മുറിക്കുള്ളിലെ ജഗ്ഗിൽ നിന്നും അയാൾ ആർത്തിയോടെ വെള്ളം കുടിച്ചു. വെപ്രാളത്താൽ തുളുമ്പിയ വെള്ളം അയാളുടെ കഴുത്തിനെയും നെഞ്ചിനെയും നനച്ചു. അവളായിരിക്കുമോ ഇത് ചെയ്തേ? പരവേശത്തോടെ കട്ടിലിലേക്ക് ഇരുന്നു. മുഖത്തു പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ കൈകൊണ്ട് തുടച്ചു മാറ്റി. കൺമുന്നിൽ ഭാനുമതിയുടെ തൂങ്ങിയാടുന്ന ശരീരമാണ് കാണുന്നത്. അയാൾ കണ്ണുകൾ ഇറുക്കിപ്പൂട്ടി. തലേ ദിവസത്തെ ഓർമ്മകൾ അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഒരു കിതപ്പോടെ അവളിൽ നിന്നും അകന്നു മാറി. മീശയിലൊന്ന് തഴുകിക്കൊണ്ട് അയാൾ തനിക്ക് മുന്നിൽ കിടക്കുന്നവളെ ഒന്ന് നോക്കി. ആ നഗ്നമേനി കാണുന്തോറും അയാളിലെ വികാരങ്ങൾ വീണ്ടും ഉണർന്നു. ഭാനു! വശ്യതയോടെ വിളിച്ചുകൊണ്ട് അയാൾ അവളിലേക്ക് വീണ്ടും അടുത്തു. നേരം വെളുക്കാനായി സാറേ, ആരെങ്കിലും ഉണരും മുന്നേ. അവളുടെ കഴുത്തിടുക്കിൽ നിന്നും മുഖമുയർത്തി അയാൾ അഴിഞ്ഞുകിടന്ന വസ്ത്രം എടുത്തിട്ടു. നാണത്തോടെ വിവശനായി കിടക്കുന്നവളെ നോക്കി വശ്യമായി ചിരിച്ചുകൊണ്ട് അയാൾ ചായ്പിൽ നിന്നും പുറത്തേക്ക് കടന്നു. കട്ടിലിൽ കിടക്കുന്ന തൻ്റെ ഭാര്യയെ ഉണർത്താതെ അയാൾ ബെഡിൽ വന്ന് കിടന്നു. പിറ്റേന്ന് കേട്ട നിലവിളി. ഓടിച്ചെന്ന് നോക്കിയതും മാവിൻ കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന ഭാനുമതിയുടെ മൃതദേഹമാണ് കണ്ടത്. ഓർമ്മകളിൽ വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന മറ്റൊരു പെണ്ണിന്റെ മുഖം മിന്നിമാഞ്ഞു. മനയിൽ ഒരു ദുരാത്മാവിന്റെ സാന്നിധ്യം കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ ബാക്കിയാക്കി ഈ ലോകത്തിൽ നിന്നും വിട്ടുപിരിഞ്ഞ, അല്ല, ഈ ലോകത്തിൽ നിന്നും നിർബന്ധിച്ച് പറഞ്ഞയച്ച ഒരു പെണ്ണിന്റെ ആത്മാവ്. സ്വാമിയുടെ വാക്കുകൾ അയാളുടെ ചെവിയിൽ മുഴങ്ങി കേട്ടു. അഗ്നിക! ഭയത്തോടെ ആ ചുണ്ടുകൾ ഉരുവിട്ടു. വാനോളം ഉയർന്നു നിൽക്കുന്ന മഞ്ചാടി മരം, തോട് അടർന്നു വീണ് കിടക്കുന്ന ചുവന്ന മഞ്ചാടിക്കുരുക്കൾ മരത്തിന് കീഴിലായി വീണ് കിടക്കുന്നുണ്ട്. ദൃഷ്ടി ആ മരത്തിലെ മറ്റൊരു ചില്ലയിലേക്കായി മാറിയതും കണ്ടു. മരത്തിന്റെ ഏറ്റവും താഴെ ചില്ലയിൽ തൂങ്ങിയാടുന്ന ഒരു ശരീരം. നീല പാവാടയും ചുവന്ന ബ്ലൗസും മാത്രമാണ് അവളുടെ വേഷം. മരത്തിന് താഴെയായി ഒരു കറുപ്പ് കളറിലെ ധാവണി വീണ് കിടക്കുന്നുണ്ട്. അവളുടെ മുടിയെല്ലാം അഴിഞ്ഞുലഞ്ഞിരുന്നു. കണ്ണുകൾ തുറിച്ചു നിൽക്കുന്നുണ്ട്. അതിൽ കനലെരിയും പോലെ കണ്ണുകളിൽ വലിയൊരു തീഗോളം രൂപപ്പെട്ടു. അഗ്നി! അവൻ ഞെട്ടലോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. പതിയെ നെറ്റിയിൽ വിരൽ വെച്ചൊഴിഞ്ഞ് ചുറ്റും നോക്കി. സന്ധ്യയായിട്ടുണ്ട്. ഉച്ചയൂണ് കഴിഞ്ഞ് മയങ്ങിയതാണ്. ബെഡിൽ കിടന്ന ടീഷർട്ട് എടുത്തിട്ട് മെല്ലെ ബാൽക്കണിയിലേക്ക് നടന്നു. മനസ്സിൽ വീണ്ടും ആ സ്വപ്നം കടന്നു വന്നു. അഗ്നി! അവൻ മനസ്സിൽ മന്ത്രിച്ചു. മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന അവളുടെ ശരീരം. അവൻ്റെ ഉള്ളം വിറച്ചു. എന്തോ ഓർത്ത പോലെ അവൻ താഴേക്ക് ഓടി. ഓടിച്ചെന്നെത്തിയതും കണ്ടു മഞ്ചാടി മരത്തിന് കീഴിലായി ഇരിക്കുന്നവളെ. കിതപ്പടക്കി അവൻ അവളുടെ അടുത്തേക്കായിരുന്നു. എന്തു പറ്റി? ശാന്തമായിരുന്നു അവളുടെ സ്വരം. മറുപടിയായി അവനവളെ ആഞ്ഞുമുണർന്നു. അതവളുടെ കോപം ഇരട്ടിയാക്കി. കണ്ണുകൾ ചുവന്നു. ഐ ലവ് യു. കാതോരം പതിഞ്ഞ നിശ്വാസം, ഇടകലർന്ന വാക്ക്. അവളുടെ ആത്മാവിൽ ലയിച്ച പോലെ ചുവന്ന കണ്ണുകൾ തെളിഞ്ഞു. വല്ലാത്ത നൊമ്പരം അവളിൽ പിടിമുറുക്കി. ഓർമ്മകൾ അവളെ കുത്തിനോവിച്ചു. ചെവിത്തുമ്പിൽ ഏറ്റ നനവ്. അവനിൽ നിന്നും വിട്ടുമാറി അവൾ. അറിയില്ല, ഇത്ര പെട്ടെന്ന് ഞാൻ നിന്നിൽ ഇത്രത്തോളം അഡിക്റ്റായി എന്ന് എനിക്കറിയില്ല. പ്രണയം തോന്നാൻ നിമിഷങ്ങൾ മതിയെന്ന് പറയുന്നത് ശരിയാണ് അല്ലേ അഗ്നി? ഞാൻ നിന്നെ ഒന്ന് ചുംബിച്ചോട്ടെ പെണ്ണേ. ആർദ്രമായ സ്വരം. അവളിൽ മറ്റെന്തോ വികാരങ്ങൾ വന്നു നിറഞ്ഞതുപോലെ. മൗനമായി നിൽക്കുന്നവളെ നോക്കി അവളുടെ മുഖം കൈക്കുമ്പിളിലേക്ക് എടുത്തു. അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. വിടർന്നു നിൽക്കുന്ന പീലിക്കണ്ണിലേക്ക് ഉറ്റുനോക്കി അവൻ ആ നീണ്ട നാസികത്തുമ്പിലായി പല്ലമർത്തി. അവളുടെ കണ്ണുകൾ വിടർന്നു. പതിയെ ആ ചുണ്ടിലും അവൻ ചുണ്ടു ചേർത്തു. ഇതുവരെ കിട്ടാത്ത ഒരു അനുഭൂതി ഇരുവരിലും നിറഞ്ഞു. ദീർഘനേരം അവൻ ആ ചുണ്ടിനെ പുണർന്നു. ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അവൻ പൊക്കിയെടുത്ത് മടിയിലിരുത്തി. കഴുത്തിൽ വിയർപ്പിൽ ഒട്ടിക്കിടക്കുന്ന മുടി നാരിയകൾ, നൂൽ പോലെ ചുറ്റിപ്പിണഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ ചെയിൻ. അവൻ ശ്വാസം വലിച്ചുവിട്ട് അവളുടെ കഴുത്തിലായി മുഖം പൊഴുത്തി. അവളുടെ കൈകൾ അവന്റെ പിൻകഴുത്തിലായി ചേർത്ത് വെച്ചു. അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവനോട് ചേർന്നിരുന്നു. ഹാളിലെ തീന്മേശക്കരികിലായി ഇരിക്കുകയാണ് ഭാർഗവി. മുഖത്താകെ ഗൗരവം നിറഞ്ഞിരിക്കുന്നു. എന്താ അമ്മ എല്ലാവരെയും വിളിപ്പിച്ച്? ഭാർഗവിക്ക് അരികിലായി ഇരുന്നു കൊണ്ട് നകുലൻ ചോദിച്ചു. മനയിലെ മറ്റെല്ലാ അംഗങ്ങളും അവിടെയുണ്ട്. പറയാം. ആദ്യം എവിടെ നിധി? അവൻ കുളിക്കാൻ പോയതാണെന്ന് തോന്നുന്നു അച്ചമ്മേ. മുറിയിൽ നോക്കിയപ്പോൾ കണ്ടില്ല. നാളെ കഴിഞ്ഞാൽ മേപ്പാടം വരും. സ്വാമി വിളിച്ചിരുന്നു. ഓരോരോ അനർത്ഥങ്ങൾ. ചിലപ്പോൾ ഇതൊക്കെ ആ ആത്മാവിന്റെ കളിയായിരിക്കും. എന്തോ അരുതാത്തത് നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. ബുദ്ധിമുട്ടുള്ള അവരുടെ സ്വരം ചുറ്റുമുള്ളവരിൽ ചെറിയ ഭയമുണ്ടാക്കി. പൂജ കഴിയുന്നതുവരെ എല്ലാവരും ശ്രദ്ധിക്കുക. ഒറ്റക്കാരും പുറത്തു പോകണ്ട. നിധി ആദ്യം പോയി വിളിച്ചു വരൂ. ഇനി കുളപ്പടവിലേക്കുള്ള പോക്കങ്ങ് നിർത്തിക്കൂ എല്ലാവരും. കേട്ടല്ലോ? പ്രത്യേകിച്ച് മനക്ക് പിന്നിലെ. അവർ പറഞ്ഞു നിർത്തിയതും എല്ലാവരും സമ്മതത്തോടെ തലയാട്ടി. വീണ്ടും ഭാർഗവി പറഞ്ഞതും നിധി ആദിയെ തിരഞ്ഞ് കുളപ്പടവിലേക്ക് പോയി. കുളപ്പടവിൽ ചാഞ്ഞു കിടക്കുകയാണ് ആദി. അവന്റെ നെഞ്ചിൽ തല വെച്ച് അവനരികിലായി അവളും. ധാവണിക്കിടയിലൂടെ കാണുന്ന അവളുടെ വയറിലൂടെ അവന്റെ വിരലുകൾ ചലിപ്പിച്ചു. കയ്യിലെന്തോ തടഞ്ഞതും അവൻ മുഖം താഴ്ത്തി അവളെ നോക്കി.
തൻ്റെ നെഞ്ചിൽ കണ്ണടച്ച് കിടക്കുന്നവളെ കാണെ അവൻ്റെ ചുണ്ടുകൾ വിടർന്നു. കള്ളച്ചിരിയോടെ വിരൽ കൊണ്ടവൻ അത് വലിച്ചു പിടിച്ചു. വയറിൽ മുറുകിയതുപോലെ തോന്നിയതും അവൾ ഞെട്ടി കണ്ണു തുറന്നു. തൻ്റെ അരഞ്ഞാണത്തിൽ പിടിമുറുക്കിച്ചിരിക്കുന്ന ആദിയെ കാണെ അവളുടെ കണ്ണുകൾ തിളങ്ങി. വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ തന്നെ മയക്കിയെടുത്തൊരു ചിരി അവളിലും ഓർമ്മയായി വന്നു. 4 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു സായാഹ്നം. അഗ്നി, നീ ഇതെങ്ങോട്ടാ? നേരം ഒരുപാടായി പെണ്ണേ. പിന്നിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന അമ്മയുടെ ശബ്ദത്തെ കേൾക്കാതെ അവൾ പടികൾ ഓടിയിറങ്ങി. മുളങ്കാടുകൾ കടന്നുകൊണ്ട് കിതപ്പോടെ അവൾ ആ മഞ്ചാടി മരത്തിന് പിന്നിലായി വന്നു നിന്നു. ധാവണിത്തുമ്പുകൊണ്ട് മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് ഒപ്പി അവൾ മുന്നോട്ട് നടന്നു. മരത്തിന് കീഴിൽ വീണ് കിടക്കുന്ന മഞ്ചാടിക്കുരുകൾ ആവേശത്തോടെ ഓരോന്നായി അവൾ പെറുക്കിയെടുത്തു. ആദി! ശബ്ദം കേട്ട് അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. ഇലഞ്ഞ മരത്തിനരികിലായി പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരാൾ. ഒരു ഷോർട്ട്സും ടീഷർട്ടുമാണ് വേഷം. വാടാ പോകാം. നീ ഇതെങ്ങോട്ടാ? 1 മിനിറ്റ്, ഞാൻ ഇതൊന്ന് എടുത്തോട്ടെ. അവിടെ കാവുണ്ട്, പൂജയില്ലാത്തതാണ്, അങ്ങോട്ട് പോകണ്ട. അവൻ പറഞ്ഞത് കേൾക്കാതെ കഴുത്തിൽ ക്യാമറയും തൂക്കി മുന്നോട്ട് നടന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി. നെഞ്ചിടിപ്പ് വല്ലാതെ ഉയർന്നു. ഓരോന്നും അവൻ്റെ ക്യാമറ കണ്ണിൽ പകർത്തിയെടുക്കുമ്പോൾ മനോഹരമായി വിടരുന്ന അവൻ്റെ ചുണ്ടുകൾ. ആ ചിരി അവളിൽ വന്ന് നിറയും പോലെ. മനയുടെ പിൻവശത്തായി ഒരു അമ്പലമുണ്ട്. നാഗപൂജ ചെയ്തിരുന്ന അമ്പലം. തൻ്റെ കുട്ടിക്കാലത്ത് അവിടെ പൂജയൊക്കെ നടന്നിരുന്നു. എന്നാൽ ഇന്നവിടെ പൂജയും മന്ത്രവും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ സർപ്പങ്ങളാണ് കുടികൊള്ളുന്നത്. അവിടേക്ക് നടക്കുന്ന ആദിയെ കണ്ട് അവൾ ഭയത്തോടെ അവൻ്റെ അരികിലേക്ക് നടന്നു. ആദി! വീണ്ടും ആരോ വിളിക്കുന്നത് കേട്ട് അവൻ അതിശയത്തോടെ തിരിഞ്ഞു നടന്നു. അത് കാണുകെ അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആശ്വാസത്തോടെ അവൾ തിരിഞ്ഞു നടന്നു. ഓർമ്മകളിൽ നിറഞ്ഞു നിന്ന ആ ചിരി അവൾ അവനോട് ചേർന്ന് കിടന്നു. മനയിലേക്ക് അവൾ ഇടയ്ക്ക് മാത്രമേ പോവുകയുള്ളൂ. അവിടെ നീതുവിനോടാണ് കൂട്ട്. അവൾ പറഞ്ഞറിയാം ആദിയെ. 1-2 തവണ മാത്രം മനയിൽ വന്നിരുന്നവൻ. ആ ചിരി തേടി, അതിൻ്റെ ഉടമയെ തേടി ഞാൻ മനയിൽ വന്നിരുന്ന നാളുകൾ. ഓരോ പ്രാവശ്യവും നിരാശയോടെ മടങ്ങുമ്പോഴും അവളിലെ ഇഷ്ടം അതിൻ്റെ തീവ്രത കൂട്ടുകയായിരുന്നു. അവളിൽ അവനോടുള്ള പ്രണയം കവിഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു നോക്ക് കാണാൻ കൊതിച്ചിരുന്ന മുഖം. എന്നാൽ ഇന്നത് തനിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അന്ന് അവന് വേണ്ടി തുടിച്ചിരുന്ന ആ ഹൃദയം നിലച്ചു പോയിരിക്കുന്നു. അവൻ്റെ പാതി എന്ന് മന്ത്രിച്ച ശരീരം ചിതയിൽ വെന്തുപോയിരിക്കുന്നു. ആദി! ആരോ വിളിക്കുന്നത് കേട്ട് അഗ്നി ധൃതിപ്പെട്ട് അവനിൽ നിന്നും വിട്ടുമാറി. പടിവാതിലിൻ്റെ അരികിലായി മറഞ്ഞു നിൽക്കുന്നവളെ പുരുകം ചുളിച്ചു നോക്കിയവൻ. ചൂണ്ടുവിരൽ ചുണ്ടിനു കുറുകയായി വച്ച് തന്നോട് മിണ്ടാതെ നിൽക്കാൻ പറയുന്നവളെ കണ്ട് അവൻ്റെ ചുണ്ടിൽ ചെറുതായി പുഞ്ചിരി വിരിഞ്ഞു. നീ എന്താണ് ഇവിടെ? പടിവാതിൽ കടന്നുകൊണ്ട് നിധി ചോദിച്ചു. ഒന്ന് കുളിക്കണം. ഇവിടെയോ? തറവാട് കുളത്തിൽ കുളിച്ചാൽ എന്താ? ഇവിടെ എന്താ കുളിക്കാൻ പറ്റില്ലേ? ധരിച്ചിരിക്കുന്ന ടീഷർട്ട് അഴിച്ചുകൊണ്ട് ആദ്യ പറഞ്ഞു. കുളിച്ചോ, നന്നായി നീന്തി കുളിച്ചോ. ഇനി കുളിക്കാൻ നമ്മളിൽ ആരുണ്ടാവുമെന്ന് അറിയില്ലല്ലോ. മുകളിലേക്ക് നോക്കി പദം പറയുന്നവനെ പുച്ഛിച്ചുകൊണ്ട് ആദി പടവുകൾ ഇറങ്ങി. സൂക്ഷിക്കണം, അച്ചമ്മ വേഗം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. മറുപടി ഒന്നും പറയാതെ തിരിഞ്ഞു നിന്ന് അവൻ നിധിക്ക് നേരെ കൈ ഉയർത്തി കാണിച്ചു. നിധി പടിവാതിൽ കടന്നു പോയതും വാതിലിൻ്റെ പിന്നിൽ ഒളിഞ്ഞു നിൽക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ നേരെ നടന്നു. അവൻ പോയി പെണ്ണെ, നമുക്കൊന്ന് കുളിച്ചാലോ? ആദ്യം അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. വേണ്ട ആദിയേട്ടാ, നേരം ഒത്തിരിയായി, ഞാൻ പോവാ. അവനിൽ നിന്ന് കുതിറി മാറുന്ന പെണ്ണിനെ പൊക്കിയെടുത്ത് പടികൾ ഓരോന്നായി ഇറങ്ങി. കയ്യിൽ കിടന്ന് കുതിർന്നവളെ അവൻ കള്ളച്ചിരിയോടെ കുളത്തിലേക്ക് ഇട്ടു. പിറകെ അവനും ചാടി. കുളത്തിൽ നിന്നും പൊങ്ങി ഉയർന്നുകൊണ്ട് അഗ്നി ആദിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. എന്തുപറ്റി? തണുക്കുന്നുണ്ടോ? മറുപടിയൊന്നും പറയാതെ അവൾ അവൻ്റെ നെഞ്ചോരം ചേർന്ന് നിന്നു. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു. അവളുടെ കണ്ണുകൾക്ക് വല്ലാത്ത കാന്തികത പോലെ. അവളുടെ വിടർന്ന പീലികളിലേക്ക് അവൻ കൗതുകത്തോടെ നോക്കി. ഇമ ചിമ്മാതെ വീണ്ടും അവളുമായി അവൻ കുളത്തിലേക്ക് മുങ്ങി നിവർന്നു. ഇരുവരും ഒരുപോലെ നനഞ്ഞു. ശരീരം ചെറുതായി വിറച്ചു തുടങ്ങി. കൺമശി പടർന്ന അവളുടെ കണ്ണിൽ നിന്നും കറുപ്പൊലിച്ചിറങ്ങി. അവളുടെ ചെവിക്കരികിലായി അവൻ പതിയെ ഊതി. ആ ചൂട് നിശ്വാസം ഏറ്റവൾ കുറുകിക്കൊണ്ട് പിടഞ്ഞു. അവളുടെ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച ചുവന്ന അതരം അവൻ കൊതിയോടെ നോക്കി നിന്നു. അവളുമായി വീണ്ടും വെള്ളത്തിലേക്ക് മുങ്ങി നിവർന്നതും ഞൊടിയിടയിൽ അവൻ ആ അതരത്തെ പുൽകി കഴിഞ്ഞിരുന്നു. മെഴിഞ്ഞു നിന്ന അവളുടെ കണ്ണുകൾ പതിയെ കൂമ്പിയടഞ്ഞു. ചുണ്ടുകളിൽ നിന്നും വിട്ടുമാറി അവൻ അവളെ ആഞ്ഞുപുണർന്നു. മഞ്ചാടി മരത്തിന് കീഴിൽ ധാവണി ധരിച്ച് ഒരു പെൺകുട്ടി. നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ താഴെ വീണ് കിടക്കുന്ന ഓരോ മഞ്ചാടിക്കുരുവും ആവേശത്തോടെ പറക്കിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് കയ്യിലെ മഞ്ചാടിക്കുരു മുകളിലേക്ക് വലിച്ചെറിഞ്ഞവൾ മുഖമുയർത്തി നോക്കി. അവ്യക്തമായ മുഖം, എന്നാൽ ആ കണ്ണിലെ ചുവന്ന നിറം, അതിൽ കനലെരിയും പോലെ. ആ! ഭയന്ന് വിളിച്ചുകൊണ്ട് അപ്പോൾ എഴുന്നേറ്റു. അവളുടെ മനസ്സിലേക്ക് വീണ്ടും ആ സ്വപ്നം കടന്നു വന്നു. ഭയത്തോടെ അവൾ കണ്ണിറുക്കി പൂട്ടി. തൊണ്ടയാകെ വരളുന്ന പോലെ. ടേബിളിലെ ഒഴിഞ്ഞ ജഗ് കയ്യിലെടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് അതിശക്തമായ കാറ്റ് വീശി. അതോടൊപ്പം കറണ്ട് പോയി. മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് അവൾ മെല്ലെ നടന്നു. ഗോണി ഇറങ്ങും വഴി ഹാളിൽ എന്തോ നിഴൽ അനങ്ങും പോലെ തോന്നി. അവൾ ഒരു നിമിഷം നിശ്ചലമായി നിന്നു. പതിയെ ഗോണി ഇറങ്ങി അവൾ അടുക്കളയിലേക്ക് നടന്നു. ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് പിന്നിലൂടെ ആരോ പിന്തുടർന്നു വരുന്ന പോലെ അവൾ ഭയത്തോടെ തിരിഞ്ഞു നോക്കി. ശൂന്യം.
ദീർഘമായി ഒന്ന് ശ്വാസം വലിച്ചുകൊണ്ടവൾ തിരിഞ്ഞു നടന്നതും മുന്നിലെ രൂപം കണ്ട് ആർത്തു വിളിച്ചു. സ്വപ്നത്തിൽ കണ്ട അതേ വേഷമണിഞ്ഞ പെൺകുട്ടി, മുഖമാകെ വികൃതമായി, കണ്ണുകൾ ചുവന്നു നിൽക്കുന്നവൾ. അവളുടെ നീണ്ടു നിൽക്കുന്ന മുടിയിഴകൾ കാറ്റിൽ പാറിപ്പറക്കുന്നുണ്ട്. ആ അപ്പു നിലവിളിച്ചു. ഭയത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചവൾ നിലത്തേക്കിരുന്നു. അപ്പു! ശബ്ദത്തോടൊപ്പം തോളിൽ ആരുടെയോ കരസ്പർശം അറിയുന്നുണ്ട്. അവൾ പതിയെ തലയുയർത്തി നോക്കിയതും കണ്ടു മുന്നിൽ നിൽക്കുന്ന രുദ്രൻ. അപ്പോഴേക്കും കറണ്ടും വന്നിരുന്നു. മനയിലാകെ പ്രകാശം പടർന്നു. അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവളുടെ കൈകൾ അവനെ വരിഞ്ഞു മുറുക്കി. അവൻ അവളുടെ തലയിൽ പതിയെ തട്ടി. അപ്പോഴേക്കും മനയിലെ മറ്റംഗങ്ങൾ അവിടെ എത്തിയിരുന്നു. എന്താ അപ്പു, എന്തു പറ്റി? ഓരോരുത്തരും അവളോട് പരിഭ്രാന്തിയോടെ ചോദിച്ചു. വിറയലോട് ഓരോന്നും അവൾ പറഞ്ഞു. ആദ്യം അവളെ നെഞ്ചോട് ചേർത്ത് സമാധാനിപ്പിച്ചു. സാരില്ല, ഇനി അതോർത്ത് ഭയക്കണ്ട, നാമം ചൊല്ലി കിടന്നോളൂ, എല്ലാത്തിനും പ്രതിവിധി കാണാം. നീതു അപ്പുവിൻ്റെ കൂടെ കിടക്കട്ടെ, ആരും ഇനി തനിച്ച് പുറത്തേക്ക് ഇറങ്ങണ്ട, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ, ഭാർഗവി എല്ലാവരോടായി പറഞ്ഞു. ഓരോരുത്തരും തിരികെ അവരുടെ മുറികളിലേക്ക് പോയി. അപ്പോഴും അയാൾ മാത്രം അപ്പു പറഞ്ഞ ആ സ്വപ്നമോർത്ത് നിൽക്കുകയാണ്. ധാവണി ധരിച്ചൊരു പെൺകുട്ടി. പണ്ട് മനയിൽ ഇടയ്ക്ക് വന്നിരുന്ന ഒരുവളുടെ മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. ധാവണി അണിഞ്ഞു നിൽക്കുന്ന നിഷ്കളങ്കമായൊരു പെൺകുട്ടിയുടെ അയാളുടെ ഉള്ളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ചെയ്തുപോയ പാപം, ക്രൂരത. അയാളുടെ ശരീരം ഭയത്താൽ വരിഞ്ഞു മുറുകിയിരുന്നു. കയ്യിലെ ചരട് മുറുകെ പിടിച്ചു. പ്രാതൽ കഴിക്കാനായി തീന്മേശയ്ക്ക് അരികിലിരിക്കുകയാണ് എല്ലാവരും. നെയ്യിൽ കനം കുറച്ച് ചുട്ടെടുത്ത മുരിഞ്ഞ ദോശയും ഉരുളക്കിഴങ്ങ് മസാലക്കറിയും കടുകിട്ട് താളിച്ചെടുത്ത തേങ്ങാ ചട്നിയും കാപ്പിയും എല്ലാം ആവി പരത്തി മേശയ്ക്ക് മുകളിൽ നിരത്തി വച്ചിട്ടുണ്ട്. രുദ്രൻ എവിടെ അംബിക? നേരം പുലർന്ന് ഇത്രയായിട്ടും കണ്ടില്ല. നകുലൻ കാപ്പി ചുണ്ടോട് ചേർത്ത് കുടിച്ചുകൊണ്ട് അംബികയെ നോക്കി. ഏട്ടൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ നാട്ടിൽ. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഏട്ടൻ അവരെ ഒന്ന് കാണാൻ പോയി. ഏട്ടാ, നമുക്കൊന്ന് പുറത്തു പോയാലോ? അപ്പുവായിരുന്നു. അവൾ ആദ്യം നോക്കി പുരുകമുയർത്തിക്കൊണ്ട് ചിരിച്ചു. ആ ഏട്ടാ, പോവാ. എത്രയായി നമ്മളൊന്ന് പുറത്തേക്ക് പോയിട്ട്? അപ്പു പറയുന്നത് കേട്ട് നീതു ആവേശത്തോടെ മൂവരെയും നോക്കി. വേണ്ട, നാളെ നടക്കുന്ന പൂജ കഴിയാതെ ആരും മനവിട്ട് പുറത്തേക്ക് പോകണ്ട. ഭദ്രനോട് പെട്ടെന്ന് തന്നെ തിരികെ എത്താൻ പറയൂ. എല്ലാവരുടെയും ജാതകം ഞാനൊന്ന് തിരുമേനിയെ കൊണ്ട് നോക്കിയിരുന്നു. ആർക്കും അത്ര നല്ല സമയമല്ല. ആദ്യം നീയും സൂക്ഷിക്കണം. നിന്റെ ജാതകം കുറച്ച് വിചിത്രമാണെന്ന തിരുമേനി പറഞ്ഞ്. ഗൗരവത്തോടെ അതും പറഞ്ഞ് ഭാർഗവി ആദിയെ നോക്കി. എന്നാൽ ആദി ഈ സമയവും മറ്റേതോ ലോകത്തായിരുന്നു. പ്രണയത്തിന്റെ അതിർവരുമ്പുകൾ തീർത്ത മായാലോകം. അവിടെ പരസ്പരം പ്രണയം പകുത്തു നൽകുന്ന ആദിയും അഗ്നിയും. പതിവ് പോലെ ഉച്ചസമയം കഴിഞ്ഞ ആദ്യം ആരും അറിയാതെ മഞ്ചാടി മരത്തിന് അരികിലേക്ക് നടന്നു. എന്നാൽ ശൂന്യമായ ഇടം കണ്ടവൻ നേരെ കുളപ്പടവിലേക്ക് ചെന്നു. അവിടുത്തെ കാഴ്ച കണ്ടവന്റെ കണ്ണുകൾ വികസിച്ചു. കുളത്തിൽ കാലിട്ട് പടിക്കെട്ടിലിരിക്കുന്ന അഗ്നി. പിറകിലെ കാൽപെരുമാറ്റം കേട്ട് അവൾ പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകൾ തിളങ്ങി. നീല പാവാടയും ചുവന്ന ബ്ലൗസും കറുപ്പു ധാവണിയും അണിഞ്ഞു നിൽക്കുന്ന അവളെ കാണാൻ അതിമനോഹരമായിരുന്നു. അഞ്ജനമെഴുതിയ കുഞ്ഞു കണ്ണുകൾ, അതിലെ വിടർന്നു നിൽക്കുന്ന പീലികൾ, ആ കണ്ണുകളുടെ തീഷ്ണത കൂട്ടും പോലെ. നീണ്ട നാസികയിലെ വെള്ളക്കൽ മൂക്കുത്തി, അതിൻ്റെ തിളക്കം അവൻ്റെ കണ്ണിൽ ചെന്ന് പതിക്കും പോലെ അവൻ്റെ കണ്ണുകൾ ശോഭയേറി. അവളുടെ ചുവന്ന അതരങ്ങൾ തനിക്ക് വേണ്ടി വിടർന്നു നിൽക്കും പോലെ. വിശ്വസുന്ദരിയായ അപ്സരസിനെ പോലെയാണവൾ. ഒരു നിമിഷം ആദ്യം അങ്ങനെ ഓർത്തു. ചുണ്ടിൽ പുഞ്ചിരി ഒളിപ്പിച്ചവൻ അവൾക്കടുത്തേക്ക് നടന്നെടുത്തു. ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്? മുകളിലേക്ക് കയറിയിരുന്നൂടെ? ആദ്യം അവളെ സംശയത്തോടെ നോക്കി. ഞാൻ കുളിക്കാൻ വന്നതായിരുന്നു. ആദ്യേട്ടൻ എന്താ ഇവിടെ? അവളിൽ ചെറുതായി കുസൃതി നിറഞ്ഞു. അവളുടെ വിടർന്ന ചുണ്ടിൽ നോക്കി അവനും പുഞ്ചിരിച്ചു. ഞാനും കുളിക്കാൻ വന്നതാ, അതേ കുസൃതിയോടെ തിരിച്ചും പറഞ്ഞവൻ. നമുക്കൊരുമിച്ച് കുളിച്ചാലോ? അവളെ ചുറ്റിപ്പിടിച്ച് കാതോരം പറയുമ്പോൾ ആ നിശ്വാസ ചൂടേറ്റ് പൊള്ളിപ്പിടഞ്ഞവൾ. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചെവിത്തുമ്പിനെ പതിയെ മുകർന്നു. കൈകൾ സാരിവിടവിലൂടെ അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിണഞ്ഞു. ചെവിത്തുമ്പിൽ നിന്നും ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് സഞ്ചാരപാത നടത്തി. അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവനിലേക്ക് ചേർന്നിരുന്നു. ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ പതിഞ്ഞു. അവളുടെ കൈകൾ അവൻ്റെ നീണ്ടു വളർന്ന മുടിയിൽ പിടുത്തമിട്ടു. ചുണ്ടുകൾ തൊണ്ടക്കുഴിയിലെത്തിയതും അവിടെ അവൻ നാവുകൊണ്ട് മെല്ലെ തൊട്ടു. അവൾക്ക് പാലപ്പൂവിൻ്റെ ഗന്ധമാണെന്ന് തോന്നിയവന്. നീ എന്താടി യക്ഷിയോ? പാലപ്പൂവിൻ്റെ ഗന്ധമാണല്ലോ നിനക്ക്. അവളിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ടവൻ ചോദിച്ചു. അത് കേട്ട് അവളുടെ ചുണ്ടുകൾ വിടർന്നെങ്കിലും ആ കണ്ണുകൾ ചിരിച്ചില്ല. അതിൽ മറ്റെന്തോ ഭാവമായിരുന്നു. അവൻ ആ വിടർന്ന ചുണ്ടുകൾ അവൻ്റെ ചുണ്ടിനാൽ ബന്ധിച്ചു. ചുംബനത്തിൽ മിഴികൾ കൂമ്പിയടച്ച് നിൽക്കുന്നവളെ അവൻ ഇരു കൈകളിലുമായി കോരിയെടുത്തു. പതിയെ പടിക്കെട്ടിൽ നിന്നും കുളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. അവൻ്റെ ചലനമറിഞ്ഞിട്ടും അവൾ മിഴികൾ തുറക്കാതെ അവൻ്റെ നെഞ്ചോരം ചേർന്ന് കടന്നു. കുളത്തിനു മധ്യ വെള്ളയാമ്പലുകൾക്കിടയിൽ അവൻ അവളെ കൊണ്ട് ഒരു നിമിഷം വെള്ളത്തിലേക്ക് മുങ്ങി നിവർന്നു. അവളുടെ കൈകൾ അവൻ്റെ തോളിലമർന്നു. കണ്ണുകൾ തുറന്ന് തനിക്ക് മുന്നിൽ നിൽക്കുന്നവനെ അവൾ കൺകുളിർക്കെ നോക്കി. അവൻ്റെ കണ്ണുകൾ വാടാറായ ആമ്പലിലേക്ക് നീണ്ടു. അതറിഞ്ഞെന്നോണം അവൾ അതിൽ നിന്നും ഒരു കൂട്ടം പറിച്ചെടുത്ത് നെഞ്ചോരം ചേർത്ത് വെച്ചു. വീണ്ടും അവളുമായി അവൻ വെള്ളത്തിലേക്കായിരുന്നു. അവളുടെ അതരങ്ങൾ ഒരിക്കൽ കൂടി രുചിച്ചുകൊണ്ടവൻ വെള്ളത്തിൽ നിന്നും നിവർന്നു.
സായാഹ്നത്തിന്റെ തണുത്ത കാറ്റ് ഇരുവരെയും ഒരേപോലെ തഴുകിക്കൊണ്ട് കടന്നുപോയി. ഇരുവരും നനഞ്ഞു കുതിർന്നിരുന്നു. അവളുടെ ധാവണി മാറിൽ നിന്നും ചെറുതായി തെന്നിമാറിയിരുന്നു. അവൻ അവളുമായി പതിയെ പടികൾ കയറി. കുളത്തിലേക്കുള്ള പടിവാതിൽ കാലുകൾ കൊണ്ടടച്ച് അവളെ അവൻ തിണ്ണയിലേക്ക് ചായച്ചു കിടത്തി. പ്രണയത്താൽ തിളങ്ങുന്ന അവളുടെ ഇരു കണ്ണിലും മുത്തിക്കൊണ്ടവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവർക്കിടയിൽ കിടന്ന ആമ്പലുകൾ ഞെരിഞ്ഞമർന്നു. സായാഹ്നത്തിന്റെ സൂര്യാസ്തമയ ചുവപ്പ് ഇരുവരിലും നേരിയ രീതിയിൽ പതിച്ചു. പാലപ്പൂവിന്റെ വശ്യമായ ഗന്ധം അവിടെയാകെ പരന്നു. അവരുടെ കൂടിച്ചേരലിൽ മഞ്ചാടിമരം ആനന്ദമാടി. താഴേക്ക് വീഴുന്ന മഞ്ചാടിത്തോടുകൾ അളർന്നു വീണ് മഞ്ചാടിക്കുരുക്കൾ അവരുടെ നഗ്നമേനിയിൽ വന്നു പതിച്ചു. അവരുടെ വന്യമായ പ്രണയനിമിഷങ്ങളിൽ പ്രകൃതി പോലും നാണിച്ചുപോയി. നഗ്നമായ അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൾ പ്രണയത്തോടെ അവനെ ചുംബിച്ചു. അവനെപ്പോഴും കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്. ഇരുവരിലും മറ പോലെ അവളുടെ ധാവണി ചുറ്റിക്കിടക്കുന്നുണ്ട്. നേരം അപ്പോഴേക്കും ഇരുട്ടിയിരുന്നു. കുളപ്പടവിൽ ആ നിമിഷം ചെറിയ തോതിലുള്ള നിലാവെളിച്ചം മാത്രമേ ഉള്ളൂ. തൻ്റെ പ്രണയത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തം. പക്ഷേ ആ കൂടിച്ചേരലിൽ പൂർണ്ണമായി എനിക്ക് അവനെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. ദേഹം വെടിഞ്ഞ ആത്മാവ് മാത്രം കുടികൊള്ളുന്ന തനിക്ക് അവൻ്റെ കൂടെ എങ്ങനെ ജീവിക്കാനാവും? വിടില്ല, ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. നിന്നെയും നിന്റെ തലമുറയെയും ഞാൻ ഇല്ലാതെയാക്കും. എനിക്ക് കിട്ടാത്ത ജീവിതം നിന്റെ മക്കൾക്കും കിട്ടരുത്. വന്യമായ അവളുടെ ചുണ്ടുകൾ പതിയെ ഉരുവിട്ടു. അവൾ ആദിയെ നോക്കി. കണ്ണുകളിലെ അഗ്നി അണയും പോലെ തോന്നി അവൾക്ക്. ശാന്തമായി ഉറങ്ങുന്നവനെ കാണെ അവളുടെ ചുണ്ടുകൾ വിടർന്നു. ഒരു തവണയെ കണ്ടിട്ടുള്ളൂ, എങ്കിലും ആഴത്തിലായിരുന്നു നീ എന്നിൽ പതിഞ്ഞത്. എത്രയോ തവണ വീണ്ടും കാണാൻ കൊതിച്ചു. ഇന്ന് തനിക്ക് മുന്നിൽ ആ പ്രണയം സ്വന്തമാണ്. എന്നിട്ടോ ഞാനുണ്ടോ നിന്റെ കൂടെ? ഒരു ജന്മം മുഴുവനും നിന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെനിക്ക് കഴിയില്ല. എന്നിലെ ആത്മാവിനെ ആവാഹിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടക്കുന്നുണ്ട്. അതിനു മുന്നേ എനിക്കെൻ്റെ പ്രതികാരം വീട്ടണം. എന്നെ ഇല്ലാതാക്കിയവനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കിയിട്ടേ ഞാൻ മടങ്ങൂ. അതോടൊപ്പം അവളെയും ഞാൻ കൊണ്ടുപോകും. അവൻ്റെ മുഖം അവൾ ഇരുകൈയിലുമായി കോരിയെടുത്തു. ഞാനൊരു ആത്മാവ് മാത്രമാണെന്ന് ആദിയേട്ടൻ അറിയും. അന്നേരം വെറുക്കുമോ എന്നെ? ആത്മാവാണെങ്കിലും എന്നിലെ പ്രണയം അറിഞ്ഞതല്ലേ ആദിയേട്ടൻ? ഇന്ദ്രാവതിയിലെ സർവനാശം അതാണ് എനിക്ക് കാണേണ്ടത്. എൻ്റെ ആദിയേട്ടനൊഴികെ എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും. അതിനു മുന്നേ അവനെ ഇല്ലാതാക്കണം. പതുക്കെ പറഞ്ഞ് മീശ കൊണ്ട് പാതി മറഞ്ഞ അവൻ്റെ മേൽച്ചുണ്ടിൽ അവൾ നേർമമായി മുത്തി. മനയുടെ ഇടതുഭാഗത്തായി വളർന്നു നിൽക്കുന്ന ചെമ്പരത്തിക്കാടിനടുത്ത് നിൽക്കുകയാണ് അയാൾ. ദിവസങ്ങളായി വേട്ടയാടുന്ന ദുസ്വപ്നങ്ങൾ, മനയിൽ അടുത്തിടെയുണ്ടായ അനുഭവങ്ങൾ അയാളിൽ വല്ലാത്ത ഭയമുണ്ടാക്കിയിരുന്നു. ക്രമാതീതമായി ഉയരുന്ന ഹൃദയമിടിപ്പ് ശാന്തമാക്കാൻ എന്നോണം അയാൾ കയ്യിലെ സിഗരറ്റ് ആഞ്ഞു വലിച്ചു. അതിലെ പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിൽ പടർന്നു. കത്തിയമർന്ന സിഗരറ്റ് കുറ്റി അയാൾ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. തിരിഞ്ഞു നടക്കാനാഞ്ഞ അയാളുടെ കൈകളെ അപ്പോഴേക്കും ചെമ്പരത്തി ചില്ല ബന്ധിച്ചിരുന്നു. കയ്യിൽ കെട്ടിയ സിൽവർ ബ്രേസ്ലെറ്റ് ചില്ലയുമായി പിണഞ്ഞു കിടക്കുന്നു. ശക്തമായി അയാൾ കൈ വലിച്ചെടുത്ത് മുന്നോട്ട് നടന്നു. എന്നാൽ ബ്രേസ്ലെറ്റിനൊപ്പം കുരുങ്ങിയ മന്ത്രച്ചരട് കയ്യിൽ നിന്നും ചെമ്പരത്തിക്കാടിലേക്ക് വീണത് അയാൾ അറിഞ്ഞില്ല. ഇതേ സമയം തനിക്ക് മുന്നിലെ ബന്ധനമില്ലാതായ സന്തോഷത്താൽ അവളുടെ ചുണ്ടുകൾ ഭംഗിയോടെ വിടർന്നു. ആവേശത്തോടെ തനിക്കരികിൽ കിടക്കുന്നവനെ പുണർന്നുകൊണ്ടവൾ കണ്ണുകൾ അടച്ചു. വലിയങ്ങോട് മേപ്പാടൻ നമ്പൂതിരി. പ്രായാധിക്യം കാരണം വെളുത്തുവന്ന നീണ്ട താടിയും മുടിയും, മുഖത്തെ ചുളിവിനേക്കാൾ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന മുഖം, നെറ്റിയിൽ നീട്ടി വരച്ച ചുവന്ന പൊട്ട് ശോഭിക്കും പോലെ. കാറിൽ നിന്നിറങ്ങിയതും അയാൾ മനയാകി ഒന്ന് വീക്ഷിച്ചു. ഒരു നിമിഷം കണ്ണടച്ച് മൗനമായി പ്രാർത്ഥിച്ച് അയാൾ മനയിലേക്ക് പ്രവേശിച്ചു. തിരുമേനി നമസ്കാരം, കയറൂ. ഭാർഗവി വിനയത്തോടെ അവർക്കരികിലേക്ക് വന്നു. പൂജാമുറിയിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. കവടി നിരത്തി പ്രശ്നം വച്ചു. കുറച്ചു നിമിഷങ്ങൾ മൗനമായവർ അതിലേക്ക് ഉറ്റുനോക്കി. തിരുമേനി, ഭാർഗവി ഭയത്തോടെ വിളിച്ചു. അയാൾ കണ്ണു തുറന്നുകൊണ്ട് കവടിയിലേക്ക് നോക്കി. ഉഗ്രരൂപിണിയായ ദുരാത്മാവാണവൾ. അവരെ ഈ ലോകത്തിൽ നിന്നും പറഞ്ഞയച്ചതിൽ പങ്കുള്ളവരെയെല്ലാം അവൾ ഇല്ലാതെയാക്കും. ആരാണ് തിരുമേനി ആ പ്രേതം? അവളെന്തിനാണ് ഈ മനയിൽ കുടികൊള്ളുന്നത്? ഇതിന് പ്രതിവിധി ഒന്നുമില്ലേ? ആവലാതിയോടെ ചോദിക്കുന്ന നകുലനെ ഉറ്റുനോക്കി അയാൾ മുന്നിലെ കവടി നിരത്തി. ഈ മനയിൽ കുടികൊള്ളാൻ കാരണം ഈ മനയാണ് അവളുടെ ലക്ഷ്യം. ഈ മനയിൽ ഇനി ഒരു ദുർമരണം കൂടി സംഭവിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ട ഭാനുമതിയുടെ മരണം പോലെ ഒരു ദുർമരണം. ഭാനുമതി? അവളെ ആത്മാവ് കൊന്നതാണോ തിരുമേനി? ദേവൻ അമ്പരപ്പോടെ ചോദിച്ചു. അതെ, അമ്പരപ്പ് ചുറ്റുമുള്ളവരിലും ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അവളെ ഈ ലോകത്തിൽ നിന്നും പറഞ്ഞയച്ചവരെ ഇല്ലാതാക്കിയിട്ട് അവൾ അടങ്ങും. തിരുമേനി, എല്ലാവരിലും ഭയം നിറഞ്ഞു. ഭയപ്പെടേണ്ട, ഒരു മരണം അത് സുനിശ്ചിതമാണ്. അത് നടക്കുക തന്നെ ചെയ്യും. ആർക്കും തടയാനാവില്ല. അതുവരെ എല്ലാവരും കരുതിയിരിക്കുക. ഇന്നു മുതൽ പൂജ ആരംഭിക്കും. ഇന്നേക്ക് 7-ാം നാൾ അവളെ ബന്ധിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവളെ ഒരിക്കലും ബന്ധിക്കാനാവില്ല, ആരെ കൊണ്ടും. തിരുമേനി പറഞ്ഞു നിർത്തി അരികിലായി വെച്ചൊരു മൺകുടം കയ്യിലെടുത്തു. മനയിലെ മൂത്ത കാരണവർ ഇങ്ങ് അടുത്തേക്ക് വരിക. നകുലൻ ഭക്തിയോടെ തിരുമേനിക്ക് അടുത്തേക്ക് ചെന്നു. ഇതാ, ഇത് പിടിക്കുക. പുണ്യതീർത്ഥമാണ്. ഇതുമായി സന്ധ്യാനേരം കുളത്തിൽ 3 തവണ മുങ്ങി നിവർന്ന് ഈറനോടെ മന 3 പ്രാവശ്യം വലം വയ്ക്കുക.
അതിനുശേഷം കുടത്തിലെ തീർത്ഥം മനയുടെ 4 ദിക്കിലും 3 പ്രാവശ്യം തളിക്കുക. നകുലന്റെ കയ്യിൽ കലം കൊടുത്തതും അയാൾ വളരെ ഭക്തിയോടെ അത് കയ്യിൽ വാങ്ങി. അപ്പോഴേക്കും മറ്റൊരു സ്വാമി കൊടുത്ത താളിയോല ഒന്ന് സൂക്ഷ്മതയോടെ നോക്കി തിരുമേനി അവർക്ക് നേരെ തിരിഞ്ഞു. ഇത് ചെയ്യുമ്പോഴെല്ലാം ഇതാ ഈ കാണുന്ന താളിയോലയിലെ മന്ത്രം സർവ്വഭക്തിയോടും കൂടി ജപിക്കുക. എന്ത് തടസ്സങ്ങൾ മുന്നിൽ വന്നാലും ഈ മന്ത്രമോ പ്രവൃത്തികളോ നിർത്താൻ പാടില്ല. ഇന്നു മുതൽ 6 നാൾ വരെ ഇത് നിർബന്ധമായും ചെയ്യുക. 7-ാം നാൾ മനയിൽ വെച്ച് അവളെ ബന്ധിക്കാനുള്ള പൂജ നടക്കും. നകുലൻ വിനയത്തോടെ തലയാട്ടി. തിരുമേനി കണ്ണടച്ചുകൊണ്ട് മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു. അല്പനേരത്തിന് ശേഷം കണ്ണു തുറന്നു. ഇതാ ഈ ഭസ്മം എല്ലാവരും നെറ്റിയിൽ തൊടുക. കയ്യിലെ ഭസ്മം നിറഞ്ഞ കിഴി അദ്ദേഹം ഭാർഗവിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഈ സ്വാമി പറഞ്ഞത് ശരിയാണോടാ? മനയിൽ ശരിക്കും വല്ല ആത്മാവുമുണ്ടോ? നിധിയായിരുന്നു. അവന്റെ ചോദ്യത്തിൽ തന്നെ അവന്റെ ഭയം എടുത്തു കാണിക്കുന്നുണ്ട്. ആടെ ഉണ്ട്. സ്വാമി പറഞ്ഞത് നീയും കേട്ടതല്ലേ? നല്ല ഉഗ്രരൂപിണിയായ വടയക്ഷി. ആദ്യേട്ടം കളിയാക്കണ്ട, ശരിക്കും ഇവിടെ പ്രേതമുണ്ട്. അപ്പു ഭയത്തോടെ പറയുന്നതിനോടൊപ്പം ഉമിനീരിറക്കി 4 പാടും കണ്ണുകൾ കൊണ്ട് പരതി. ഓ, എങ്കിൽ പിന്നെ നിങ്ങളിവിടെ നാമം ജപിച്ചുകൊണ്ടിരുന്നോ? തൽക്കാലം ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. വേണ്ട ഏട്ടാ, മുത്തശ്ശി വഴക്ക് പറയും. ആദ്യം വേണ്ട, അച്ചമ്മ പറഞ്ഞതാ തനിച്ചെങ്ങോട്ടും പോകരുതെന്ന്. ഷോർട്സിന്റെ പോക്കറ്റിൽ കൈയിട്ട് ഉമ്മറത്ത് നിന്നും മനയുടെ പിറകിലേക്ക് നടന്നു പോകുന്നവനെ നോക്കി രുദ്രനും അപ്പുവും ഒരേപോലെ വിളിച്ചു പറഞ്ഞു. അവൻ കേൾക്കില്ലടാ, അതങ്ങനെയാ. നമുക്ക് തൽക്കാലം ലുഡോ കളിക്കാം. നിധി അതും പറഞ്ഞ് ഫോൺ കയ്യിലെടുത്തതും മറ്റു 3 പേരും അവന് ചുറ്റുമായിരുന്നു. നിനക്ക് വീടും വീട്ടുകാരും ഒന്നുമില്ല പെണ്ണേ? മഞ്ചാടി മരത്തിന് കീഴിൽ ചാരിയിരിക്കുന്നവളെ അടുത്തായി ഇരുന്നു കൊണ്ട് അവൻ ചോദിച്ചു. മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അവന്റെ തോളിലായി പതിയെ ചാഞ്ഞിരുന്നു. അവളുടെ കണ്ണിൽ പൊടിഞ്ഞ നീർത്തിളക്കം അവന്റെ തോളിലായി അവൾ അമർത്തി. ഇവിടെ അങ്ങനെ വന്നിരിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഫീലാണ്. പക്ഷെ ഇന്നലത്തെ അത്ര ഫീലില്ല. ആർദ്രമായി അവന്റെ സ്വരം. അവളുടെ കണ്ണുകൾ നാണത്താൽ കൂമ്പിയടഞ്ഞു. കവിളുകൾ ചുവന്നു വിടർന്നു. അവൻ പതിയെ അവളുടെ ഇടുപ്പിൽ പിച്ചി. പതിയെ ഒഴിഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. അവളുടെ കണ്ണുകളിലായിരുന്നു അവന്റെ നോട്ടം. അതിൽ നിറഞ്ഞു നിന്ന തീഷ്ണത, പ്രണയം, വല്ലാത്തൊരു ഭാവമായിരുന്നു. എനിക്ക് നിന്റെ അച്ഛനെയും അമ്മേനെയും ഒന്ന് കാണണമെന്നുണ്ട്. അവളുടെ മുഖം മങ്ങി. അവന്റെ തോളിൽ നിന്നും പതിയെ എഴുന്നേറ്റു. എന്തു പറ്റി? അവളൊന്നും മിണ്ടാതെ മറ്റെങ്ങോ മിഴികൾ പായിച്ചു. എൻ്റെ അഗ്നിപ്പെണ്ണെ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാനാണ്. വേണുവേട്ടന് 2 ഏട്ടന്മാരുണ്ടെന്നറിയാം. പക്ഷെ ഞാനിതുവരെ അവരെ ആരെയും പരിചയപ്പെട്ടിട്ടില്ല. ആദ്യമൊന്ന് പരിചയമാവട്ടെ, എന്നിട്ട് പതിയെ നമ്മുടെ കാര്യം പറയാം. അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. അവന്റെ നിശ്വാസം അവളുടെ മുഖത്ത് പതിഞ്ഞു. അവളുടെ ചുണ്ടുകൾ നേർമമായി വിടർന്നു. ആദിയേട്ടാ, ഇതെന്താ പെണ്ണെ? തനിക്ക് നേരെ നീട്ടിപ്പിടിച്ച് അവളുടെ കൈക്കൊമ്പിളിലേക്ക് നോക്കിക്കൊണ്ടവൻ ചോദിച്ചു. ഞാവൽപ്പഴം ആദിയേട്ടന് ഇഷ്ടമല്ലേ? ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നും ഇഷ്ടമൊന്നുമില്ല. അവൻ ഇടം കണ്ണിട്ട് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ മുഖം വാടി. കൈകൾ അവളുടെ മടിയിലേക്ക് വയ്ക്കാനാഞ്ഞതും അവൻ അതിൽ പിടുത്തമിട്ടു. പക്ഷെ ഇത് ഞാൻ കഴിക്കും. എൻ്റെ പെണ്ണെനിക്ക് ആദ്യമായി സ്നേഹത്തോടെ ഒരു സാധനം തന്നതല്ലേ. ആദ്യം അവൾക്ക് മുന്നിലായി വായ തുറന്നു വെച്ചു. നിമിഷ നേരം കൊണ്ട് അവളുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. സന്തോഷത്തോടെ അവൾ അതിൽ നിന്നും ഒന്നെടുത്ത് അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു. അവളുടെ വിരൽ ഒന്ന് ഉറിഞ്ചിക്കൊണ്ട് അവനത് ചവച്ചു. കൊള്ളാം, പക്ഷെ നല്ല പുളിയാണല്ലോ പെണ്ണെ. മധുരം കുറവാ. ആണോ? ഞാൻ കഴിച്ചതിന് മധുരമുണ്ട്. ആദ്യേട്ടൻ എന്നാൽ ഇത് കഴിച്ചു നോക്ക്. അവൾ മറ്റൊന്ന് അവന് നേരെ നീട്ടി. അവനത് വാങ്ങാതെ അവളുടെ ചുണ്ടിൻ്റെ കോണിൽ തങ്ങി നിൽക്കുന്ന ഞാവൽപ്പഴത്തിൻ്റെ നീര് അവൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് തോണ്ടിയെടുത്ത് അവൻ്റെ വായിലാക്കി. ശരിയാ, നിന്റേതിന് നല്ല മധുരമാണ്. കള്ളച്ചിരിയോടെ പറയുന്നവനെ പിടയ്ക്കുന്ന മിഴികളാൽ അവൾ തലയുയർത്തി നോക്കി. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചു. അന്തിച്ചോപ്പ് അന്തരീക്ഷമാകെ പടർന്നു. സന്ധ്യാനേരം. തിരുമേനി പറഞ്ഞതനുസരിച്ച് നകുലൻ തീർത്ഥം കരുതിയ കുടം കയ്യിലെടുത്ത് കുളത്തിലേക്ക് നടന്നു. മനയിലെ മറ്റംഗങ്ങൾ ഇതേ സമയം തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം പൂജാമുറിയിൽ കണ്ണടച്ച് മന്ത്രം ജപിക്കുകയാണ്. ആദ്യം മാത്രം ഇടയ്ക്കൊരു കണ്ണ് തുറന്നു നോക്കും, പിന്നെ പഴയ പോലെ കണ്ണടച്ചിരിക്കും. മറ്റുള്ളവരെല്ലാം ഭക്തിയോടെ മന്ത്രങ്ങൾ ഉരുവിട്ടു. ഇതേ സമയം നകുലൻ മനയിലെ കുളത്തിൽ 3 തവണ മൺകുടവുമായി മുങ്ങി. അയാളുടെ ചുണ്ടുകൾ അപ്പോഴും മന്ത്രങ്ങൾ ഉരുവിടുകയാണ്. മനയ്ക്ക് ചുറ്റും 2 തവണ വലം വെച്ചപ്പോഴേക്കും തെക്ക് ഭാഗത്ത് നിന്നും കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി. അയാൾ ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കി. ശക്തമായ കാറ്റിൽ അയാളുടെ കാലുകൾ ഇടറി. ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു. ചെന്നിയിൽ വിയർപ്പ് പൊടിഞ്ഞു. എന്ത് തടസ്സങ്ങൾ മുന്നിൽ വന്നാലും ഈ മന്ത്രമോ പ്രവൃത്തികളോ നിർത്താൻ പാടില്ല. തിരുമേനിയുടെ വാക്കുകൾ അയാളുടെ മനസ്സിൽ വന്നതും മനസ്സിൽ സർവ്വധൈര്യവും സമ്പാദിച്ച് അയാൾ മുന്നോട്ട് നടന്നു. മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് അയാൾ മന 3 തവണ വലയം ചെയ്തു. മനയുടെ 4 ഭാഗത്തായി കുടത്തിൽ നിന്നും തീർത്ഥമെടുത്ത് അത് 3 പ്രാവശ്യം തെളിയിച്ചു. ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അയാൾ കുടവുമായി ഉമ്മറത്തേക്ക് കയറി. അപ്പോഴേക്കും ഓരോരുത്തരും വന്ന് നകുലിന് ചുറ്റുമായി വന്നു നിന്നു. നല്ല കാറ്റ്. ഞങ്ങളാകെ അങ്ങ് ഭയന്നുപോയി. ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? സീത വന്ന അയാളുടെ അരികിൽ വന്ന് ചോദിച്ചുകൊണ്ട് അയാളെ ആവലാതിയോടെ നോക്കുന്നുണ്ട്. ഏട്ടൻ ഒറ്റയ്ക്ക് പോകണമെന്ന് തിരുമേനി പറഞ്ഞതുകൊണ്ടാണ്. ദേവനും അവൻ്റെ ആകുലത മറച്ചു വച്ചില്ല. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ, ഭഗവതി കാത്തു. ഭാർഗവി അയാളെ തലോടി.
ശരീരത്തിലേക്ക് അരിച്ചു കയറുന്ന തണുപ്പ്. അയാൾ പതുക്കെ കണ്ണുകൾ ചിമ്മി തുറന്നു. ഉറക്കം പിടിച്ച് മാടിയടയുന്ന കണ്ണുകൾ വലിച്ചു തുറന്നയാൾ മുറിയാകെ വീക്ഷിച്ചു. മുറിയുടെ ജനലിന്റെ തുറന്നു കിടക്കുന്ന പാളി കാറ്റിൽ അടഞ്ഞു കളിക്കുന്നുണ്ട്. അലസതയോടെ എഴുന്നേറ്റയാൾ അയഞ്ഞു വീഴാനാഞ്ഞ മുണ്ട് മുറുക്കിയെടുത്ത് ജനലിന്റെ അടുത്തേക്ക് നടന്നു. ജനൽപ്പാളികൾ അടക്കുന്നേരം പുറത്തുനിന്നും ശക്തമായ വെളിച്ചം അയാളുടെ മുഖത്തേക്ക് പതിച്ചു. കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവിടേക്ക് സൂക്ഷിച്ചു നോക്കിയതും കണ്ടു. മനയുടെ തൊട്ടുപിറകെ ഭാഗത്ത് വളർന്നു നിൽക്കുന്ന പുളിമരത്തിന് കീഴിലായി ഒരു പെൺകുട്ടി. അയാളുടെ കണ്ണുകൾ തിളങ്ങി. അവളുടെ ബാഹ്യ സൗന്ദര്യം മറ്റ് ചിന്തകളിൽ നിന്നും അയാളെ വിലക്കി. അവളുടെ ഒരു വശം മാത്രമേ കണ്ടിരുന്നുള്ളൂ. അയാളുടെ കണ്ണുകൾ അവളെ ആർത്തിയോടെ തിരഞ്ഞു. പതിയെ കട്ടിലിൽ കിടക്കുന്ന തൻ്റെ ഭാര്യയെ ഉണർത്താതെ അയാൾ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഭാനുമതിക്ക് പകരം വന്നവളായിരിക്കും, അയാൾ പതിയെ പറഞ്ഞുകൊണ്ട് മനയിൽ നിന്നും പുറത്തിറങ്ങി. മുളങ്കാടുകൾ കടന്നവർ പാടത്തേക്കെത്തി. പച്ചപ്പ് നിറഞ്ഞ പാടം, മറുവശത്തായി വീടുകൾ കാണാം. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ഉദിച്ചുയരുന്ന സൂര്യന്റെ കിരണം അവരുടെ മുഖത്ത് വന്ന് പതിക്കുന്നുണ്ട്. മണി 11 ആയാലും എണീക്കാത്തവനാ. ഇന്ന് കാലത്ത് തന്നെ എഴുന്നേറ്റ് വന്നതാ. എന്തിനാണാവോ? രുദ്രൻ കളിയോടെ പറഞ്ഞ ആദിയെ നോക്കി. നിങ്ങളല്ലേ പറഞ്ഞേ വേണുവേട്ടൻ്റെ വീട്ടിലേക്ക് പോവാൻ? രാവിലെ അവിടെ കാണാൻ നല്ല ഭംഗിയാണെന്ന്. വേണ്ടൽ വേണ്ട, ഞാൻ പോവാം. ചുണ്ടൊന്ന് കൂട്ടിക്കൊണ്ടവൻ തിരിഞ്ഞു നടക്കാനാഞ്ഞതും നീതു അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ആദിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. എൻ്റെ പൊന്ന ആദിയേട്ടാ, അവർ വെറുതെ കളിയാക്കിയത്. ഏട്ടൻ വാ. അച്ചമ്മ ഇപ്പോൾ എങ്ങോട്ടും വിടുന്നില്ല, ഭയങ്കര ബോറിംഗാണ്. ഇതാകുമ്പോൾ ഇവിടെ അടുത്തല്ലേ. ആദിയേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ധൈര്യമാണ്. എഞ്ചി പറയുന്ന അപ്പുവിൻ്റെ തലയ്ക്കൊരു കൊട്ടുകൊടുത്ത് അവൻ മുന്നോട്ട് നടന്നു. പതിയെ രുദ്രനെയും നിധിയെയും നോക്കി പുരികമുയർത്തി ചിരിച്ചു. സത്യം പറയടാ, നീ പറഞ്ഞ പെണ്ണില്ലേ? അവളുടെ വീട് ഇവിടെ അടുത്തല്ലേ? അവളെ കാണാൻ വേണ്ടിയല്ലേ ഇവൾമാർ പറഞ്ഞപ്പോഴേ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? സത്യം പറയടാ. തൻ്റെ ഇടവും വലവും നിന്ന് പറയുന്ന രുദ്രനെയും നിധിയെയും തള്ളിമാറ്റി അവൻ മുന്നിലേക്ക് കയറി നടന്നു. നിറഞ്ഞൊഴുകുന്ന കൈത്തോടും കടന്ന് അവനൊരു ഓടിട്ട വീടിൻ്റെ മുന്നിലായി എത്തി. വേണുചേട്ടാ. ആഹാ, ആരിത്? മക്കളോ? അയ്യോ മക്കളെ, ഭാർഗവിയമ്മ അറിഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ആവലാതിയോട് ചോദിച്ചുകൊണ്ടയാൾ അവർക്കടുത്തേക്ക് നടന്നു. ഓ, അച്ഛമ്മ അറിഞ്ഞിട്ടില്ല. ഇനി വേണുചേട്ടനായി പറയണ്ട. അല്ല, സുമേച്ചി എവിടെ? അവളകത്തുണ്ട്, മക്കൾ കയറിയിരിക്കെ. വേണു അവരെ ഉമ്മറത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് തിടുക്കത്തിൽ ഭാര്യയെ വിളിച്ച് അകത്തേക്ക് നടന്നു. ആദിയുടെ ശ്രദ്ധ അപ്പോഴും ആ വീടിൻ്റെ ചുറ്റുമായിരുന്നു. പ്രിയപ്പെട്ടതെന്തോ തിരഞ്ഞുകൊണ്ട് അവൻ്റെ കണ്ണുകൾ ചുറ്റും ചലിച്ചു. അപ്പോഴാണ് ആ വീടിൻ്റെ ഒരു വശത്തായി ഒരു കുഞ്ഞു ഓടിട്ട വീട് കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവിടെ ആൾപ്പാർപ്പില്ല എന്ന് തിരിച്ചറിയും വിധമാണ് ആ വീടിൻ്റെ കോലം. അപ്പോഴേക്കും സുമ അവർക്ക് കുടിക്കാൻ ചായയുമായി വന്നു. വേണുവിൻ്റെ ഭാര്യയാണ് സുമ. ഇവർക്ക് മക്കളില്ല. വേണുവിന് 2 ഏട്ടന്മാരാണുള്ളത്, കൃഷ്ണനും പ്രസാദും. പ്രസാദും ഭാര്യ ലതയും ലതയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ലതയ്ക്ക് പ്രായമായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. ഇവർക്ക് 2 പേർക്കും ആണായും പെണ്ണായും 2 മക്കളാണ്. മൂത്തവൻ അനന്തു, ഇളയവൾ ശിവകാമി. വിവാഹം കഴിഞ്ഞു. അത് എൻ്റെ ഏട്ടൻ്റെ വീടാ. ആദ്യം നോക്കുന്നത് കണ്ട് വേണു പറഞ്ഞു. എന്നിട്ട് അവിടെ ആരുമില്ലേ? ഇല്ലെന്ന് തലയാട്ടി മൂളുമ്പോൾ അയാളുടെ കണ്ണ് 2 നിറഞ്ഞിരുന്നു. ആദ്യ സംശയത്തോടെ എന്തോ ചോദിക്കാനാഞ്ഞതും അപ്പോൾ അവൻ്റെ കയ്യിൽ പിടിച്ച് കണ്ണുകൾ കൊണ്ടവനെ വിലക്കി. ചായ കുടിച്ച് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകൾ ആ കുഞ്ഞു വീടിൻ്റെ ചുറ്റുമായിരുന്നു. നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? ആദ്യ പറഞ്ഞതും അവരെല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു. അവരെ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കുന്നവനെ നോക്കിക്കൊണ്ട് അവരും അവന് പിന്നാലെ നടന്നു. ഇത് വേണുചേട്ടൻ്റെ ഏട്ടൻ്റെ വീടാ. അന്ന് ആത്മഹത്യ ചെയ്ത നമ്മളപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. നിധി പറഞ്ഞത് കേട്ട് ആദ്യം ഞെട്ടി. അപ്പോൾ അഗ്നി, അവളുടെ വീട്? അവൻ മൗനമായി ആലോചിച്ചു. ഞാനും നിധിയും കൽക്കട്ടയിലായിരുന്ന സമയത്തായിരുന്നു ഈ സംഭവം. അന്ന് അമ്മയും അച്ഛനും നാട്ടിലായിരുന്നു. അപ്പവും ഞങ്ങൾക്ക് തിരക്കായതിനാൽ വരാൻ കഴിഞ്ഞില്ലായിരുന്നു. ഇനി അഗ്നിയുടെ അച്ഛൻ, അവരുടെ വീട് ഇവിടെയല്ലേ? അവൻ സംശയത്തോടെ ചുറ്റും നോക്കിയപ്പോൾ കണ്ടു വീടിൻ്റെ തെക്കുഭാഗത്തായി 3 അസ്ഥിത്തറകൾ. അവൻ്റെ ഉള്ളമൊന്ന് വിറച്ചുപോയി. അത് കാണുന്നോറും പേരറിയാത്തൊരു നോവ് ഉള്ളിൽ വന്ന് നിറയും പോലെ. എന്തിനായിരുന്നു ഏട്ടാ അവൾ? നീതുവായിരുന്നു. അവൾ വിതുമ്പിക്കൊണ്ട് അവർക്ക് പിറകിലായി വന്ന വേണുവിനെ നോക്കി ചോദിച്ചു. അറിയില്ല മോളെ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് മോളെ പോലെ അവളെ നോക്കിയ. ആ, പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കുഞ്ഞിന് ഈശ്വരൻ എത്ര ആയുസ്സേ കൊടുത്തിട്ടുണ്ടാവൂ. നിങ്ങൾക്ക് വേറൊരു ഏട്ടനില്ലേ? അവൻ്റെ ഭാര്യയുടെ കൂടെയാ താമസം. കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അത് കേട്ടതും അവൻ്റെ മുഖത്തൊരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു. അവളുടെ മകളാണല്ലേ അഗ്നി? ആദ്യ ചോദിച്ചതും വേണു അല്ലെന്ന് തലയാട്ടി. പിന്നെ അവൻ്റെ മുഖം ചുളിഞ്ഞു. അവരാരും മിണ്ടിയില്ല. എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത നോവ് നിറഞ്ഞു. എൻ്റെ കൃഷ്ണേട്ടൻ്റെ മകളാണ്. അസ്ഥിത്തറ നോക്കി വിതുമ്പിക്കൊണ്ട് അയാൾ ഉമ്മറത്തേക്ക് ചെന്നു. അവിടെ ചുമരിൽ തൂക്കിയിട്ട ഫോട്ടോയ്ക്ക് മുന്നിലായി നിന്നയാൾ കണ്ണീർ വാർത്തു. ആദിയുടെ നോട്ടവും അവിടേക്കായി. ഉമ്മറത്ത് മാല തൂക്കിയിട്ട 3 ഫോട്ടോ. പ്രായമായ ഒരു അച്ഛനും അമ്മയും. അവരുടെ നടുവിലായി പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി. ആദിയുടെ ഉള്ളിൽ കൂടി ഒരു വിറയൽ കടന്നുപോയി. അവൻ ഞെട്ടിക്കൊണ്ട് ആ പെൺകുട്ടിയെ സൂക്ഷിച്ചു നോക്കി. അഗ്നി! അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ശില പോലെ തറഞ്ഞു നിന്നവൻ. ചുറ്റുമുള്ളതെല്ലാം നിശ്ചലമായതുപോലെ അവൻ്റെ കണ്ണുകൾ ഒരു വേള ആ അസ്ഥിത്തറയിലേക്ക് നീണ്ടു. പതിയെ അവൻ ഉമ്മറത്ത് നിന്നും അവിടേക്ക് നടന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു.
പൊന്നുപോലെ ഞങ്ങളെല്ലാവരും അവളെ നോക്കിയത്. എന്നാൽ അവളുടെ ഒരു ആഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഇതുവരെ എതിര് പറഞ്ഞിട്ടില്ല. പക്ഷെ അവൾക്കൊരു പയ്യനെ ഇഷ്ടമാണെന്ന് മാത്രം അവൾ ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല. അവസാനം ഇടറിയ സ്വരത്തിൽ അത്രയും പറഞ്ഞതും വേണു പൊട്ടിക്കരഞ്ഞു പോയി. കുറച്ചു നേരം അവിടെ നിന്നു. യാത്ര പറഞ്ഞ് തിരികെ വരുമ്പോൾ ആദി ഭയങ്കര സൈലൻ്റായിരുന്നു. വേണു പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ ചെവിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങി കേട്ടു. ഗർഭിണിയാണെന്നൊക്കെയാണ് നാട്ടുകാർ പറഞ്ഞ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് സത്യം അറിഞ്ഞ്. ആ നാരമോൻ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞത് എൻ്റെ കുട്ടിയെ. പാവം, സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു മുഴം കയറിൽ അങ്ങ് തൂങ്ങി. അവൻ ആരാണെന്ന് കുറേ അന്വേഷിച്ചു, കിട്ടിയില്ല. അപ്പോഴേക്കും എൻ്റെ ഏട്ടനും ഏട്ടത്തിയും കൂടെ അങ്ങ് പോയി. മുളങ്കാട് കടന്നവർ മനയിലേക്കെത്തി. പോയ ഉത്സാഹമൊന്നും ആർക്കും തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും മുഖം വാടി തളർന്നിരുന്നു. അയ്യോ ഈശ്വര, ആരെങ്കിലും ഒന്ന് ഓടിവായോ! ഉച്ചത്തിലുള്ള ആ ശബ്ദം മനയിലാകെ അലയടിച്ചു. പരസ്പരം മുഖത്തോട് നോക്കി അവർ മനയെ ലക്ഷ്യം വെച്ച് ഓടി. മനയ്ക്ക് പിറകിലേക്ക് പുളിമരത്തിന് ചുറ്റുമായി മനയിലെ ജോലിക്കാരുണ്ട്. ശബ്ദം കേട്ട് അവിടേക്കെത്തിയ അംബിക അവിടുത്തെ കാഴ്ച കണ്ട് അലറി വിളിച്ചു. നിമിഷ നേരം കൊണ്ട് അവർ ബോധം മറിഞ്ഞ് പിറകിലേക്ക് വീണു. പിന്നാലെ വന്നവരെല്ലാം നടുക്കത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. പുളിമരത്തിൻ്റെ ചില്ലയിലായി തൂങ്ങിയാടുന്ന ഭദ്രൻ്റെ ജീവനറ്റ ശരീരം. കണ്ണു തുറച്ച് നാവ് പുറത്തേക്ക് തള്ളി. എല്ലാവരും ഒരു നിമിഷം നിശ്ചലമായി നിന്നു. ഉടുത്തിരുന്ന കാവിമുണ്ട് മരത്തിന് താഴെയായി വീണ് കിടപ്പുണ്ട്. പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു. പോലീസ് വന്നു, ബോഡി കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചെത്തിയതും ബോഡി മനയിലെ തെക്കേ തൊടിയിൽ ദഹിപ്പിച്ചു. ഭദ്രന് മറ്റു ബന്ധുക്കൾ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭദ്രനെ അവിടെ ദഹിപ്പിച്ചു. നേരം ഉച്ച കഴിഞ്ഞിരുന്നു. വെയിൽ മാഞ്ഞു തുടങ്ങി. മനയിൽ 1-2 കുടുംബക്കാർ മാത്രമുണ്ട്. സന്ധ്യ ആയതോടെ അവരും മടങ്ങി. റൂമിലെ ബാൽക്കണിയിൽ സ്വിംഗ് ചെയറിൽ ഇരിക്കുകയാണ് ആദി. മനസ്സാകെ മരവിപ്പ് പോലെ. ചുറ്റുമുള്ളതെല്ലാം യാന്ത്രികമായാണ് തോന്നിയത്. അച്ഛൻ്റെ മരണമാണോ, അഗ്നിയാണോ ഈ വേദനയ്ക്ക് പിന്നിൽ? അവൻ മൗനമായി നിന്നു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൻ താഴേക്ക് ചെന്നു. ആകെ മൂകമായ അന്തരീക്ഷമായിരുന്നു മനയാകെ. പ്രതീക്ഷിക്കാതെ വന്ന മരണം അത് അവിടെയുള്ളവരെ വല്ലാതെ ബാധിച്ചിരുന്നു. ഇലഞ്ഞിമരവും കടന്ന് കുളക്കടവിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ ഉള്ളം അകാരണമായി മിടിച്ചു. ശൂന്യമായ കുളപ്പടവും വാടിക്കരിഞ്ഞു നിൽക്കുന്ന വെള്ളാമ്പലും. അവൻ്റെ ചെന്നിയിൽ വിയർപ്പ് പൊടിഞ്ഞു. കണ്ണുകൾ നീറിപ്പുകഞ്ഞു. ഇടർച്ചയോടെ അവൻ മുന്നോട്ട് നടന്നു. മനസ്സിൽ ചോദ്യങ്ങൾ കൂരമ്പ് പോലെ തറഞ്ഞു നിൽക്കുകയാണ്. തളർച്ചയോടെ അവൻ ആ പടവിലേക്കിരുന്നു. കൈവെള്ളയിൽ മുഖമമർത്തി ഇതുവരെ പിടിച്ചുവെച്ച കണ്ണുനീരിനെ അവൻ സ്വതന്ത്രമാക്കി വിട്ടു. നിമിഷങ്ങളോളം അവൻ അവിടെയിരുന്നു. തോളിലേറ്റ കരസ്പർശം. അവൻ പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കി. കൺപീലിയെ ചുംബിച്ചുകൊണ്ട് കണ്ണുനീർ കവിളിലേക്ക് ഒഴുകിയിറങ്ങി. അഗ്നി. നിമിഷ നേരം കൊണ്ട് വിടർന്ന ആ ചുണ്ടുകൾ മെല്ലെ മൊഴിഞ്ഞു. കണ്ണിമ വെട്ടാതെ അവളെ നോക്കിക്കൊണ്ടവൻ ആഞ്ഞു പുണർന്നവൻ ഗാഢമായി. അഗ്നി, ഞാൻ വിചാരിച്ചു നീ എന്നെ വിട്ടുപോയെന്ന്. ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി പെണ്ണേ. ഇടറിക്കൊണ്ടുള്ള പതിഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞവൻ അവളെ വരിഞ്ഞു മുറുക്കി. ഓരോ നിമിഷം കൂടുന്തോറും അതിൻ്റെ തീവ്രത വർദ്ധിച്ചു. അവൻ്റെ കണ്ണിൽ നിന്നും അടർന്നു വീണ കണ്ണുനീർ അവളുടെ മുടിയിഴകളിൽ അലിഞ്ഞു ചേർന്നു. ആദി. പതിഞ്ഞ സ്വരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു അവളുടെ ശബ്ദം. അവൻ പകപ്പോടെ അവളെ നോക്കി. അവൻ്റെ ഉള്ളിൽ ആദിയേട്ട എന്ന് കൊഞ്ചലോടെ വിളിക്കുന്ന ഒരു വേള ഓർമ്മ വന്നു. അവൾ തന്നെയാണോ ഇത്? ചുവന്നു കലങ്ങിയ കണ്ണുകൾ, പാറിപ്പറന്ന മുടി. ഒരു നേരം കൊണ്ട് അവനാകെ കോലം കെട്ടതുപോലെ തോന്നി അവൾക്ക്. ഞാനൊരു ആത്മാവാണ്. 4 വർഷങ്ങൾക്ക് മുമ്പേ ഈ ലോകത്തിൽ നിന്നും ഇല്ലാതായ ഒരുവളുടെ ദേഹം വെടിഞ്ഞ ആത്മാവ് മാത്രം. ഭാവഭേദമൊന്നുമില്ലാതെ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ആ, അറിയാം. ശബ്ദം അടഞ്ഞു പോയിരുന്നു അവൻ്റെ. കണ്ണുകൾ അപ്പോഴും അവളുടെ തീഷ്ണതയേറിയ കണ്ണുകളിലായിരുന്നു. അവൻ അവളുടെ മുഖം 2 കൈയിലുമായി കോരിയെടുത്തു. പ്രണയമാണ്, എൻ്റെ പ്രാണനാണ് അഗ്നിക. അവളെന്നും ഈ ആദിയുടെ മാത്രമാണ്. നിന്റെ ഓരോ ചലനത്തിനെയും സ്വന്തമാക്കിയവൻ, നിന്റെ പ്രണയത്തെ പൂർണ്ണമായി അറിഞ്ഞവൻ. ആ നീ ഒരു ആത്മാവ് മാത്രമാണെന്ന് കരുതി ഞാൻ നിന്നെ ഉപേക്ഷിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി ഒരു ജീവനായി എന്നെ നീ സ്വീകരിച്ചില്ലെങ്കിൽ നിനക്ക് വേണ്ടി എൻ്റെ ദേഹം വെടിയാനും ഞാൻ ഒരുക്കമാണ്. തീവ്രതയോടെ പറഞ്ഞവൻ അവളുടെ 2 കൺപോളകളിലും നേർമമായി ചുണ്ടമർത്തി. പിടച്ചിലൂടെ അവൾ അവനിൽ നിന്നും വിട്ടുമാറി തിരിഞ്ഞു നടന്നു. ഇല്ല, കഴിയില്ല. തടയണം തനിക്കവനെ. അവൻ്റെ കുടുംബമാണ് തൻ്റെ ലക്ഷ്യം. അവൻ്റെ അച്ഛൻ്റെ മരണം അത് തൻ്റെ കൈകൊണ്ട്. അവൻ അറിഞ്ഞാൽ ഞാൻ മരിച്ചുപോയതല്ലാതെ മറ്റൊന്നും അവനറിയില്ലല്ലോ. ഇല്ല, സ്വന്തം അച്ഛൻ തന്നെ ഇല്ലാതാക്കിയത് അവൻ ഒരിക്കലും അറിയണ്ട. അവനെ വേദനിപ്പിക്കാൻ പാടില്ല. എനിക്കറിയാം അഗ്നി, എൻ്റെ അച്ഛനെ കൊന്നത് നീയാണല്ലേ. നിർവികാരതയോടെ പറഞ്ഞവൻ അവളുടെ 2 കൈകളും ചേർത്ത് പിടിച്ചു. മനയിലൊരു ദുരാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് സ്വാമി പറഞ്ഞപ്പോൾ ഞാനാദ്യം വിശ്വസിച്ചിരുന്നില്ല. അല്ലേലും എനിക്ക് ഈ ദൈവത്തിലോ പ്രേതത്തിലോ ഒന്നും തന്നെ വിശ്വാസമുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ നിമിഷം, നിന്റെ ഫോട്ടോ ചുവരിൽ മാലയിട്ട് തൂക്കിയത് കണ്ട ആ നിമിഷം, സകല ദൈവത്തെയും വിളിച്ചു ഞാൻ. ഉള്ളം കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ഞാൻ കണ്ട കാഴ്ച മായയാകണമെന്ന്. പടിക്കെട്ടിൽ തളർന്നിരുന്ന അവൻ്റെ വാക്കുകൾ ഇടറിക്കൊണ്ടേയിരുന്നു. എന്നാൽ അന്ന് ഞാൻ കണ്ട സ്വപ്നവും ഇന്നത്തെ കാര്യങ്ങളും. ഇനി എനിക്ക് ഒന്നു മാത്രം അറിഞ്ഞാൽ മതി. മനയിൽ കുടികൊള്ളുന്ന ആത്മാവ് നീയാണെങ്കിൽ എൻ്റെ അച്ഛന് നിന്റെ മരണമായി എന്ത് ബന്ധമാണുള്ളത്?
നിന്നെ ഈ ലോകത്ത് നിന്നും പറഞ്ഞയച്ച എല്ലാവരെയും നീ കൊല്ലും. അങ്ങനെയെങ്കിൽ എൻ്റെ അച്ഛൻ ഇതിൽ എന്താണ് റോൾ? ഭാനുമതിയെപ്പോലെ ഒരു ദുർമരണം കൂടെ നടക്കും എന്ന് സ്വാമി പറഞ്ഞത് അത് എൻ്റെ അച്ഛൻ്റെ മരണമാണോ സ്വാമി ഉദ്ദേശിച്ചത്? അങ്ങനെയെങ്കിൽ ഭാനുമതി അവരുടെ മരണം. അഗ്നി പറയൂ, നിന്റെ ചെറിയച്ഛൻ പറഞ്ഞതുപോലെ നീ ആത്മഹത്യ ചെയ്തതല്ല എങ്കിൽ നിന്നെ കൊന്നത് ആരാണ് അഗ്നി? പറ അഗ്നി, ആരാ അത്? നിന്റെ അച്ഛൻ. അവളുടെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു. അവളുടെ മുഖം രോഷത്താൽ ചുവന്നു. പ്രകൃതി വന്യമായി. ശക്തമായ കാറ്റ് ആഞ്ഞു വീശി. അച്ഛൻ മരിച്ചത് മുതൽ അംഗീകരിക്കാൻ തുടങ്ങിയതാണ് ഈ സത്യം. അവളുടെ മരണത്തിൽ പങ്കുണ്ടായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ അവളെ കൊന്നു എന്നത് അവനിൽ അത് വല്ലാത്തൊരു നോവുണർത്തി. നിനക്കറിയണ്ടേ ഞാൻ എങ്ങനെ മരിച്ചുവെന്ന്? അറിയണ്ടേ? അവളുടെ സ്വരം തേങ്ങലും വന്യതയും നിറഞ്ഞതായിരുന്നു. അവനൊരു പിടച്ചിലോടെ അവളെ മിഴികൾ ഉയർത്തി നോക്കി. ഇന്നൊരു ആത്മാവായി അലഞ്ഞു നടക്കുന്ന ഈ വഴിയോരം ഒരു കാലത്ത് എൻ്റെ മാത്രമായിരുന്നു. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ ഓടിയെത്തുന്നിടം. വേണുവേട്ടനില്ലേ, എൻ്റെ ചെറിയച്ഛൻ? ആൾ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു 4 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ. ഭയങ്കര തമാശക്കാരനാ. ഏതു നേരവും എന്നെ കളിയാക്കി നടക്കും. ഞാനും അച്ഛനും അമ്മയും ചെറിയമ്മയും അങ്ങനെ ഞങ്ങൾ മാത്രം അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവളത് പറയുമ്പോൾ ആ കണ്ണുകളിൽ നീർമുത്തുകൾ ഉരുണ്ടുകൂടിയിരുന്നു. ഇണക്കവും പിണക്കവും നിറഞ്ഞ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ അവളുടെ ഓർമ്മകളിൽ നോവോടെ തെളിഞ്ഞു വന്നു. അഗ്നി! അമ്മയുടെ വിളി കേട്ട് അടഞ്ഞു കിടന്ന മിഴികൾ പതിയെ തുറന്നവൾ കൈയെത്തിച്ച് ജനലോരത്ത് വെച്ച് ആ കുഞ്ഞു മൊബൈൽ കയ്യിലെടുത്തു. 2 റബ്ബർ ചുറ്റിവെച്ച ആ ഫോണിലാകെ പാട്ട് കേൾക്കാനും ഗെയിം കളിക്കാനും മാത്രമേ പറ്റൂ. ഫോണിലെ സെൻറ്റർ ബട്ടൺ ഞെക്കിക്കൊണ്ട് അവൾ ഈർഷ്യയോടെ റൂമിൽ നിന്നും എഴുന്നേറ്റു. എന്താ അമ്മേ? മയക്കം പിടിച്ചു വന്നപ്പോഴുള്ള അമ്മയുടെ വിളി ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ ചോദിച്ചു. ഇന്നാ നീ ഇത് കൊണ്ടുപോയി ചെറിയമ്മക്ക് കൊടുത്തേ. സ്റ്റീലിൻ്റെ ഒരു കുഞ്ഞു പിഞ്ഞാണം അടച്ചുകൊണ്ട് രാധിക അത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇതെന്താ? സംശയത്തോടെ അവളതിൻ്റെ അടപ്പ് തുറന്നുകൊണ്ട് രാധികയെ നോക്കി. പുഴുങ്ങി വെച്ച കപ്പയും അതിനു മുകളിൽ മറ്റൊരു കുഞ്ഞു പാത്രത്തിലായി മീൻകറിയും. അടപ്പ് തുറന്നപ്പോൾ മൂക്കിലേക്കടിച്ച പച്ച വെളിച്ചെണ്ണയുടെ ഗന്ധം. അവൾ കണ്ണടച്ചത് ആസ്വദിച്ചു. ഓടിട്ട് ആ കുഞ്ഞു വീട് കടന്നവൾ അതിൻ്റെ മറുവശത്തെ വീട്ടിലേക്ക് ചെന്നു. ചെറിയച്ഛൻ വന്നോ ചെറിയമ്മേ? അടുക്കള ഭാഗത്തെ പുറന്തണ്ണയിലിരിക്കുന്ന സുമയുടെ അരികിലേക്ക് വന്നിരുന്നുകൊണ്ട് അഗ്നി ചോദിച്ചു. ആ മോളെ, ഇല്ലടോ, ഇന്നവിടെ കണക്കെടുപ്പ് നോക്കുന്ന ദിവസമാണ്, അതുകൊണ്ട് വൈകും. വർഷങ്ങളായി മനയിലെ കാര്യസ്ഥനാണ് വേണു. അവിടെ തന്നെ ഒരു ഫാക്ടറിയിലാണ് അഗ്നിയുടെ അച്ഛൻ കൃഷ്ണനും ജോലി ചെയ്യുന്നത്. അല്ല, ഇതെന്താ നിന്റെ കയ്യിൽ? ഇത് കപ്പയും മത്തിക്കറിയും അമ്മ തന്നു വിട്ടതാ. ആണോ? എന്നാൽ എൻ്റെ മോളത് ആ അടുക്കളയിലേക്ക് വെച്ചേക്ക്. എൻ്റെ കയ്യിൽ അപ്പടി പുളിയാ. അഗ്നിയോടത് പറഞ്ഞവർ കയ്യിലുള്ള പുളി ഒരു മുറത്തിലേക്ക് ഇട്ടു. ഇത് ഒരുപാടുണ്ടല്ലോ ചെറിയമ്മേ. സുമക്കരികിൽ ഇരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. അവിടെ നിരത്തി വെച്ച പുളികൾ ഓരോന്നും തോട് അടർത്തി അവൾ മുറത്തിലേക്കിട്ടു. ഇന്ദ്രാവതീന അവിടെ 2 എണ്ണം ഉണ്ടായിരുന്നല്ലോ, അതിലൊരു പുളിമരം അങ്ങ് മുറിച്ചു. വേണുവേട്ടൻ കൊണ്ടുവന്നതാ. പഴുത്തു നിൽക്കുന്ന പുളിയിൽ നിന്ന് ഒരു കുരുവെടുത്ത് അവൾ വായിലേക്കിട്ടു. മുഖം ചുളിച്ചുകൊണ്ട് അത് ചവച്ചിറക്കി. +2 കഴിഞ്ഞില്ലേ മോളെ, ഇനി നീ എന്തിനാ പോണേ? നിനക്ക് ഡിഗ്രി ചെയ്യാൻ താല്പര്യമില്ലേ? രാധികയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു നിനക്ക് താല്പര്യമില്ലെന്ന്. ശിവ ഡിഗ്രി അല്ലേ കുഞ്ഞെ പഠിച്ചത്, നിനക്കും അത് പഠിച്ചാൽ പോരെ? ഓ, അതൊക്കെ വലിയ പാടാ ചെറിയമ്മേ. ആദ്യം എന്തേലും ചെറിയൊരു കോഴ്സ് പഠിക്കട്ടെ, അത് കഴിഞ്ഞ് വേണാച്ചാ ഡിഗ്രി പഠിക്കാം. ഇങ്ങനൊരു മടിച്ചി. സന്ധ്യാസമയം. മാനത്താകെ അന്തിച്ചോപ്പ് പടർന്നിരുന്നു. നാട്ടിൽ നിന്ന് വല്യച്ഛനും കുടുംബവും വന്നത് വേണുമാമനെ അറിയിക്കാൻ അവൾ മനയിലേക്ക് ഓടി. അല്ലേലും മനയിലേക്ക് പോകുന്നത് അവളെ സംബന്ധിച്ച് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അറിയാതെയെങ്കിലും തൻ്റെ പ്രണയത്തെ കണ്ടാലോ. വന്നിട്ടുണ്ടാകുമോ? മനയുടെ 4 ഭാഗത്തായി അവളുടെ മിഴികൾ പരതി. ഒഴിഞ്ഞു കിടക്കുന്ന കാർ പോർച്ച് കാണെ അവളിൽ ഒരു നിരാശ പടർന്നു. മനയിലാകെ ഉള്ളത് ഒരു ബ്ലാക്ക് കളർ ബെൻസാണ്, അതും നകുലൻ്റെ. പിന്നെ 2 ബുള്ളറ്റും. ദേവന്റെ ബ്ലാക്ക് ആൻഡ് സിൽവറും രുദ്രന്റെ ബ്ലാക്ക് ആൻഡ് റെഡ് ബുള്ളറ്റും. അഗ്നി! വേണുവിനെ കണ്ട് മടങ്ങും വഴി അവളെ വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കി. പുഞ്ചിരിയോടെ തൻ്റെ അരികിലേക്ക് വരുന്ന നീതു. ഇവിടെ ആകെയുള്ള തൻ്റെ കൂട്ട്. മനയിലെ മറ്റാരുമായും തനിക്ക് അത്ര അടുപ്പമില്ല. നീതുവിൻ്റെ അമ്മയോടും അവളുടെ ചെറിയമ്മയോടും കണ്ടാൽ വല്ലതും മിണ്ടും. എന്നാലും തന്നെ വലിയ കാര്യമാണ്. ഇവിടുത്തെ ഭാർഗവി അമ്മയ്ക്ക് തന്നെ കണ്ടാൽ ഒരു കൂർത്ത നോട്ടം തിരിച്ചു കിട്ടൽ പതിവാ. ആളിച്ചിരി കർക്കശക്കാരിയാ. എന്താ പെട്ടെന്ന് പോയേ? കയ്യിൽ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്നവളെ നോക്കി ഒന്നും മിണ്ടാതെ അവൾ 2 കണ്ണുകളും ചിമ്മിക്കാട്ടി. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. കളിയോടെ പറയുന്നവളെ തെല്ല അത്ഭുതത്തോടെ നോക്കിയവൾ. ഇങ്ങനെ കണ്ണുമിഴിക്കണ്ട കള്ളിപ്പൂച്ച. ആരും കാണാതെ പാല് കുടിക്കുകയാണല്ലോ. നീതെന്തൊക്കെയാ പെണ്ണെ പറയുന്നേ? ശബ്ദത്തിലെ പതർച്ച മറച്ചുകൊണ്ടവൾ ചോദിക്കലും മറുഭാഗത്തൊരു പൊട്ടിച്ചിരിയായിരുന്നു വന്നത്. നീ ഇങ്ങനെ വിറച്ചു നിൽക്കുന്നത് കാണാൻ നല്ല ചേലുണ്ട് പെണ്ണെ. പറയലും അവളുടെ ഉരുണ്ട 2 കവിളുകളും നീതു ഞെക്കിപ്പിടിച്ചിരുന്നു. ആ! എരിവ് വലിച്ചുകൊണ്ടവൾ അവളിൽ നിന്നും അടർന്നു മാറി. ഇതെന്താണെന്ന് അറിയോടി? ഉയർത്തിപ്പിടിച്ച നീതുവിൻ്റെ കയ്യിലെ പേപ്പറും മറുകൈയിലെ മഞ്ചാടിക്കുരുക്കളും കണ്ടതും അഗ്നി നിന്ന് വിയർത്തു. അത് പിന്നെ നീതു, നിന്നെ ഒന്ന് വിരട്ടാമെന്ന് കരുതിയതാ. പക്ഷേ എൻ്റെ പെണ്ണിനെ കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നു.
അതുകൊണ്ടൊരു കാര്യം മാത്രം ചോദിക്കാം, നിനക്ക് ശരിക്കും നീതു പറഞ്ഞ് മുഴുവനാക്കും മുന്നേ തലയാട്ടി ഒരു ചെറുമൂളൽ വന്നു കഴിഞ്ഞിരുന്നു. അവൾ വിടർന്ന കണ്ണുകളോടെ അഗ്നിയെ നോക്കി. സമപ്രായക്കാരാണെങ്കിലും നീതു അഗ്നിയേക്കാൾ ഒരു ക്ലാസ്സിന് താഴെയാണ്. അവളിപ്പോൾ +2 ആണ് പഠിക്കുന്നത്. ഒരിക്കൽ വേണുവേട്ടനെ അന്വേഷിച്ചു വന്നപ്പോൾ പരിചയപ്പെട്ടതാ. പിന്നെ അങ്ങ് ഉള്ളിൽ കൂടി. ഇപ്പോൾ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തു കൂടെയാണ് അവൾ. ആദ്യേട്ടൻ്റെ റൂമിലെ ഡയറിയിൽ നിന്നും കിട്ടിയ ഈ കത്തുകളും അതിന് ചുവട്ടിലായി വെച്ച മഞ്ചാടിക്കുരുക്കളും ആദ്യമായി കണ്ടപ്പോൾ അത്ഭുതമായിരുന്നു. വല്ലപ്പോഴും നാട്ടിൽ വരുന്ന ആദ്യേട്ടനെ അവൾ എങ്ങനെ? ആ കത്തിലെ ഓരോ വരിയും വായിക്കുമ്പോൾ അവൾ അറിഞ്ഞിരുന്നു അഗ്നിയുടെ തീവ്ര പ്രണയത്തിൻ്റെ ആഴം. നീതെങ്ങനെ? വിക്കിയാണ് ചോദ്യം. നീത് പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചു. മനയുടെ പിറകുവശത്തെ ഇലഞ്ഞിമരത്തിന് ചുവട്ടിലിരിക്കുകയായിരുന്നു ഇരുവരും. കത്തുകളിലൂടെ അറിഞ്ഞ പ്രണയം അവളുടെ നാവിലൂടെ തെല്ലത്ഭുതത്തോടെ കേൾക്കുകയായിരുന്നു നീതു. അതൊക്കെ അറിഞ്ഞു. കളിയോടെ ചിരിച്ചുകൊണ്ട് അന്നൊരിക്കൽ മനയിൽ വന്നപ്പോൾ ആദിയുടെ മുറിക്ക് മുന്നിൽ പരിഭ്രമത്തോടെ നിൽക്കുന്ന അവളെ കണ്ട് സംശയത്തോടെ അവൾ പോയി കഴിഞ്ഞ് മുറിയിലേക്ക് ചെന്നതും അവിടെ ബെഡ് ടേബിളിൽ കിടക്കുന്ന ഡയറി കണ്ടതും ഈണത്തോടെ നീതു അഗ്നിയെ പറഞ്ഞു കേൾപ്പിച്ചു. അല്ല, നീ ഇത് ആദ്യേട്ടനെ അറിയിക്കണ്ടേ? അത് കേട്ടതും അവളിൽ വല്ലാത്തൊരു പരിഭ്രമം കടന്നു വന്നു. വേണ്ട നീതു. വേണ്ടാന്നോ? പിന്നെ എന്നെ ആദ്യേട്ടന് ഇഷ്ടാവോ പെണ്ണെ? അതെന്താ, എൻ്റെ പെണ്ണ് സുന്ദരിയല്ലേ? വാടിയ മുഖത്തോടെ പറയുന്നവളെ നോക്കി അവൾ മൂക്ക് പിടിച്ചു വലിച്ചു. ഇനി ആവശ്യമില്ലാത്ത വല്ല കോംപ്ലക്സും കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ദേ നോക്ക്, നീ ഇപ്പോൾ തന്നെ അങ്ങ് എടുത്തു മാറ്റിയേക്ക്. വലിപ്പവും ചെറുപ്പവും നോക്കിയല്ല സ്നേഹിക്കേണ്ടത്, കേട്ടല്ലോ? തൻ്റെ മനസ്സിലെ ആശങ്ക അറിഞ്ഞെന്നോണം പറയുന്നവളെ ഒരു പുഞ്ചിരിയോടെ നോക്കി. ഇനി നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയും ആദ്യേട്ടനോട്. പറഞ്ഞുകൊണ്ട് നീതു അവളെ കണ്ണിറുക്കി കാണിച്ചു. ഇന്നലകൾ പോലെ ആ ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞു നിന്നു. മിഴികൾ തൊട്ടടുത്ത് നിൽക്കുന്നവനിലേക്കായി തല താഴ്ത്തിയിരിക്കുവാണ്. അഗ്നി! തല ഉയർത്താതെ തന്നെ അവൻ വിളിച്ചു. എന്തെല്ലാമോ വികാരങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു ആ വിളിയെ, ആത്മാവിനെ തൊട്ടുണർത്തും പോലെ. നീതു എന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നു. നോവ് നിറഞ്ഞ ആ സ്വരം, അത് കേൾക്കി അവളുടെ ചുണ്ടുകൾ പതിയെ വിടർന്നു. ദയനീയമായി. ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞില്ലല്ലോ പെണ്ണെ. അവളൊന്ന് വിറച്ചു. അത്രമേൽ ദയനീയമായിരുന്നു ആ സ്വരം. നീയും നീതുവും ഇത്രമേൽ കൂട്ടായിരുന്നെങ്കിൽ അന്ന് കുളപ്പടവിൽ വെച്ച് ഞങ്ങൾ വന്ന സമയം നീയായിരുന്നു അവളെ ഉപദ്രവിക്കാൻ. പക്ഷേ എന്തിനു നീതു? എന്തോ ഓർമ്മയിൽ അവളെ നോക്കി ചോദിച്ചതും അവൻ്റെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു. അവളുടെ ഉള്ളിൽ കനലാളി. ചുവപ്പ് വ്യാപിച്ച കണ്ണുകൾ അവൾ ഇറുക്കി അടച്ചു. കാര്യസ്ഥൻ്റെ ചേട്ടൻ്റെ മകൾ മനയിലെ ചെറുക്കനെ സ്നേഹിക്കുക, ആദ്യമെല്ലാം ഒരുതരം അപകർഷതാബോധം. പക്ഷെ അതിനേക്കാൾ ഉയർന്നു നിന്നെൻ്റെ പ്രണയം. അവിടെ മറ്റൊന്നിനും സ്ഥാനമില്ലായിരുന്നു. നിയന്ത്രണമില്ലാതെ ഞാൻ പ്രണയിച്ചു. നിനക്കായി എഴുതുന്ന ഓരോ വരികളും ഞാൻ നീതുവിനെ ഏൽപ്പിച്ചു. അതെല്ലാം ആദ്യേട്ടൻ അറിയുമ്പോൾ എന്താവും പ്രതികരണം? വായിച്ചിട്ടുണ്ടാകുമോ? അതോ കളിയാക്കി കാണുമോ തൻ്റെ പ്രണയത്തെ? ഒരിക്കൽ പോലും നീതു അത് കൊടുത്തു കാണില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ആദ്യേട്ടൻ വായിക്കുന്ന ഓരോ നിമിഷവും സ്വപ്നം കണ്ട് ഞാൻ ഓരോ വരികളും കുത്തിക്കുറിച്ചു. അന്നൊരിക്കൽ സന്ധ്യക്ക് മനയിലെ ഭാർഗവിയമ്മയുടെ മക്കളും കൊച്ചുമക്കളും വന്നെന്ന ചെറിയച്ഛൻ്റെ വാക്ക് മഞ്ഞുപോലെയായിരുന്നു എൻ്റെ കാതിൽ വന്ന് സ്പർശിച്ചത്. ദേഹമാകെ കുളിർന്നു. ഒരു വേള ആ കത്തിൻ്റെ കാര്യം ഓർമ്മ വന്നതും എന്നിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. മുഖമാകെ ചുവന്നു. എങ്ങനെയെങ്കിലും ഒരു നോക്ക് കാണാൻ ഉള്ളം കൊതിച്ചു. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് പുറത്തിറങ്ങിയതും ഒരു ഓട്ടമായിരുന്നു. മുളങ്കാടുകൾ ഓടിക്കടന്ന് ഇലഞ്ഞിമരത്തിന് ചുവട്ടിലൂടെ അവൾ നടന്നു. പതിവ് തെറ്റി നിശബ്ദമായിരുന്നു അവിടം. കൊച്ചുമക്കൾ വന്നാലാണ് മനയിൽ പൊതുവെ ആളനക്കമുണ്ടാവുക. ആവേശത്തോടെ അവളുടെ മിഴികൾ പോർച്ചിലേക്ക് നീണ്ടു. 2 ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ. പെട്ടെന്നായിരുന്നു അവിടേക്ക് മനയിലെ തോട്ടക്കാരൻ സുഗുണൻ വന്നത്. ആ അഗ്നിമോളെന്താ ഈ നേരത്ത്? ഞാൻ നീതുവിനെ കാണാൻ. ഉള്ളിലെ പരിഭ്രമം മറച്ചുവെച്ചവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അവർ ഇവിടെ ഇല്ല കുഞ്ഞെ, എല്ലാവരും കൂടെ പുറത്തു പോയതാ. അംബിക കുഞ്ഞ് വന്നിട്ടുണ്ടേ, അവരുടെ കൂടെ കുടുംബക്ഷേത്രത്തിൽ പോയതാ. നിധിച്ചേട്ടൻ വന്നില്ലല്ലോ? മടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഇല്ല, നിധിക്കുഞ്ഞും ആദിക്കുഞ്ഞും വന്നിട്ടില്ല. ഞാനെന്നാ പോയി മോളെ, അവരെത്താൻ ചിലപ്പോൾ വൈകും. അതും പറഞ്ഞ് അയാൾ പോയി. അവളിൽ വല്ലാത്ത നിരാശ വന്ന് നിറഞ്ഞു. ഉള്ളം തേങ്ങി. കാത്തു നിന്നിട്ടൊടുക്കം നിരാശയോടെ മനയുടെ പിൻഭാഗത്തുകൂടെ അവൾ നടന്നു. വളർന്നു നിൽക്കുന്ന മൂവാണ്ടന്മാവിൻ്റെ അരികിലൂടെ നടന്നതും എവിടെ നിന്നോ അവ്യക്തമായി അടക്കിപ്പിടിച്ച സ്വരങ്ങൾ അവളുടെ കാതിൽ വന്നു പതിച്ചു. മിഴികൾ 4 ഭാഗവും പരതി. മുന്നോട്ട് നടക്കാൻ ആഞ്ഞതും വീണ്ടും കേട്ടു. കാതുകൾ കൂർപ്പിച്ചുകൊണ്ട് അവൾ ഒരു നിമിഷം നിന്നു. ചായ്പിൽ നിന്നും എന്തോ തട്ടിമറിയുന്ന ശബ്ദം. കാലുകൾ പിടിച്ച് കെട്ടിയതുപോലെ നിന്നു. ഇവിടെ ആരുമില്ലെന്നല്ലേ പറഞ്ഞ്? സ്വയമേ പറഞ്ഞവൾ പരിഭ്രമത്തോടെ ചായ്പിൻ്റെ അടുത്തേക്ക് നടന്നു. ചായ്പിൻ്റെ പിൻവശത്തെ തുറന്നു കിടക്കുന്ന ജനവാതിലിലൂടെ അവൾ ഉള്ളിലേക്ക് നോക്കി. പരസ്പരം കെട്ടിപ്പുണർന്നു കിടക്കുന്ന നഗ്നമായ 2 ശരീരങ്ങൾ. മിഴികൾ ഇറുക്കി അടച്ചവൾ മുഖം താഴ്ത്തി. ഇടയ്ക്കിടെ കേൾക്കുന്ന ഭാനു എന്ന സ്വരം എന്തോ ഒരുതരം ചടപ്പ് തോന്നി അവൾക്ക്. ഭാനുമതി ചേച്ചി ഇടയ്ക്കിടെ ഇവിടെ നിൽക്കുന്നത് താൻ എന്തേ മറന്നു? അതവരുടെ ഭർത്താവായിരിക്കും. അവരെ കണ്ടായിരുന്നെങ്കിൽ. നെറ്റിയിലൊന്ന് പതിയെ അടിച്ചുകൊണ്ടവൾ മനസ്സിൽ പറഞ്ഞു. സാറേ! ആലസ്യത്തോടെയുള്ള ആ വിളി. പോകാൻ ഞാഞ്ഞവൾ അവിടെ തറഞ്ഞു നിന്നു. സാറേ! മനസ്സിൽ നിറഞ്ഞു നിന്ന സംശയത്തോടെ അവൾ മെല്ലെ തിരിഞ്ഞു നിന്നു.
എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും അവളുടെ മിഴികൾ ചായ്പിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അവളുടെ കണ്ണുകൾ മേഞ്ഞു. ശരീരം തളരും പോലെ തോന്നി. കണ്ണുകളിൽ വെറുപ്പ് നിറഞ്ഞു. അവജ്ഞയോടെ അവൾ മുഖം ചിരിച്ചു. ഭാനുമതിയുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്ത് നിൽക്കുന്ന ഭദ്രൻ. ഇത്രയും കാലം ഇരുവരോടും തോന്നിച്ച മതിപ്പ് ഒരു നിമിഷം ഇല്ലാതായ പോലെ അവളുടെ മനസ്സിലേക്ക് ആദിയുടെയും അംബികയുടെയും മുഖം കടന്നു വന്നു. അവരറിഞ്ഞാൽ പ്രായമായ ഒരു മകളില്ലേ ഇവർക്ക്? ഛേ! ജനവാതിൽ ശക്തമായി അവൾ വലിച്ചടച്ചു. ശബ്ദം കേട്ട് ഭദ്രനും ഭാനുമതിയും ഞെട്ടിപ്പിടഞ്ഞു. കയ്യിൽ കിട്ടിയ വസ്ത്രങ്ങൾ വേഗത്തിൽ അണിഞ്ഞുകൊണ്ടവൾ ചായ്പിൽ നിന്നും പുറത്തേക്കിറങ്ങി. ചായ്പും കടന്ന് വേഗത്തിൽ നടന്നു പോകുന്ന അഗ്നിയെ കണ്ടതും ഇരുവരും ഒരുപോലെ ഞെട്ടി. എന്ത് ചെയ്യുമെന്നറിയാതെ പരസ്പരം നോക്കിക്കൊണ്ട് ഒരു നിമിഷം നിന്നു. സാറേ, അവൾ ആരോടേലും പറയുമോ? ആകുലതയോടെ ഭാനുമതി ചോദിച്ചു. അവളുടെ സ്വരത്തിലെ ഭീതി അയാളിലേക്കും പടർന്നു. ഈ ബന്ധം ആരെങ്കിലും അറിഞ്ഞ? അയാളുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി. മുന്നിലായി വേഗത്തിൽ നടന്നു പോകുന്നവളുടെ പിന്നാലെ അയാൾ ഓടി. ഇലഞ്ഞിമരത്തിന് ചുവട്ടിലെത്തിയതും ശക്തമായ ഭാരം പുറത്തു പതിച്ച് അവൾ നിലത്തേക്ക് കമിഴ്ന്നു വീണു. ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയതും കണ്ടു മുന്നിൽ കോപത്തോടെ നിൽക്കുന്ന ഭദ്രനും തൊട്ടരികിൽ ഭയത്തോടെ നിൽക്കുന്ന ഭാനുമതിയും. അവജ്ഞയോടെ അവൾ ഇരുവരെയും നോക്കി. നാണമില്ലല്ലോ നിങ്ങൾക്ക്? ചേച്ചി, ആ പാവം മനുഷ്യനെ ഇങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു. വെറുപ്പോടെ മുഖം തിരിച്ചവൾ കൈകുത്തി എഴുന്നേറ്റു. മോളെ അഗ്നി, ചേച്ചിക്കൊരു തെറ്റുപറ്റി. മോള് ഇത് ആരോടും പറയരുത്. ഭാനുമതി അപേക്ഷയോടെ അവളെ നോക്കി. തെറ്റോ? നാണമുണ്ടോ ചേച്ചിക്കിത് എന്നോട് പറയാൻ? നാള മോള്, നീ വല്ലാതെ കിടന്നങ്ങട് നെകളിക്കണ്ട. ഇത് ആരോടേലും നീ പറഞ്ഞ കൊന്നു കുഴിച്ചു മൂടും ഈ ഭദ്രൻ. അവളുടെ ഭാവം കണ്ടതും ഭദ്രൻ ദേഷ്യത്തോട് അവളോട് പറഞ്ഞു. അയാളുടെ നാവിൽ നിന്നും കേട്ട വാക്കുകളാൽ അവളുടെ മുഖം അസഹ്യതയോടെ ചുളിഞ്ഞു. നിങ്ങൾ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇത് ഞാൻ എല്ലാവരോടും പറയും. ആ പാവം സ്ത്രീയെ ഇനിയും പറ്റിക്കാൻ ഞാൻ അനുവദിക്കില്ല. വെളിച്ചത്തിൽ മാന്യതയും ഇരുട്ടിൽ കാമക്കൂത്തും നടത്തുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ മനയിലുള്ളവരോടെല്ലാം തുറന്നു പറയും. നിശ്ചയദാർഢ്യത്തോടെ പറയുമ്പോഴും അവളുടെ കണ്ണുകൾ ഇരുവരെയും വെറുപ്പോടെ നോക്കി. സാറേ, ഈ ബന്ധമെങ്ങാനും ആരെങ്കിലും അറിഞ്ഞ? ഭാനുമതിയുടെ ശബ്ദം കാതിൽ പതിച്ചതും അയാൾ മുന്നിൽ നിൽക്കുന്നവളുടെ അടിവയറിൽ നോക്കി കാലുകൾ കൊണ്ട് ശക്തമായി തൊഴിച്ചു. നിലത്ത് പൊഴിഞ്ഞു കിടക്കുന്ന ഇലഞ്ഞിപ്പൂവിന് മുകളിലായി അവൾ വീണു. ഭദ്രൻ പാഞ്ഞു ചെന്ന് അവളുടെ തൊണ്ടക്കുഴിയിൽ ചവിട്ടി. കാൽവിരൽ കൊണ്ട് അവിടെ ഞെരിച്ചു. അഗ്നി ശ്വാസം കിട്ടാതെ പിടഞ്ഞു. വെപ്രാളത്തോടെ അവൾ നിലത്ത് കിടന്ന ഇലഞ്ഞിപ്പൂക്കൾ കയ്യിൽ പിടിച്ചു. അത് അവളുടെ കയ്യിൽ കിടന്ന് ഞെരിഞ്ഞമർന്നു. അതിന് നീ ജീവനോടെ ഉണ്ടായിട്ടല്ല മോളെ. ഭാനുമതിയുടെ കണ്ണുകൾ പേടിയോടെ നാല് ഭാഗവും പരതി. ശ്വാസം കിട്ടാതെ പിടയുന്നവളെ നോക്കി അയാൾ ക്രൂരമായി ചിരിച്ചു. അയാളുടെ കണ്ണുകൾ അവളുടെ ശരീരമാകെ ഒന്ന് ഓടി നടന്നു. രോമങ്ങൾ നിറഞ്ഞ വെളുത്ത കണങ്കാൽ, അതിൽ ചുറ്റിക്കിടക്കുന്ന വെള്ളിക്കൊലുസ്, വീഴ്ചയിൽ പാവാട മുട്ടുവരെ ഉയർന്നു നിൽക്കുന്നുണ്ട്. തെന്നി നീങ്ങിയ ധാവണി ഷാളിലൂടെ അവളുടെ വയറ് പാതി കാണാം. ശ്വാസം കിട്ടാതെ ഉയർന്നു പൊങ്ങുന്ന മാറിടം. അയാളുടെ ഉള്ളിൽ കറുപ്പ് നിറഞ്ഞു. കണ്ണുകളിൽ കാമം തിളങ്ങി. തൊണ്ടക്കുഴിയിൽ നിന്നും കാൽ മാറ്റി അയാൾ അവളുടെ മുടിക്കെട്ടിൽ പിടിച്ചുകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചു. വേദന കൊണ്ടവൾ അലറി. കാറ്റുപോലെയാണ് ശബ്ദം പുറത്തേക്ക് വന്നത്. അവൾ നന്നേ കിതച്ചുപോയി. പരവശം കൊണ്ട് നെഞ്ചിൽ മെല്ലെ ഒഴിഞ്ഞു. കഴുത്താകിയ വേദന. അപ്പോഴേക്കും ഭദ്രൻ അവളുടെ മുടിക്കെട്ടിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവൾക്ക് തല പറഞ്ഞു പോകും പോലെ തോന്നി. അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. സാറേ, ആരെങ്കിലും കാണും, അതിനു മുന്നേ അവളെ തീർത്തേക്ക് സാറേ. അവളുമായി കുളക്കടവിലേക്ക് നടക്കുന്ന ഭദ്രനെ നോക്കി അവൾ പേടിയോടെ പറഞ്ഞു. എന്തായാലും ഇവളെ തീർക്കണം. അതിനു മുന്നേ എനിക്ക് ഇവളെ ഒന്ന് വിശദമായി ഒന്ന് കാണണം. അതും പറഞ്ഞുകൊണ്ട് ഭദ്രൻ അവളെ ചൂഴ്ന്നു നോക്കി. അഗ്നിയുടെ ഇരു കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. അവൾക്ക് വേദന സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കുളപ്പടവിൻ്റെ വാതിൽ ചവിട്ടി തുറന്നയാൾ അവളെ അതിൻ്റെ ഉള്ളിലേക്ക് തള്ളിയിട്ടു. ഇവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്ക്. ഭാനുമതിയോട് പറഞ്ഞുകൊണ്ട് ഭദ്രൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു. വാതിൽ കൊട്ടിയടച്ചു. മുന്നിൽ നിൽക്കുന്ന ഭദ്രനെ കണ്ടതും അഗ്നി ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. അവൾക്ക് ദേഹമാസകലം വേദന തോന്നി. അടഞ്ഞു കിടക്കുന്ന വാതിൽ കാണുകെ അവൾ പരിഭ്രമത്തോടെ അവിടേക്ക് നടന്നു. എന്നെ വിട്, എനിക്ക് പോണം. കയ്യിൽ മുറുകിയ ഭദ്രന്റെ പിടി അയച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അയാളുടെ കൈ അവളുടെ കവളിൽ ശക്തമായി പതിച്ചു. പിന്നിലേക്ക് വേച്ചുപോയി. അവൾക്ക് വേദന കൊണ്ട് മുഖമാകെ പൊളിയും പോലെ തോന്നി. മുന്നിലേക്ക് നടന്നു വരുന്ന ഭദ്രനെ കണ്ട അവൾ ഭയത്തോടെ പിന്നിലേക്ക് നീങ്ങി. എന്നെ ഒന്നും ചെയ്യില്ല പ്ലീസ്, പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞവൾ. നിമിഷ നേരം കൊണ്ട് അവളുടെ ധാവണിശാൽ അയാൾ എടുത്തു കളഞ്ഞു. ഞെട്ടലോടെ അവൾ ഇരു കൈകൊണ്ടും മാറിന് കുറുകെ കൈവച്ചു. എന്നെ ഒന്നും പ്ലീസ്, ഞാൻ ആരോടൊന്നും പറയില്ല. നീ ആരോട് വേണേലും പറഞ്ഞു, പക്ഷെ പറയാൻ ഇനി നീ ജീവനോടെ കാണില്ല. പരിഹാസത്തോടെ പറഞ്ഞ അയാൾ അവളുടെ ഇടുപ്പിൽ പിടിച്ചു. പിടഞ്ഞുകൊണ്ട് മാറി അവളുടെ കൈ രണ്ടും ബാക്കിലേക്ക് പിടിച്ചു വെച്ച് അവളുടെ ചുണ്ടിലേക്ക് അയാൾ ചുണ്ടു ചേർത്ത് വെച്ച് കഴിഞ്ഞിരുന്നു. അവൾ വെറുപ്പോടെ പിടഞ്ഞു മാറി. ചുണ്ടുകൾ കടിച്ചു പറിച്ചു. വയറിൽ മുറുകിയ കൈകൾ. വേദനയാൽ അവൾ പിടഞ്ഞു. കുതിരമാറുന്ന അവളെ പിന്നിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അയാൾ കയ്യിൽ കിട്ടിയൊരു കരിങ്കല്ലുകൊണ്ട് അവളുടെ തലയിൽ ശക്തമായി അടിച്ചു. വേദനയാൽ ആർത്തു കരഞ്ഞ അവളുടെ വായിൽ അവളുടെ ധാവണിശാലിൻ്റെ അറ്റം തിരികെ വളരെ ക്രൂരമായി അവളിലേക്ക് പടർന്നു കയറിയ അയാൾ അവളുടെ ഓരോ ശരീരഭാഗങ്ങളെയും അയാൾ ആർത്തിയോടെ നോവിച്ചു. അയാളുടെ ബലമായ ശരീരത്തിനടിയിൽപ്പെട്ട് അവളുടെ കുഞ്ഞു ശരീരം പിടഞ്ഞു.
വേദനയോടെ നിരങ്ങി. കുലുസുകോറി അവളുടെ കണങ്കാലിൽ ചോര പൊടിഞ്ഞു. പതിഞ്ഞ സ്വരത്തിലെ ഞെരുക്കവും കരച്ചിലും മാത്രം അവിടെ തങ്ങി നിന്നു. ശരീരത്തിനേൽക്കുന്ന വേദനയേക്കാൾ അവളുടെ മനസ്സ് നേറി. അവളുടെ ഉള്ളിൽ ആദിയുടെ മുഖം തെളിഞ്ഞു നിന്നു. തൻ്റെ പ്രാണൻ, തൻ്റെ പ്രണയം. അവളുടെ ഉള്ളം തേങ്ങി. ആദിയേട്ടൻ്റെ അച്ഛൻ! അതോർക്കി അവളുടെ ഉള്ളം ആർത്തു വിളിച്ചു. അവളുടെ വിധിയെ ഓർത്തവൾ നെഞ്ചുപൊട്ടിക്കരഞ്ഞു. സ്വന്തം പ്രാണന്റെ അച്ഛൻ്റെ കൈകൊണ്ട് തീരാനുള്ള യോഗം. അയാളുടെ ക്രൂരതകൾ നൽകിയ നോവിൽ ആ ശരീരം പിടഞ്ഞുകൊണ്ടേയിരുന്നു. പതിയെ അതിൻ്റെ ഞെരുക്കം കുറഞ്ഞു വന്നു. അതിനോടൊപ്പം വലത് കണ്ണിൻ്റെ കൺകോണിൽ നിന്ന് ഒരു തുള്ളി പുറത്തേക്കൊഴുകി. അപ്പോഴും അടഞ്ഞു കിടക്കുന്ന മിഴികളിൽ ആദിയുടെ മുഖമായിരുന്നു. കുളപ്പടവിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഭാനുമതി ഞെട്ടിപ്പിടഞ്ഞ് അവിടേക്ക് നടന്നു. അവളുടെ ഡ്രസ്സൊക്കെ നെട്ടുകൊടുത്തേക്ക് അലസമായി പറഞ്ഞുകൊണ്ട് ഭദ്രൻ പുറത്തേക്ക് ഇറങ്ങി. ഉള്ളിലേക്ക് നടന്നതും അവിടുത്തെ കാഴ്ച കണ്ട ഒരു നിമിഷം അവളുടെ ഉള്ളം പിടഞ്ഞു. അത് മറച്ചുകൊണ്ട് അവൾ അവളുടെ അടുത്തേക്ക് നടന്നു. ചിതറിക്കിടന്ന വസ്ത്രങ്ങൾ അവളെ ധരിപ്പിച്ചു. രക്തം കിനിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം വെള്ളം നനച്ച് ഒപ്പിയെടുത്തു. വായിൽ തിരികിയ ദാവണിശാളിൻ്റെ അറ്റം വലിച്ചെടുത്തു. പെട്ടെന്ന് അവളൊന്ന് ഏങ്ങിക്കൊണ്ട് ഉയർന്നതും ഭാനുമതി ഞെട്ടിപ്പിടഞ്ഞു. വാതിൽ തുറന്നവർ പുറത്തേക്ക് കടന്നതും കണ്ടു അവിടെ മഞ്ചാടി മരത്തിനരികിലായി നിൽക്കുന്ന ഭദ്രനെ. അവൾക്ക് ജീവനുണ്ട് സാറേ, പതർച്ചയോടെ പറഞ്ഞു. ഞാനിപ്പോൾ വരാം, നീ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുക. ഭദ്രൻ പോയതും ഭാനുമതി അവളുടെ അടുക്കിലേക്ക് വന്നു. ദാവണിശാൾ അവളുടെ ദേഹത്ത് അലസമായി ചുറ്റിക്കൊടുത്തു. താങ്ങി പിടിച്ച് അവളുമായി പുറത്തിറങ്ങി. അപ്പോഴും അവ്യക്തമായി അവളുടെ ചുണ്ട് എന്തോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. മഞ്ചാടിമരത്തിന്റെ ശിഖരത്തിലായി ഭദ്രൻ കൊണ്ടുവന്ന കയറിൽ തൂക്കി. ശ്വാസം കിട്ടാതെ പിടയുന്ന അവളെ നോക്കിക്കൊണ്ട് ഭദ്രൻ പരിഹാസത്തോടെ ചിരിച്ചു. അലസമായി ചുറ്റിക്കിടന്ന ദാവണിശാൾ നിലത്തഴിഞ്ഞു വീണു. അവളിലെ അവസാന ചലനവും നിന്നതും അയാൾ ഭാനുമതിയെ നോക്കി. ഇനി ഞാൻ പറയുന്നതായിരിക്കണം നാളെ ഈ നാട് കേൾക്കേണ്ടത്. സന്ധ്യാനേരത്ത് പുറത്തുപോയ മകളെ പുറത്തിരുട്ട് പടർന്നിട്ടും കാണാത്തതുകൊണ്ട് കൃഷ്ണനും വേണുവും ഈ നേരം അവളെ ചുറ്റും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ മഞ്ചാടി മരത്തിന്റെ കൊമ്പിലായി തൂങ്ങിയാടുന്ന അഗ്നിയെ കണ്ടതും അലറി വിളിച്ചവർ. പിന്നീടങ്ങോട്ട് മനസ്സാകെ മരവിപ്പായിരുന്നു അവർക്ക്. സംഭവം അറിഞ്ഞു കുഴഞ്ഞു വീണതാണ് രാധിക. പിന്നീട് അവളെ നോക്കിയിട്ട് പൊതിഞ്ഞു കെട്ടി ദഹിപ്പിക്കാനായി ഉമ്മറത്ത് നിന്ന് കൊണ്ടുപോകുമ്പോഴാണ് ആർത്തു വിളിച്ചവർ അവസാനമായി സ്വന്തം മകളുടെ തിരുനെറ്റിയിൽ മുത്തം ചാർത്തി. കൂടി നിന്നവരിൽ കണ്ണ് നനയിപ്പിക്കുന്ന കാഴ്ച. പൊന്നുപോലെ വളർത്തിയ മകളുടെ ചിതയ്ക്ക് തിരികൊളുത്താൻ വിറച്ചുകൊണ്ട് ആ മനുഷ്യൻ വലം വെച്ചു. ചടങ്ങുകൾ തീർന്നതും ആ വാർത്ത മുഴുവനും നാടൊട്ടാകെ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. കാമുകൻ ചതിച്ചു. അവൻ്റെ ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ അതിൽ മനം തന്നു തൂങ്ങിയതാണത്രേ. മരിക്കുമ്പോൾ ഗർഭിണിയാണെന്നും ഒരു വിഭാഗം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മകളുടെ അവസ്ഥ കണ്ടതും ആ മാതാപിതാക്കൾ നെഞ്ചുപൊട്ടി കരയുകയാണ്. മരണശേഷവും അവളെ കൊല്ലാൻ അവർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് അവർ കേസിൽ നിന്നും ഒഴിവായി. നാട് മുഴുവനും വ്യാപിച്ച സ്വന്തം മകളുടെ ചരിത്രം കേട്ട് മനംനൊന്ത് ആ മാതാപിതാക്കൾ രണ്ടുപേരും ആ വീടിൻ്റെ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി. കണ്ണിലെരിയുന്ന അഗ്നിയോടെ വേദനയോടെ അവൾ ആദിയെ നോക്കി. ഇരു കൈകൊണ്ടും മുഖം പൊത്തിയിരിക്കുന്നവനെ. ആദിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒലിച്ചിറങ്ങി. നെഞ്ചിൽ മൂർച്ചയുള്ള എന്തോ കൊണ്ട് വരയും പോലെ. കഠിനമായ വേദന. രക്തം വാർന്നൊഴുകും പോലെ. അച്ഛൻ അങ്ങനെ വിളിക്കാൻ പോലും അവൻ്റെ നാവ് അറപ്പുകാട്ടി. അറിയാമായിരുന്നു അച്ഛൻ്റെ സ്വഭാവം. മറ്റു സ്ത്രീകളുമായുള്ള അവിഹിത ബന്ധം പക്ഷേ കണ്ടില്ലെന്ന് നടിച്ചു. അച്ഛനെ ജീവനോളം സ്നേഹിക്കുന്ന ഭാര്യയെയും മക്കളെയും ഓർത്തു മാത്രം. ഈ ലോകത്ത് മറ്റാരേക്കാളും അവർ സ്നേഹിക്കുന്നത് അയാളെ ആയതുകൊണ്ട് മാത്രം. എന്നാൽ ഇങ്ങനെ ഇത്ര ക്രൂരമായ ഒരു പെണ്ണിനെ, അതും സമ്മതമില്ലാതെ. നെഞ്ചിൽ തിങ്ങി നിറയുന്ന നോവോടെ അവൻ അഗ്നിയെ നോക്കി. പ്രാണനായി കണ്ട ഒരുവന്റെ അച്ഛൻ തന്നെ ശരീരം പിച്ചു ചീന്തി. മകളുടെ അവസ്ഥ ഓർത്ത് അച്ഛനും അമ്മയും കെട്ടിത്തൂങ്ങി. ആഗ്രഹിച്ച ജീവിതം ഇല്ലാതാക്കി. കരഞ്ഞു പറഞ്ഞതാ, കാലുവരെ പിടിച്ചു എന്നെ ഒന്നും ചെയ്യരുതെന്ന്. പക്ഷെ കേട്ടില്ല. സ്വന്തം മക്കളേക്കാൾ ഇളയതാണെന്ന പരിഗണന തന്നില്ലെങ്കിലും ഞാനൊരു മനുഷ്യജീവിയാണെന്നെങ്കിലും അയാൾക്ക് ഓർത്തിരുന്നെങ്കിൽ അയാളെപ്പോലെ ഒരുത്തിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ അർഹതയില്ല. അതുകൊണ്ട് തന്നെ കൊന്നുകളഞ്ഞു. ഭാനുമതിയെ ഇല്ലാതാക്കിയ പോലെ കെട്ടിത്തൂക്കി. പറയുമ്പോൾ അവളുടെ കണ്ണിൽ തെളിഞ്ഞ പക നോക്കി അവനൊരു നിമിഷം നിന്നു. അല്ലേലും അവൾ പറഞ്ഞത് ശരിയാണ്. അയാളെപ്പോലെ നെറികെട്ട പെണ്ണിനെ കാമം തീർക്കുന്ന പെണ്ണുടലായി മാത്രം കാണുന്ന അയാൾക്ക് മരണത്തിൽ കുറഞ്ഞ ശിക്ഷയില്ല. പെട്ടെന്ന് കേട്ട ശബ്ദം ചിന്തകളിൽ ആഴ്ന്ന ആദി തലതിരിച്ചു നോക്കിയതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. പടിക്കെട്ടിലിരുന്ന് വയലിൻ വായിക്കുന്ന അഗ്നി. നേരത്തെ പുഞ്ചിരിയുണ്ട് ചുണ്ടിൽ, കണ്ണുകളിൽ എരിയുന്ന കനലും. അവനൊരിക്കൽ രാത്രി കേട്ട വയലിൻ്റെ ശബ്ദം ഓർമ്മ വന്നു. നീ വയലിൻ വായിക്കുമോ? അവൻ്റെ ചോദ്യം കേട്ടതും ആ ചുണ്ടുകൾ ഒന്നുകൂടി മനോഹരമായി വിടർന്നു. കണ്ണുകളിൽ നീർത്തിളക്കം രൂപപ്പെട്ടു. വയലിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു. പെട്ടെന്ന് അന്തരീക്ഷമാകി ഇരുട്ടുമൂടി. ശക്തമായി കാറ്റ് വീശി. ആദി ചുറ്റും കണ്ണോടിച്ചതും അവളിരിക്കുന്ന ഭാഗം ശൂന്യമായി കണ്ടു. വയലിൻ്റെ ശബ്ദവും നിലച്ചു. അവൻ ഞെട്ടിക്കൊണ്ട് അവിടെയാകെ കണ്ണോടിച്ചു. അവൾ തന്നെ വിട്ടുപോയി കാണുമോ? ഉള്ളം നേറി പോഞ്ഞു അവൻ്റെ. തളർച്ചയോടെ പടിക്കെട്ടിലേക്കിരുന്നു. പാലപ്പൂവിൻ്റെ ഗന്ധം. ഇത്തവണ ആ ഗന്ധത്തിനെന്തോ വശ്യത പോലെ. മൂക്ക് വിടർത്തിക്കൊണ്ട് അവൻ ആ ഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ചു. ഉള്ളിൽ അവളാണ്, അവളുടെ ഗന്ധവും. ഇന്നേക്ക് 4 ദിവസമായി അവളെ ഒന്ന് കണ്ടിട്ട്. ഓർക്കുന്തോറും ഉള്ളിൽ നോവ് പോലെ.
രാത്രിയുടെ മനോഹാരിത നോക്കിക്കൊണ്ട് അവൻ ആ ബാൽക്കണിയിലിരുന്നു. അടുത്ത ആരോ വന്നു നിൽക്കുന്ന പോലെ തോന്നിയതും അവൻ കണ്ണു തുറന്നു. തൊട്ടുമുന്നിലായി തല താഴ്ത്തി നിൽക്കുന്ന നീതു. അവളെ കണ്ടതും അവൻ്റെ ഉള്ളിൽ അഗ്നി പറഞ്ഞ കാര്യങ്ങളായിരുന്നു തെളിഞ്ഞു വന്നത്. എന്തുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞില്ല? എന്താ നീതു? മനസ്സിലൊരായിരം ചോദ്യം നിറഞ്ഞു നിൽക്കവേ അവൻ അവളോട് ചോദിച്ചു. ഈ അവസരത്തിൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇനിയും പറഞ്ഞില്ലെങ്കിൽ. ആ. എവിടെ നിന്നോ ഒരു നിലവിളി ശബ്ദം കേട്ടതും അവൾ പറയുന്നത് നിർത്തി ഞെട്ടിക്കൊണ്ട് ആദിയെ നോക്കി. അപ്പുവിൻ്റെ ശബ്ദമല്ലേ? നീതു പറഞ്ഞതും ആദി വേഗത്തിൽ ഇറങ്ങിയോടി. അവന് പിന്നാലെ നീതുവും. അപ്പോഴേക്കും മനയിലുള്ളവരെല്ലാം ശബ്ദം കേട്ട് ഹാളിലേക്ക് എത്തിയിരുന്നു. അപ്പുമോളുടെ ശബ്ദമല്ലേ കേട്ടത് നകുല? ദാക്ഷായണി ആകുലതയോട് ചോദിച്ചു. ഏട്ടാ. മനയുടെ പിറകുവശത്ത് നിന്നും സീതയുടെ ഉച്ചത്തിലുള്ള വിളി കേട്ട് എല്ലാവരും അവിടേക്ക് ചെന്നു. നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന അപ്പുവിൻ്റെ തലമടിയിൽ വെച്ചുകൊണ്ട് അവളുടെ മുഖത്ത് തട്ടി വിളിക്കുകയാണ് സീത. എന്താ സീതാമ്മ, അപ്പുവിന് എന്തു പറ്റി? ആദ്യം വന്ന് അവളുടെ അടുത്തിരുന്നു. എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത പേടി നിറഞ്ഞിട്ടുണ്ട്. മോളുടെ കരച്ചിൽ കേട്ട് വന്നതാ ഞാൻ. ഇവിടെ എത്തിയപ്പോൾ ബോധമില്ലാതെ നിലത്ത് കിടക്കുന്നതാ കണ്ടത്. ആദിയുടെ മനസ്സിൽ ഒരു നിമിഷം അഗ്നിയുടെ മുഖം ഓർമ്മ വന്നു. അവളായിരിക്കുമോ? ബോധം പറഞ്ഞ് കിടക്കുന്നവളെ കോരിയെടുത്തുകൊണ്ട് ആദി ഹാളിലേക്ക് നടന്നു. ഹാളിലെ ദിവാങ്കോട്ടിൽ പതിയെ കിടത്തി. അപ്പോഴേക്കും ജാനകി വെള്ളം കൊണ്ടുവന്ന് അവളുടെ മുഖത്തായി അല്പം തളിച്ചു. മിഴികൾ ചിമ്മി തുറന്നവൾ നോക്കിയതും അവൾ പരിഭ്രാന്തിയോടെ ഞെട്ടി എഴുന്നേറ്റു. കണ്ണുകൾ പേടിയോടെ ചുറ്റും വീക്ഷിച്ചു. എന്താ മോളെ, എന്തുപറ്റി? അവളുടെ ഉള്ളിൽ നിറഞ്ഞ ഭയം മനസ്സിലാക്കിയെന്നോണം ആദ്യം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ ഫ്രണ്ട് വിളിച്ചിരുന്നു കേട്ടാ, ഹൈദരാബാദിലെ. റേഞ്ച് കുറവായപ്പോൾ ഞാൻ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങിയതാ. പെട്ടെന്ന് ആരും എന്നെ പിന്തുടരുന്ന പോലെ തോന്നി. തിരിച്ചു കയറാൻ നോക്കിയപ്പോഴേക്കും എൻ്റെ കാലുകൾ രണ്ടും മണ്ണിൽ പൂണ്ടു കിടക്കുന്നു. ഞാൻ പേടി കൊണ്ട് ആർത്ത് കരഞ്ഞു. പെട്ടെന്നൊരു രൂപം വന്ന് മുന്നിൽ നിന്നു. ഒരു പെൺകുട്ടി. അവളുടെ മുഖമാകെ വികൃതമായിരുന്നു. എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ണുകളിൽ തീയാളി. അപ്പോഴേക്കും എൻ്റെ ബോധം മറിഞ്ഞിരുന്നു. വിറയലാർന്ന സ്വരത്തോടെ അവളത് പറയുമ്പോൾ ചുറ്റും കൂടിയവരും ഭയന്നിരുന്നു. നിന്റെ കയ്യിൽ ആ ചരട് എവിടെയപ്പോ? കനത്ത ശബ്ദത്തോടെ ദാക്ഷായണി ചോദിച്ചു. അന്നൊരിക്കൽ തൻ്റെ ഉറ്റ സുഹൃത്തുമായി വീഡിയോ കോൾ ചെയ്യുമ്പോൾ കയ്യിലെ ചരട് കണ്ട് അവൾ കളിയാക്കിയതും അതിൽ തനിക്ക് തോന്നിയ അമർഷത്തിൽ അത് പൊട്ടിച്ചെറിഞ്ഞതും ഓർക്കവേ അവളുടെ മുഖം താനേ കുനിഞ്ഞു. നിങ്ങൾക്കിതിപ്പോഴും കുട്ടിക്കളിയായി തോന്നുന്നുണ്ടോ? കണ്ടില്ലേ കൺമുന്നിൽ തന്നെ ഓരോരോ അനർത്ഥങ്ങൾ നടക്കുന്നത്. ഇനിയും 2 നാൾ കാത്തിരിക്കണം. അതുവരെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇളയ സന്താനങ്ങളെയെല്ലാം ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് ദാക്ഷായണി പുറത്തേക്ക് കിടന്നു. നാമം ജപിച്ച് കിടന്നോ മോള്? അമ്മ കൂട്ടുകിടക്കണോ? വേണ്ട അപ്പച്ചി, ഞാനില്ലേ, ഞാൻ കൂടെ കിടന്നോളാം. നീതു പറഞ്ഞതും അംബികയും മറ്റുള്ളവരും റൂമിൽ നിന്നും പുറത്തിറങ്ങി. പേടിക്കണ്ട കേട്ടോ, ജീവനുണ്ടെങ്കിൽ നാളെ രാവിലെ കാണാം. എന്തെല്ലാമോ എക്സ്പ്രഷന് മുഖത്ത് വാരി വിതറി നിധി പറഞ്ഞുകൊണ്ട് അപ്പുവിനെ ചേർത്ത് പിടിച്ചു. അവളുടെ നെറുകിൽ ഒന്ന് തലോടിക്കൊണ്ട് രുദ്രനും നിധിയുടെ കൂടെ റൂമിൽ നിന്നും പുറത്തിറങ്ങി. റൂമിൽ ബെഡിൽ പാതി മിഴി തുറന്ന് കിടക്കുന്ന അപ്പുവിനെ നോക്കി ആദ്യം അവളുടെ അരികിലായിരുന്നു. നെറുകയിലമർന്ന് അവൻ്റെ കൈച്ചൂട്. മിഴികൾ പൂർണ്ണമായും തുറന്നവൾ അവനെ നോക്കി. നേർമമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അവൻ്റെ തോളിൽ പതിയെ ചാരി. ആദിയുടെ മനസ്സപ്പോഴും പല ചിന്തകളാൽ കലങ്ങി നിൽക്കുകയാണ്. എന്തിനാണ് അവൾ അപ്പുവിനെയും നീതുവിനെയും കൊല്ലാൻ ശ്രമിച്ചത്? എന്താ ഏട്ടാ ആലോചിക്കുന്ന? അപ്പുവായിരുന്നു. അവളുടെ ശബ്ദം വല്ലാതെ പതിഞ്ഞു പോയിരുന്നു. എനിക്ക് നിങ്ങളോട് 2 പേരോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ആദ്യം 2 പേരെയും നോക്കിക്കൊണ്ട് ബെഡിൻ്റെ അരികിൽ ചെയറിലിരുന്നു. നീതുവും അപ്പവും സംശയത്തോടെ പരസ്പരം നോക്കി അവന് നേരെ തിരിഞ്ഞു. എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പതിവില്ലാതെ അവനിൽ കവിഞ്ഞു നിന്ന ഗൗരവം 2 പേരെയും ഒരേപോലെ ആശങ്കപ്പെടുത്തി. ഞാൻ പറയാം. അതിനു മുന്നേ നീതു എന്താണ് എന്നോട് നേരത്തെ പറയാമെന്ന് ആദ്യ ചോദിച്ചതും നീതു അല്പം പരുങ്ങളോടെ അപ്പുവിനെ നോക്കി. ഒരു നിമിഷം ഇരുവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൾ റൂമിൽ നിന്നും ഇറങ്ങി. തിരിച്ചു വന്നതും അവളുടെ കയ്യിൽ എന്തോ കവറുണ്ടായിരുന്നു. എന്താ ഇത്? കവറിലേക്ക് നോക്കി ആദ്യ ചോദിച്ചു. നീതു അതിലേക്കൊന്ന് നോക്കി. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഇത് ഏട്ടൻ്റെയാ, ഏട്ടന് അവകാശപ്പെട്ടത്. ഏട്ടനെ ആത്മാർത്ഥമായി പ്രണയിച്ച ഒരുവളുടെ സമ്മാനം. ഇടറുന്ന സ്വരത്തെ അടക്കി പിടിച്ചവൾ പറഞ്ഞ കയ്യിലെ കവർ ആദിയെ ഏൽപ്പിച്ചു. അപ്പു ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. കവറിൽ നിന്നും അവനെടുത്ത ഓരോ കത്തുകളും ഉള്ളിൽ ഉയർന്നു വന്ന തേങ്ങൽ അടക്കി പിടിച്ചുകൊണ്ട് ആദി വായിച്ചു. ആ കത്തിന് അവളുടെ ഗന്ധമാണെന്ന് തോന്നിയവന്. ചോര നിറമുള്ള മഞ്ചാടി മണികൾ അവൻ കൈക്കുമ്പിളിലേക്ക് എടുത്തു. അവൻ്റെ ഓരോ പ്രവൃത്തിയും നോവോടെ വീക്ഷിക്കുമ്പോഴും അപ്പുവിൽ നിന്നുള്ള കൂർത്ത നോട്ടം നീതു താനെ അവഗണിച്ചു. ഇനിയും ഓർത്ത് വേദനിക്കാൻ വയ്യ. അവൾ നെടുവീർപ്പോടെ അവനെ നോക്കി. അഗ്നിക, ഏട്ടന് അറിയുമായിരിക്കും. നീതു ആദിയോട് പറയുന്നതിൻ്റെ ഇടയിൽ ശാസനയോടെ അപ്പു നീതുവിനെ വിളിച്ചു. ഇല്ല അപ്പു, ഇനിയും പറ്റില്ല. അറിയണം. ഇനിയെങ്കിലും ഏട്ടനെല്ലാം അറിയണം. എന്നെങ്കിലും സ്വന്തമാകുമെന്ന് കരുതി, തൻ്റെ പ്രണയം തിരിച്ചറിയുമെന്ന് കരുതി ഒരുവൾ ഏട്ടനെ പ്രണയിച്ചത് ആദ്യേട്ടൻ അറിയണം. ആ പ്രണയം അംഗീകരിക്കണോ വേണ്ടയോ എന്നത് ഏട്ടൻ്റെ ഇഷ്ടം. ഇനി അംഗീകരിച്ചാൽ തന്നെ നീ പേടിക്കണ്ട അപ്പു. കാരണം അവളൊരിക്കലും ഇനി വരില്ലല്ലോ. അപ്പുവിനെ നോക്കി വീറോടെ അത് പറഞ്ഞപ്പോഴേക്കും അവൾ തേങ്ങിപ്പോയിരുന്നു. ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ തുടയ്ക്കാതെ അവൾ മുഖം താഴ്ത്തി ബെഡിലേക്കിരുന്നു.
അഗ്നിക്ക് എന്നോടുള്ള പ്രണയം വൈകിയാണെങ്കിലും ഞാൻ അറിഞ്ഞതാ. എന്നാൽ എനിക്കറിയാത്ത ഒന്നുണ്ട്. എനിക്കായി അവളെ ഏൽപ്പിക്കുന്ന ഈ കത്തുകൾ നീ എന്തുകൊണ്ട് എനിക്ക് തന്നില്ല? അവളുടെ പ്രണയം എന്തിനു നീ എന്നെ അറിയിച്ചില്ല? ശബ്ദത്തിൽ നിറഞ്ഞ കനം. ഇരുവരും ഒരേപോലെ അവനെ നോക്കി. പതിയെ അപ്പുവിനെ നോക്കിക്കൊണ്ട് നീതു അവൻ്റെ അരികിൽ മുട്ടുകുത്തി നിന്നു. അഗ്നി, എനിക്ക് പ്രിയപ്പെട്ടവൾ. ഏട്ടനോടുള്ള അവളുടെ ഇഷ്ടമറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായിരുന്നു. അവളെപ്പോലെ ഒരാൾ എൻ്റെ ഏട്ടത്തിയമ്മയായി വരിക എന്ന് പറഞ്ഞാൽ അത്രയും പാവമായിരുന്നു അവൾ. ഈ കാര്യം ഞാൻ ആദ്യമായി പറഞ്ഞത് അപ്പുവിനോടായിരുന്നു. അവൾക്കും ഇഷ്ടമാവുമെന്ന് കരുതി. എന്നാൽ മനയിലെ കാര്യസ്ഥൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരുവളെ ഏട്ടത്തിയെ അംഗീകരിക്കാൻ അവൾക്ക് പറ്റില്ലായിരുന്നു. അഗ്നി ഏൽപ്പിക്കുന്ന കത്തുകളെല്ലാം അവൾ കത്തിച്ചു. ഇതെല്ലാം ഇവളറിയാതെ ഞാൻ എടുത്തു വച്ചതാ. അഗ്നി ഒരു പാവമായിരുന്നു. ഒത്തിരി ഇഷ്ടമായിരുന്നു ഏട്ടനെ അവൾക്ക്. പക്ഷെ അപ്പുവിൻ്റെ നിർബന്ധം കാരണം ഇതൊന്നും എനിക്ക് പറയാനായില്ല. എന്നാൽ അന്ന് അവളുടെ വീട്ടിൽ പോയപ്പോൾ തൊട്ട് മനസ്സാകെ വല്ലാത്തൊരു അസ്വസ്ഥത. അവളുടെ സാന്നിധ്യം ഒപ്പം അനുഭവപ്പെടുന്നു. ഞാൻ അവളെ ചതിക്കുന്ന പോലെ. ഇനിയും ഇത് പറഞ്ഞില്ലെങ്കിൽ. ഇടർച്ചയോടെ പറഞ്ഞവൾ അവൻ്റെ ഇരു കൈയും കൂട്ടിപ്പിടിച്ചു. തല താഴ്ത്തി നിൽക്കുന്ന അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി അവൻ്റെ താടിയിൽ ഒളിച്ചു. ചെന്നിയിലെ ഞരമ്പ് പിടഞ്ഞു. ഇരുവരും ആകുലതയോടെ അവനെ നോക്കി. ഏട്ടാ, ഞാൻ... അപ്പു എന്തോ പറയാനാഞ്ഞതും അവൻ കാറ്റുപോലെ പുറത്തേക്ക് നടന്നു. കിതപ്പോടെ പാഞ്ഞു ചെന്നവൻ മഞ്ചാടി ചോട്ടിലേക്കായിരുന്നു. ഉള്ളിലെ നേരിയ പ്രതീക്ഷ അവളവിടെ ഉണ്ടെങ്കിൽ. കൈക്കുമ്പിളിൽ നിറഞ്ഞു നിൽക്കുന്ന മഞ്ചാടി മണികൾ നോക്കിയിരിക്കുന്നവളെ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നിമാഞ്ഞു. കണ്ണുകൾ തിളങ്ങി. അവൻ്റെ ഉള്ളിൽ അവൾ അവനായി എഴുതിയ കത്തിലെ വരികൾ ഓർമ്മ വന്നു. നീ എന്ന പ്രണയം എന്നിൽ അലിഞ്ഞു ചേരുന്ന ഓരോ നിമിഷവും ഞാൻ പുഴ പോലെ ശാന്തമാണ്. എന്നാൽ നീ എന്നിൽ നിന്ന് അകലുന്ന നേരം ഞാൻ എൻ്റെ ശാന്തത കൈവെടിയും. കാരണം നിന്റെ ഇല്ലായ്മയിൽ ഞാൻ അത്രമാത്രം വേദനിക്കുന്നു. ആ വേദനയിൽ ഞാൻ വന്യതയോടെ ആർത്തു കരയും. തിരമാലകൾ തീരത്തെ തീവ്രമായി പുലുകും പോലെ ഞാൻ നിന്നിലേക്ക് വന്നണയും. അവളുടെ പിറകിൽ കൂടി ചുറ്റിക്കൊണ്ട് അവളുടെ പിൻകഴുത്തിൽ അവൻ മുഖമമർത്തി. അവൻ്റെ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ചുടുനീർ അവളുടെ തോളലിനെ നനച്ചുകൊണ്ടേയിരുന്നു. ഐ ലവ് യു അഗ്നി, ലവ് യു സോ മച്ച്. ആദിയുടെ ശബ്ദം ആർദ്രമായി. നീ എന്നെ വിട്ടു പോകുമോ അഗ്നി? അവൻ്റെ സ്വരത്തിൽ നിറഞ്ഞ ആകുലത. അഗ്നി അവന് നേരെ തിരിഞ്ഞു. നിന്നിൽ നിന്നുമുള്ള വേർപാട്, ആ ഓർമ്മ എന്നെ ഓരോ നിമിഷവും സ്വാർത്ഥമാക്കുകയാണ്. പക്ഷേ ഈ ഭൂമിയിലെ ജീവിതം എനിക്ക് ശാശ്വതമല്ല. എൻ്റെ പ്രതികാരം തീർത്ത ഉടനെ എനിക്കിവിടെ നിന്നും മടങ്ങണം. 7-ാം നാൾ എനിക്ക് വേണ്ടിയുള്ള ആ പൂജ. അതിനു മുന്നേ എൻ്റെ പക എനിക്ക് തീർക്കണം. അഗ്നി, ഇല്ല ആദി. പൊട്ടിയായിരുന്നു ഞാൻ. നിന്നോടുള്ള അന്ധമായ സ്നേഹം എൻ്റെ സ്ഥാനത്തെ ഓർക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നിന്നെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. എന്നാൽ എൻ്റെ പ്രണയത്തെ അവൾ അപമാനിച്ചില്ലേ? കത്തിച്ചാരമാക്കിയില്ലേ? എൻ്റെ പ്രണയം നീ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും എനിക്ക് ജീവനോടെ നിൻ്റെ കൂടെ കഴിയാമായിരുന്നില്ലേ? എൻ്റെ ജീവൻ അയാളെടുത്തു. അവൾ എൻ്റെ പ്രണയത്തെയും എന്നിൽ നിന്നും തട്ടിപ്പറിച്ചു. അയാളെ കൊന്നതുപോലെ അവളെയും ഞാൻ ഇല്ലാതാക്കും. ഇന്ദ്രാവതി മനയിലെ ഭദ്രനെ കൊന്നതുപോലെ അർപ്പിതയെയും ഞാൻ ഇല്ലാതെയാക്കും. കണ്ണിലെരിയുന്ന കനലോടെ അവൾ പറഞ്ഞതും ആദിയുടെ ഉള്ളം കിടുങ്ങി. കണ്ണിമ ചിമ്മി തുറക്കും മുന്നേ അവൾ അപ്രത്യക്ഷമായി. അപ്പു, എന്തു ചെയ്യണം? കൺമുന്നിൽ തൻ്റെ പ്രണയം. അഗ്നി. തന്നോടുള്ള സ്വാർത്ഥത കൊണ്ട് അപ്പു ഇങ്ങനെ ചെയ്തു. അത് തനിക്ക് അവൾ തന്ന നോവാണെങ്കിൽ കൂടി സഹോദരിയാണ്. തൻ്റെ ചോര. അവളുടെ ജീവൻ ഇല്ലാതാകുന്നത് കൂടെ കാണാൻ വയ്യ. നേരം പുലരും വരെ അവൻ ഒരുപോലെ കണ്ണടച്ചില്ല. മനസ്സിൽ തിങ്ങി നിറഞ്ഞ ഭയം. അവളുടെ കണ്ണിലെ അഗ്നിയെ ഇല്ലാതാക്കാൻ തനിക്ക് കഴിയുമോ? ദേഹം വെടിഞ്ഞ ആത്മാവാണ്. പ്രണയത്തിൻ്റെ വിരഹവേദന അറിഞ്ഞവൾ. കാമുകന്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ പ്രതികാരം താൻ അംഗീകരിച്ചാലും ഒരു സഹോദരനായി തനിക്കത് അംഗീകരിക്കാൻ പറ്റുമോ? പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ മുറിയിൽ നിന്ന് താഴേക്കിറങ്ങി. നേരം 10 കഴിഞ്ഞിരിക്കുന്നു. നിമിഷ നേരം കൊണ്ട് അവൻ്റെ ബ്ലാക്ക് ബെൻസ് ഇന്ദ്രാവതി മനയുടെ പടിവാതിൽ കടന്നിരുന്നു. വലിയങ്ങോട് മേപ്പാടിന് മുന്നിലായി ഇരിക്കുമ്പോൾ അവൻ്റെ നെഞ്ച് അതിശക്തമായി തുടിച്ചുകൊണ്ടേയിരുന്നു. ഉഗ്രരൂപിണിയാണവൾ. അവളുടെ ലക്ഷ്യം നടപ്പിലാക്കിയിട്ടേ അവൾ മടങ്ങും. അവളുടെ മരണം, പ്രതികാരം, പ്രണയം എല്ലാം പറഞ്ഞുകൊണ്ട് ആദി തിരുമേനിക്ക് മുന്നിലായി ഇരുന്നതും കുറച്ചു നേരത്തെ മൗനം വെടിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു. അത് കേട്ടതും ആദിയുടെ ഉള്ളം വിറച്ചു. നീയുമായുള്ള ബന്ധം, മനുഷ്യജീവനായ അവളുടെ പ്രണയമായിരുന്നു നിന്റെ ബന്ധം. അത് അവളുടെ പ്രതികാരത്തെ ഇരട്ടിയാക്കും. ഇതിന് എൻ്റെ മുന്നിൽ ഒരു വഴിയില്ല. നാളെ നടക്കുന്ന പൂജയിൽ എനിക്കവളെ തളയ്ക്കാൻ കഴിയില്ല. ആദി സ്വാമിയെ ഉറ്റുനോക്കി. നിനക്ക് മാത്രമേ അവളെ ബന്ധിക്കാൻ സാധിക്കുകയുള്ളൂ. നിന്റെ പ്രണയം കൊണ്ട് ഇത് പിടിക്കൂ. മുന്നിലെ താലത്തിൽ നിന്നും ഒരു ചരട് എടുത്ത് അവൻ്റെ കയ്യിലായി വെച്ചു കൊടുത്തു. നാളെ പൂജ ആരംഭിക്കുന്ന സമയം ഈ ചരട് നീ അവളുടെ കയ്യിൽ കെട്ടുക, അതും അവളറിയാതെ. ഇതിൻ്റെ ശക്തി അവളിൽ വന്നണയുന്ന നേരം അവൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകും. മനയിലേക്ക് തിരിച്ചെത്തുമ്പോൾ സ്വാമി പറഞ്ഞ വാക്കുകളായിരുന്നു അവൻ്റെ ഉള്ളു നിറയെ. അവൾ പോയാൽ തനിക്ക് സഹിക്കാനാകുമോ? ഇല്ല, കഴിയില്ല. പക്ഷേ ഇനിയും മോക്ഷം കിട്ടാതെ ഈ ഭൂമിയിൽ അലയുന്നതിനേക്കാൾ മോക്ഷം നേടി സ്വർഗത്തിൽ കഴിയുന്നതാണ്. ഒരു നെടുവീർപ്പോടെ അവൻ മനയിലേക്ക് കയറി. അഗ്നിയെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞു. ആത്മാവ് അവളാണെന്ന് അറിയുന്ന നേരം അറിയാതെ പോലും അവളെ ക്രൂശിക്കാൻ താൻ അനുവദിക്കില്ല.
പിന്നെ മരണശേഷവും അയാൾക്ക് വേണ്ടി കരയുന്ന അമ്മയെ കണ്ടതും ഒന്നും ഒളിച്ചു വെക്കാൻ തോന്നിയില്ല. നെഞ്ചു പൊട്ടിയ കരച്ചിലായിരുന്നു അപ്പുവിൻ്റെ. തൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കരയുമ്പോൾ ഓരോ നിമിഷവും അവൾ മാപ്പ് പറയുന്നുണ്ടായിരുന്നു. അംബിക ആരും കാണാതെ സൂക്ഷിച്ചു വെച്ച സാരിക്കടിയിലെ താലി ഒറ്റ വലിക്ക് പൊട്ടിച്ചെറിഞ്ഞു. അവരുടെ കണ്ണുകളിലെ ഭാവം വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പുവിൻ്റെ അവസ്ഥയോർത്ത് നെഞ്ചു പൊടിഞ്ഞെങ്കിലും അപ്പുവിൻ്റെ ജീവനെക്കുറിച്ച് അവർ ആകുലപ്പെട്ടു. 7-ാം നാൾ മനയിൽ പൂജ ആരംഭിച്ചു. കളമെഴുത്തിന് മുന്നിലായി മനയിലെ എല്ലാ അംഗങ്ങളും ഭയഭക്തിയോടെ തൊഴുകയാൽ നിന്നു. കുളത്തിൽ മുങ്ങി നിവർന്ന നകുലൻ കർമ്മങ്ങൾ അവസാനിപ്പിച്ചു. മനയിൽ മന്ത്രത്തിൻ്റെ ഉച്ചാരണം ഉയർന്നു കേട്ടു. തൻ്റെ പ്രതികാരം കണ്ണിൽ നിറച്ചുകൊണ്ട് അഗ്നി കുളത്തിലെ വെള്ളത്തിൽ മുങ്ങി നിവർന്നതും തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആദിയെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ ചുണ്ടും. എന്നെ തളയ്ക്കാനുള്ള പൂജയല്ലേ നടക്കുന്നേ? ആദിയേട്ടൻ എന്നിട്ടെന്തേ ഇവിടെ? ചിരിയോടെ അവളത് ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. അവളുടെ കണ്ണുകളിലായിരുന്നു അവൻ്റെ ശ്രദ്ധ. അതിലേക്ക് ആഴ്ന്നിറങ്ങി. മുന്നിലെ വെള്ളത്തെ വകഞ്ഞു മാറ്റിയവൻ അവളുടെ തൊട്ടു മുന്നിൽ വന്നു നിന്നു. മറ്റൊന്നിനും ശ്രദ്ധ കൊടുക്കാതെ അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ട് ചേർത്തു. വിടർന്നു നിന്ന ചുണ്ടിലെ ചിരി അവൻ്റെ സ്വന്തമായി. മറ്റെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇരുവരും പരസ്പരം ചുംബിച്ചു. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകിയിറങ്ങി അവൻ്റെ താടിയിൽ ഒളിച്ചു. വിറയലോടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ വെച്ച ചരടെടുത്തുകൊണ്ടവൻ അവളുടെ കയ്യിൽ കെട്ടിക്കൊടുത്തു. ശരീരത്തിലേറ്റ പൊള്ളൽ. അവൾ ഞെട്ടിക്കൊണ്ട് അടർന്നു മാറി. അവളിലെ ബലം നഷ്ടപ്പെടും പോലെ. കയ്യിൽ കെട്ടിയ ചരട് കണ്ടതും അഗ്നി ഞെട്ടലോടെ ആദിയെ നോക്കി. അവൻ്റെ മുഖത്ത് നിറഞ്ഞ വേദന. അവൾ ആർത്തു. ആദി, എനിക്കിതല്ലാതെ വേറെ വഴിയില്ല അഗ്നി. അപ്പു മനഃപൂർവ്വമല്ല അവളെ രക്ഷിക്കാൻ. അവളുടെ മുഖം വികൃതമായി. ശരീരം ആടിയുലഞ്ഞു. മുടിയിഴകൾ പാറിപ്പറന്നു. പ്രകൃതി വന്യമായി. ശക്തമായ കാറ്റ് വീശി. മഞ്ചാടിമണികൾ കൂട്ടമായി കുളപ്പടവിലേക്ക് പതിച്ചു. ഐ ലവ് യു അഗ്നി. കാത്തിരിക്കണം നീ. ആത്മാവായി ഞാൻ നിന്നിലേക്ക് അടുക്കും നാളിനു വേണ്ടി. നീ ഈ ലോകത്തിൽ നിന്നും പോകുന്ന നിമിഷം ഞാനും വരണം എന്ന് കരുതിയതാ പെണ്ണേ. പക്ഷെ നിന്റെ പ്രണയം എന്നതിലുപരി ഞാനൊരു മകനും സഹോദരനുമാണ്. നോവ് മാത്രം അനുഭവിക്കുന്ന അവർക്ക് തണലായി ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ സ്വാർത്ഥനായാൽ ഞാൻ തോറ്റതുപോലെയല്ലേ അഗ്നി? ഈ ജന്മത്തിൽ ഒരു പാതിയേ എനിക്കുള്ളൂ. ഈ ലോകത്തത് എൻ്റെ അഗ്നിപ്പെണ്ണാണ്. നിന്റെ ആത്മാവിനെ ആവാഹിച്ചവനാണ് ഞാൻ. നീ പോകുന്ന ലോകത്തേക്ക് ഞാനും വരും. ആരും പിരിക്കാത്ത ബന്ധനങ്ങളില്ലാത്ത ലോകത്തേക്ക് കാത്തിരിക്കണം. അപ്പോഴേക്കും അവളുടെ ആത്മാവ് അന്തരീക്ഷത്തിൽ മാഞ്ഞുപോയിരുന്നു. പ്രകൃതി ശാന്തമായി. തളർച്ചയോടെ അവൻ തിരിഞ്ഞു നടന്നു. പൂജ അവസാനിച്ചു. സ്വാമി മടങ്ങിയതും മനയിലെ അംഗങ്ങളെല്ലാവരും ആദിയുടെ മുറിയിലേക്ക് കടന്നു. കർമ്മം കഴിഞ്ഞ് ഏതോ ഭാവത്തിൽ മുകളിലേക്ക് പോയതാണവൻ. അവിടുത്തെ അവസ്ഥ കണ്ടതും എല്ലാവരും വേദനയോടെ ആദിയെ നോക്കി. സാധനങ്ങളെല്ലാം റൂമിൽ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ബെഡിൽ ഇരു കൈയും മുഖത്തമർത്തിയിരിക്കുകയാണ്. ഞാൻ വരും, കാത്തിരിക്കണം അഗ്നി. ചുണ്ടുകൾ അപ്പോഴും മെല്ലെ മന്ത്രിക്കുന്നുണ്ട്. അവർ ഭയത്തോടെ അവൻ്റെ അരികിൽ വന്നു നിന്നു. ആദി. നിധി പതിയെ അവൻ്റെ തോളിൽ കൈയമർത്തിയതും അവനൊരു പൊട്ടിക്കരച്ചിലോടെ നിധിയെ കെട്ടിപ്പിടിച്ചു. അവൾ പോയടാ, എന്നെ ഒറ്റക്കാക്കി. ഞാനാണ് പറഞ്ഞു വിട്ടെ. മോക്ഷം ലഭിക്കട്ടെ. അവൾ പോട്ടെ, ഞാനും പോകും. പക്ഷെ എൻ്റെ അമ്മ, അപ്പു, അവരൊറ്റയ്ക്കാവില്ലേ? കാത്തിരിക്കാം അല്ലേടാ. അവളവിടെ ഉണ്ടാകും എന്നെ കാത്ത്. പദം പറഞ്ഞ് കരയുന്നവൻ്റെ തോളിൽ തട്ടിക്കൊടുത്ത് സമാധാനിപ്പിക്കുമ്പോൾ നിധിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അപ്പുവിൻ്റെ ഉള്ളിൽ ആ കാഴ്ച നോവോടെ നിറഞ്ഞു നിന്നു. അവൻ്റെ അവസ്ഥ എല്ലാവരിലും ഒരേപോലെ വേദനയുണ്ടാക്കി. വർഷങ്ങൾക്ക് ശേഷം കുളപ്പടവിൽ മലർന്നു കിടക്കുകയാണവൻ. തോളറ്റം വളർന്നു നിൽക്കുന്ന മുടി അഴിച്ചിട്ടിരിക്കുന്നു. കറുപ്പ് നിറത്തിലെ ഷർട്ടും കാവി മുണ്ടുമാണ് അവൻ്റെ വേഷം. വലത് കൈക്കുമ്പിളിൽ ഒരു പിടി മഞ്ചാടിമണികളുണ്ട്. നെഞ്ചോട് ചേർന്ന് വെള്ളാമ്പലും. കണ്ണുകൾ അപ്പോഴും മാനത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞു താരകത്തിലാണ്. അത് നോക്കി നിൽക്കുന്തോറും അവൻ്റെ ചുണ്ടുകളും മനോഹരമായി വിടർന്നു. ഹൃദയം വാചാലമായി. കാത്തിരിക്കുന്ന പെണ്ണെ, മരണം എന്നെ വന്ന് പുൽകും നാളിനായി. നിന്നിലേക്ക് ഞാൻ വീണ്ടും മടങ്ങിയെത്തുവാൻ. അവൻ്റെ കണ്ണുകൾ മൗനമായി പറഞ്ഞതും ഒരു ഇളം തന്നൽ വീശി. പാലപ്പൂവിൻ്റെ വശ്യമായ ഗന്ധം അവിടെയാകെ പരന്നു. ആ ഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ പതിയെ ചിമ്മി. അടഞ്ഞ കണ്ണിലും തെളിഞ്ഞു നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടുകൊണ്ട്. കഥ അവസാനിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട്? ആഹാ. എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരുന്നതുവരെ കാത്തിരിക്കുക. ലവ് യു ഓൾ. ബൈ.